അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ന ഗുരോരധികം ന ഗുരോരധികം ന ഗുരോരധികം. അടുത്തത് ഒരു ക്ലാസ്സാണ്. സുബ്രഹ്മണ്യ ഗുരുവിൻ്റെ ചരിതമാണ് എടുക്കുന്നത് അജിത് കെ. മൂവാറ്റുപുഴ കാലാമ്പൂരാണ് താമസം. അദ്ദേഹം ഫൈൻ ആർട്സിൽ ബിരുദാനന്തര ബിരുദം എടുത്തിട്ടുണ്ട്. കാലടി സർവകലാശാലയിലും തൃപ്പൂണിത്തുറ RLV കോളേജിലും പഠനം. റെക്കി മാസ്റ്ററാണ്. സുബ്രഹ്മണ്യ ഗുരുവിൻ്റെ ചരിതം നമുക്ക് ക്ലാസ് എടുക്കുന്നു. ശ്രീ കെ അജിത്തിനെ ഞാൻ ക്ഷണിക്കുന്നു. ശ്രീ ഗുരുഭ്യോ നമഃ. ഞാൻ ഇന്ന് സുബ്രഹ്മണ്യ സ്വാമിയുടെ ചരിതമാണ് ഇവിടെ എടുക്കുന്നത്. ഒരു തുടർച്ചയായിട്ട് സ്വാമിയുടെ ചരിതം, അതുപോലെ സ്വാമിയുടെ ജ്യോതിഷ സംബന്ധമായ ആത്മവിദ്യയുമായി ബന്ധപ്പെട്ട ഒരു പഠനം, പിന്നെ തിരുപ്പുകൾ, ഇതാണ് തുടർച്ചയായിട്ട് വരാൻ പോകുന്ന ക്ലാസ്സുകൾ. അതിൻ്റെ തുടക്കമായിക്കൊണ്ട് ചരിതം പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. സ്വാമിയുടെ ചരിതം നമ്മളെല്ലാവർക്കും കേട്ട് പരിചയമുള്ളതാണ്. എങ്കിലും സൂക്ഷ്മമായി പഠിക്കുന്ന സമയത്ത് കഥകളെല്ലാം ഒരുപോലെ തോന്നുമെങ്കിലും അത് വടക്ക് നിന്ന് തെക്ക് വരുന്നത് വരെ അതിന് പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. അത് ചിലപ്പോൾ ശൂരപത്മാസുരൻ്റെ നിഗ്രഹത്തിനായിക്കൊണ്ടുള്ള ജനനമായി, ചില സമയത്ത് താരകൻ്റെ നിഗ്രഹത്തിനായിക്കൊണ്ട്. അങ്ങനെ ഇതെല്ലാം ഈ പറഞ്ഞ ശൂരപത്മൻ, താരകൻ, ക്രൗഞ്ചൻ ഇവരെ മൂന്നുപേരെയും ഹനിക്കാനായിക്കൊണ്ട് ചില കഥകളിൽ മഹിഷാസുരനെ മർദ്ദിക്കാനായിക്കൊണ്ടും സ്വാമിയുടെ ജനനം സംഭവിച്ചതായി പറയുന്നുണ്ട്. ഇതിൽ എല്ലാം പറഞ്ഞു പോകുമ്പോൾ അതിലൊരു ആവർത്തന വിരസത ഉണ്ടാവും. എല്ലാം ഒരുപോലെയുള്ള കഥ തന്നെയാണ്. അതിൽ എനിക്ക് കുറച്ചുകൂടി യുക്തമെന്ന് തോന്നിയത് ഞാൻ പുരാണിക് എൻസൈക്ലോപീഡിയയിൽ നിന്ന് കണ്ട സ്വാമിയുടെ കഥയാണ്. അപ്പോൾ ശിവസംഭവനായിരിക്കുന്ന ബ്രഹ്മസത്ത ഭാര്യനോട് പരമേശ്വരൻ്റെ മഹാകാരുണ്യമായി പിറവി കൊണ്ട ജ്ഞാനസ്വരൂപൻ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ചില വിശേഷങ്ങളെ നമുക്കറിയാം. പല ഉറവിടങ്ങളിൽ നിന്ന് ശേഖരിച്ച അറിവുകളാണ്. കൂടുതലും നമ്മൾ അല്പാൽപമായി പല അവസരത്തിൽ കേട്ടിട്ടുണ്ട്. സ്വാമിക്ക് ഒരു സമർപ്പണം എന്ന രീതിയിൽ കുറിച്ച ഒരു 4 വരി സമർപ്പിച്ചുകൊണ്ട് തുടങ്ങാം. അരുളൊன்று பொருளொன்று அருள் பெற்ற மகனென்று கனல் வேற்ற கருவொன்று கருப்பற்ற குளமொன்று கரல் பற்றை கனிவூட்டும் கார்த்திகை தாயென்று அழகான மயிலொன்று அகமாற்றும் வேலொன்று அன்புக்கு வடிவொன்று அறிவாளும் தண்டுக்கு விரிவாளும் வழியொன்று 6 படை வீடொன்று 6 முகமவனுண்டு துணையான முகனுண்டு திருமாலினருளுண்டு பொருள் சொன்ன திருவாணி ஓம்கார பொருள் வேலா ஓம்கார பொருள் வேலா. ശ്രീമുരുകൻ, സുബ്രഹ്മണ്യൻ, കാർത്തികേയൻ, സ്കന്ദൻ, കുമരൻ, വടിവേലൻ, ജ്ഞാനപ്പഴം, സനൽകുമാരൻ, ദേവസേനാപതി, വള്ളിനായകൻ, 6 പടൈനായകൻ, ശിവസംഭവൻ, വേലായുധൻ, അരുൾപെട്ട തിരുമകൻ, ശ്രീ സ്വാമിനാഥൻ. ഇങ്ങനെ പല പല പേരുകളിൽ സ്വാമിയുടെ ജന്മത്തോടനുബന്ധിച്ച് അസുര നിഗ്രഹത്തിനായിക്കൊണ്ട് നേടിയ പേരുകൾ, തൻ്റെ വിവാഹത്തിലൂടെ നേടിയ പേരുകൾ, അതുപോലെ സ്വാമി തൻ്റെ ജ്ഞാനപന്ഥാവിലേക്ക് വന്ന് ഈ ഭാരതത്തിനാകമാനം ജ്ഞാനത്തിൻ്റെ ദിവ്യപ്രഭ പകർന്നതുകൊണ്ട് നേടിയ സ്വാമിനാഥൻ, ഗുരുഗുഹൻ തുടങ്ങിയ പേരുകൾ. അങ്ങനെ പല പേരുകളും സ്വാമിക്ക് തൻ്റെ ജീവിതത്തിലുടനീളമുള്ള കർമ്മങ്ങളെ കൊണ്ട് ലഭ്യമായതാണ്. അതിൽ സ്കന്ദൻ എന്ന പേര് അദ്ദേഹത്തിൻ്റെ ജന്മവുമായി സിദ്ധപ്പെട്ടത് തന്നെയാണ്. ശിവനും പാർവതിയും തമ്മിൽ ഉള്ള സംഭോഗത്തിൽ നിന്ന് സ്കലിച്ചതെന്ന് പറയുന്ന, അല്ലെങ്കിൽ ദേവതകളുടെ പ്രാർത്ഥന കൊണ്ട് താരകാസുര വധത്തിനായിക്കൊണ്ട് ഭഗവാൻ ശിവൻ 6 മുഖമെടുത്തു എന്നും പറയുന്നുണ്ട്.
5 മുഖം എടുത്ത് ആ 5 തൃക്കണ്ണിൽ നിന്നും വന്ന തീപ്പൊരി പാർവതി ദേവിയിൽ നിന്ന് വന്ന ഒരു ചൈതന്യവുമായി ചേർന്ന് 6 ചൈതന്യങ്ങൾ. 6 ചൈതന്യങ്ങൾ അത് അഗ്നിയാണ് സ്വീകരിച്ചത്. അഗ്നിദേവൻ അതിനെ സ്വീകരിച്ച് 5000 വർഷം വഹിച്ചു. അഗ്നിയെ തന്നെ തിന്നു തുടങ്ങിയ തേജസ് അഗ്നിക്ക് പോലും താങ്ങാൻ വയ്യാതെ വന്നപ്പോൾ അത് വായു ഭഗവാനിലേക്ക് ഏൽപ്പിക്കപ്പെട്ടു. അങ്ങനെ സ്ഖലിച്ചു വന്ന ചൈതന്യം അഗ്നിയിൽ രൂപം കൊണ്ടതുകൊണ്ട് അതിന് സ്കന്ദൻ എന്നുള്ള നാമം സിദ്ധമായി. അഗ്നിദേവൻ തൻ്റെ നിറം മങ്ങിപ്പോയപ്പോൾ ദേവലോകത്തിൽ ചെന്ന് ബ്രഹ്മലോകത്തിൽ ചെന്ന് സങ്കടം പറഞ്ഞു. അവിടെ നിന്നത് വായു ഭഗവാനിലേക്ക് ഏൽപ്പിക്കുകയും തുടർന്ന് 5000 വർഷം വായു ഭഗവാൻ ആ ചൈതന്യത്തെ വഹിച്ചുകൊണ്ട് അദ്ദേഹം വിവശനായ സമയത്ത് ഗംഗാദേവിയെ കണ്ട് ഇതെവിടെ നിക്ഷേപിക്കും, ഇത് ആരേറ്റെടുക്കുമെന്ന് പരിഭവം പറഞ്ഞപ്പോൾ ദേവി മറ്റൊന്നും മിണ്ടാതെ തന്നിൽ നിക്ഷേപിക്കാൻ പറയുകയും ഏറെ നാൾ കഴിഞ്ഞ് ബ്രഹ്മദേവൻ അല്ലയോ ഗംഗേ നിനക്ക് എന്ത് പറ്റി, നിൻ്റെ ചൈതന്യമാകെ വറ്റിപ്പോയല്ലോ എന്ന് ചോദിച്ച സമയത്ത് തൻ്റെ വിവശത തനിക്ക് താങ്ങാനും കഴിയുന്നതിനപ്പുറമുള്ള ഈ ബ്രഹ്മ ചൈതന്യം തന്നിൽ കിടന്ന് തിളച്ചു മറിയുന്ന ഈ ഊർജത്തെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച സമയത്ത് ശരവണപ്പൊയ്കയിൽ നിക്ഷേപിക്കാൻ പറഞ്ഞു. ശരവണപ്പൊയ്ക ഭഗവതി തന്നെ, ആദിശക്തി തന്നെ പൊയ്കയുടെ രൂപത്തിലുള്ളതാണ് എന്നുള്ള ചരിത്രവുമുണ്ട്. ശരവണപ്പൊയ്കയിൽ നിക്ഷേപിച്ച ഈ ചൈതന്യം അവിടെ 6 ബാലകന്മാരായി തീരുന്ന ഒരു സമയമുണ്ട്. 6 ബാലകന്മാരായി തീരുന്നു എന്നൊരു ചരിത്രമുണ്ട്. അത് ആ വഴിയെ വന്ന കാർത്തികമാർ 6 കാർത്തികമാർ ആ വഴി വന്ന സമയത്ത് ഈ കുഞ്ഞിനെ കാണുകയും അതിന് മുലയൂട്ടാൻ വേണ്ടി വഴക്കിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കുഞ്ഞിൻ്റെ ഓമനത്വം അത്ര മനോഹരമായിരുന്നു. അപ്പോൾ സ്ത്രീജന്യമായ അവരുടെ മാതൃത്വം ഉണ്ടെന്ന സമയത്ത് ഇതിനെ മുലയൂട്ടണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഇവർ തമ്മിൽ കലഹിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഈ കുഞ്ഞ് തന്നെ 6 പിരിയുകയുണ്ടായി എന്നും ഈ അമ്മമാർ ആ കുഞ്ഞിനെ എടുത്ത് വളർത്തിയെന്നും തുടർന്ന് പാർവതി മാതാവ് വന്ന് ഈ കുഞ്ഞിനെ ചേർത്ത് വാരി ഒറ്റ കുഞ്ഞായി എന്നും അങ്ങനെ 2 തരത്തിൽ കഥയുണ്ട്. ശിവരേതസ് കൊണ്ട് ശരവണക്കാട്ടിലുള്ള സകല വൃക്ഷങ്ങളും പശുപക്ഷികളുമെല്ലാം സുവർണമായി ചമഞ്ഞു. 10000 വർഷം ചെന്നപ്പോൾ ബാലസൂര്യന് തുല്യമായ ശരീരകാന്തിയോടുകൂടി അവിടെ ഒരു ആൺകുട്ടി ഉണ്ടായി വന്നു. ഈ ശിശുവാണ് സുബ്രഹ്മണ്യൻ. ദിവ്യമായ ശരവണത്തിൽ മലർന്നു കിടന്ന് കാൽപ്പെരുവിരൽ വായിൽ വെച്ച് മേഘഗർജനത്തിൽ കരഞ്ഞു. അപ്പോൾ ആ വഴിക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്ന തേജസ്വിനികളായ 6 ദിവ്യകൃത്തികമാർ ശരവണത്തിൽ കിടന്നു കരയുന്ന കുട്ടിയെ കണ്ടെത്തി. അവർ ഉള്ളലിഞ്ഞ് കുഞ്ഞിൻ്റെ അടുക്കൽ വന്ന് അഹമഹമികയാ കുട്ടിക്ക് മുല കൊടുക്കാൻ തർക്കിച്ചു. അത് കണ്ടിട്ടവൻ 6 കൃത്തികമാരെയും മാറി മാറി നോക്കിയതുകൊണ്ട് കുട്ടിക്ക് 6 മുഖമുണ്ടായി വന്നു. കൃത്തികമാർ മുല കൊടുത്തു വളർത്തിയതിനാൽ കുഞ്ഞിന് കാർത്തികേയൻ എന്നും നാമം സിദ്ധിച്ചു. ശിശു ജനിച്ച വിവരം ബ്രഹ്മാവ് അഗ്നിയെ അറിയിച്ചു. സന്തുഷ്ടനായ അഗ്നി വേഗമേറിയ ആടിൻ്റെ പുറത്ത് കയറി വെമ്പലോടെ നടകൊണ്ടു. അദ്ദേഹത്തെ കണ്ടിട്ട് ഗംഗ ചോദിച്ചു, അങ്ങ് ഇത്ര ബന്ധപ്പെട്ട് എങ്ങോട്ടാണ്? ശരവണത്തിൽ പുത്രനുണ്ടായിരിക്കുന്നു, അവനെ കാണാൻ പോവുകയാണ്. അഗ്നി പറഞ്ഞു. കുട്ടി ഗംഗയുടേതാണെന്ന് ഗംഗ, അഗ്നിയുടേതാണെന്ന് അഗ്നി. ഇവരിങ്ങനെ ശിശുവിൻ്റെ ഉടമസ്ഥതയെ ചൊല്ലി തർക്കിച്ചു കൊണ്ടിരുന്നപ്പോൾ മഹാവിഷ്ണു ആ വഴിക്ക് വന്നു. വിവരം കേട്ട ശേഷം വിഷ്ണു അവരെ തർക്കം തീർക്കുന്നതിന് വേണ്ടി ശിവൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. അവർ ശിവൻ്റെ അടുക്കൽ ചെന്ന് ഉണ്ണി ആരുടേതാണെന്ന് ചോദിച്ചു. അത് കേട്ടിട്ട് തിരുവുള്ളം കുളിർത്ത ശിവൻ ഭാഗ്യം ഭാഗ്യം എന്നിങ്ങനെ പാർവതിയോട് അരുളി ചെയ്തു. കുഞ്ഞിനെ കാണാൻ പോകാൻ പാർവതി ശിവനെ നിർബന്ധിച്ചു. കുഞ്ഞിനെ കണ്ടിട്ട് വേണം ആരുടെ പുത്രനാണെന്ന് തീരുമാനിക്കുവാൻ. ശിവനും പാർവതിയും അഗ്നിയും ഗംഗയും കൂടി ശരവണക്കാട്ടിൽ വന്നു. ശരവണത്തിൽ വന്നെത്തിയ അവർ കൃത്തികമാരുടെ മടിയിൽ കിടന്ന പിഞ്ചു കുഞ്ഞിനെ കണ്ടു. ശിശു ആരെ നോക്കുന്നുവെന്നറിയട്ടെ, അതിനുശേഷം വേണം പിതൃത്വം നിശ്ചയിക്കുവാൻ എന്ന് ശിവൻ പറഞ്ഞു. ശിശു അവരുടെ ഇംഗിതം അറിഞ്ഞിട്ട് യോഗബലം കൊണ്ട് കുമാരൻ, വിശാഖൻ, ശാഖൻ, നൈകമേയൻ എന്നു പേരുള്ള 4 ശരീരം കൈക്കൊണ്ടു. കുമാരൻ ശങ്കരനെയും വിശാഖൻ പാർവതിയെയും ശാഖൻ കുടിലയെയും നൈകമേയൻ അഗ്നിയെയും നോക്കി. എല്ലാവരും പരമാനന്ദമടഞ്ഞു. അറുമുഖൻ ശിവന്റെ പുത്രനാണോ എന്ന് കൃത്തികമാർ ചോദിച്ചു. ശിവൻ ഇങ്ങനെ മറുപടി നൽകി, ഇവൻ കാർത്തികേയൻ എന്ന പേരിൽ നിങ്ങളുടെയും, കുമാരൻ എന്ന പേരിൽ ഗംഗയുടെയും, സ്കന്ദൻ എന്ന പേരിൽ പാർവതിയുടെയും, ഗുഹൻ എന്ന പേരിൽ എൻ്റെയും, മഹാസേനൻ എന്ന പേരിൽ അഗ്നിയുടെയും, ശരവണൻ എന്ന പേരിൽ ശരവണത്തിൻ്റെയും പുത്രനായിരിക്കട്ടെ. മഹായോഗിയായ ഇവൻ ഇങ്ങനെയെല്ലാം ലോകത്തിൽ വിളിക്കപ്പെടും. 6 മുഖമുള്ളതിനാൽ ഇവൻ ഷൺമുഖൻ എന്ന പേരിലും വിഖ്യാതനായിത്തീരും. ഇത്രയും പറഞ്ഞ ശേഷം ശിവൻ ദേവകളെ സ്മരിച്ചു.
ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും നേതൃത്വത്തിൽ സകല ദേവതകളും വന്നെത്തി. അവരെല്ലാം കൺകുളിർക്കെ ശിശുവിനെ ദർശിച്ചു. അതിനുശേഷം അവർ ശിവനോട് ഇങ്ങനെ പറഞ്ഞു: ദേവാ, നിന്തിരുപടി അഗ്നിയെക്കൊണ്ട് ദേവകാര്യം നടത്തിച്ചു. അതിനാൽ പുറപ്പെട്ടാലും നമുക്ക് ഇപ്പോൾ തന്നെ അക്ഷയമായ ഔജസ തീർത്ഥത്തിലേക്ക് പോകാം. കുരുക്ഷേത്രത്തിൽ സരസ്വതിയിൽ വച്ച് ഷൺമുഖൻ അഭിഷേകം കഴിക്കുക. ഇദ്ദേഹം ദേവഗന്ധർവ കിന്നരന്മാർക്ക് സേനാപതിയായി വാഴട്ടെ. ഭയങ്കരന്മാരായ മഹിഷ താരകന്മാരെ വധിക്കട്ടെ. അങ്ങനെ തന്നെ എന്ന് ശിവൻ സമ്മതിച്ചു. ഇവിടെ മഹിഷാസുരനെ പരാമർശിക്കുന്നുണ്ട്. നമ്മൾ മഹിഷാസുര മർദിനിയായിട്ട് ദേവിയെ പലപ്പോഴും പ്രകീർത്തിക്കുന്നുണ്ട്. ഇതിൽ മഹിഷാസുരൻ കുമാരൻ്റെ ഇരയായിത്തീരുന്ന കഥയാണ് പറയുന്നത്. ബ്രഹ്മാവിഷ്ണു മഹേശ്വരാദികൾ കുമാരനെയും കൊണ്ട് പുറപ്പെട്ട് കുരുക്ഷേത്രത്തിലെത്തി സേനാപതിയായി സുബ്രഹ്മണ്യനെ അഭിഷേകം ചെയ്യാൻ വട്ടം കൂട്ടി. 7 സമുദ്രങ്ങളിലെയും പുണ്യനദികളിലെയും ജലം നിറച്ച് വനൌഷധികൾ അടങ്ങിയിട്ടുള്ള കനക കലശങ്ങൾ കൊണ്ട് ശിവൻ, വിഷ്ണു മുതലായവർ സ്കന്ദനെ അഭിഷേകം ചെയ്തു. ഗന്ധർവന്മാരും ഋഷിമാരും പാട്ടുപാടി. അപ്സര സ്ത്രീകൾ നൃത്തം വച്ചു. അഭിഷിക്തനായ കുമാരനെ പാർവതി വാത്സല്യത്താൽ മടിയിലെടുത്ത് വച്ച് ശിരസിൽ വീണ്ടും വീണ്ടും ചുംബിച്ചു. ഗുഹൻ അഭിഷേകം ചെയ്യപ്പെട്ടതിന് ശേഷം ദേവകൾ ആ സേനാപതിക്ക് പരാക്രമികളായ സേനകളെ സംഭാവന ചെയ്തു. ദേവസേനാപതി എന്ന് പറയുന്നതല്ലാതെ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇതുവരെ കിട്ടാത്ത കാരണം അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി പറയുകയാണ്. ദേവകൾ ആ സേനാപതിക്ക് പരാക്രമികളായ സേനകളെ സംഭാവന ചെയ്തു. ശിവൻ, ഖണ്ഡാകർണൻ, ലോഹിതാക്ഷൻ, നന്ദിശേനൻ, കുമുദമാലി എന്നു പേരുള്ള 4 ചക്രവിക്രമരായ പ്രമഥന്മാരെയും ബ്രഹ്മാദികളായ ദേവന്മാരെല്ലാവരും സ്വന്തം പ്രമഥന്മാരെയും സ്കന്ദന് കൊടുത്തു. ബ്രഹ്മാവ് സ്ഥാണു എന്ന പ്രമഥനെ നൽകി. വിഷ്ണു സംക്രമനെന്നും വിക്രമനെന്നും പരാക്രമനെന്നും പേരായ 3 ഗണങ്ങളെ കൊടുത്തു. ശക്രൻ അഥവാ ഇന്ദ്രൻ, ശക്രൻ ഉൽക്ലേശ പങ്കജരെയും, അർക്കൻ ദണ്ഡകപിഞ്ചലന്മാരെയും, ചന്ദ്രൻ മണിവസുമണികളെയും, അശ്വികൾ വത്സനന്ദികളെയും, അഗ്നി ജ്യോതിസ് ജ്വലജിഹ്വൻ എന്നിവരെയും, ധാതാവ് കുന്ദൻ, മുകുന്ദൻ, കുസുമൻ എന്ന 3 പേരെയും നൽകി. ത്വഷ്ടാവ് ചക്രാനുചക്രരെയും, വേദസ് നിസ്ഥിര സുസ്ഥിരന്മാരെയും, പൂഷാവ് പാണിതൃ കാളികൻ എന്ന 2 പേരെയും കൊടുത്തു. ഹിമവാൻ സ്വർണമാല ഘനാഹരരാകുന്ന 2 പ്രമുഖോത്തമന്മാരെയും, വിന്ധ്യൻ അതികൃഷ്ണൻ എന്ന പാർഷദനെയും നൽകി. വരുണൻ സുവർച്ചസ്, അതിവർച്ചസ്, സംഗ്രഹൻ, വിഗ്രഹൻ എന്നിവരെയും, നാഗത്താന്മാർ ജയപരാജയരെയും, അംബിക ഉന്മാദശം കുകർണ പുഷ്പന്മാരെയും, വായു ഖസാദിഹസരെന്ന 2 അനുചരന്മാരെയും ദാനം ചെയ്തു. അംശുമാൻ പരിഘപടക ഭീമദാഹാദി ദഹനന്മാരാകുന്ന 5 പാർഷദരെയും, യമൻ, പ്രഥമൻ, ഉന്മാദൻ, കാലസേനൻ, മഹാമുഖൻ, താലപത്രൻ, കാലജങ്കൻ എന്ന് 6 അനുചരന്മാരെയും, ദാതാവ് സുപ്രഭ ശുഭകർമാക്കളാകുന്ന 2 ഗണോത്തമന്മാരെയും നൽകി. ഇതിങ്ങനെ ഒരു വലിയ ലിസ്റ്റായിട്ട് അങ്ങ് പോവുകയാണ്. നമുക്ക് ഇത്രയൊന്നും വിശദമായിട്ട് ഇതുവരെ കേട്ടിട്ടുണ്ടായില്ല. ഇതുപോലെ നെറ്റിൽ നോക്കിയ സമയത്താണെങ്കിലും ഒരു ഓതൻറ്റിക് ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള അറിവുകളും കിട്ടുന്നില്ല. എല്ലാവരും ഒരു കഥ പറഞ്ഞു പോകുന്ന പോലെ പോകുന്നുള്ളൂ. ദേവാസുര യുദ്ധത്തിൽ സുബ്രഹ്മണ്യനെ സേനാപതിയായി അഭിഷേകം ചെയ്യപ്പെട്ടതോടുകൂടി ദേവന്മാർക്കൊരു പുതിയ ഉണർവുണ്ടായി. അവർ അസുരന്മാരെ പോരിന് വിളിച്ചു. അസുരന്മാർ പോർവിളി സ്വീകരിച്ചു. താരകാസുരൻ മഹിഷൻ, മഹാബലിയുടെ പുത്രനായ ബാണൻ, താരകാസുരന്റെ പുത്രന്മാരായ താരാക്ഷൻ, കമലാക്ഷൻ, വിദ്യുന്മാലി എന്നിവർ, മഹാശക്തിമാനായ അന്ധകാസുരൻ എന്നിത്യാദി നേതാക്കന്മാരെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് അസുര സൈന്യങ്ങൾ പടക്കളത്തിലിറങ്ങിയത്. ആ ഭയങ്കരമായ യുദ്ധത്തിൽ സുബ്രഹ്മണ്യൻ താരകാസുരനെ വധിച്ചു. മറ്റ് അസുര നേതാക്കന്മാരെല്ലാം വധിക്കപ്പെട്ടു. ഇനിയുള്ള കഥ അങ്ങനെ കോമൺ ആയിട്ട് കേൾക്കുന്നതല്ല. എന്നിരുന്നാലും ഏതൊരു സാധകനും തൻ്റെ ജീവിതത്തിലുണ്ടായ അധോമുഖമായ സഞ്ചാരങ്ങളിൽ നിന്ന് പുറത്തു വരുന്നതിന് പ്രേരകമാകുന്ന ഒരു കഥയാണ്. ബ്രഹ്മചര്യവ്രതം എന്നാണത് പറയുക. താരകാസുര വധത്തിനു ശേഷം സുബ്രഹ്മണ്യൻ പാർവതിയുടെ അത്യധികമായ ലാളനയ്ക്ക് പാത്രമായി. കേവലം 7 വയസ്സുള്ള ബാലകനാണ്. അല്ല, 7 ദിവസം പ്രായമുള്ള ബാലകനാണ്. അല്ലേ, 7 ദിവസം അല്ലേ, 7 വയസ്സ്. താരകാസുര വധത്തിനു ശേഷം സുബ്രഹ്മണ്യൻ പാർവതിയുടെ അത്യധികമായ ലാളനയ്ക്ക് പാത്രമായി. ഇതിൻ്റെ ഫലമായി കുമാരൻ്റെ ജീവിതത്തിന് ഒരു ലക്കും ലഗാനും ഇല്ലാതായി തീർന്നു. അതോ നമ്മൾ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ വരുന്ന കർത്തവ്യമില്ലാതെ ആകുന്ന സമയത്ത് ശക്തിയൊക്കെ ദിശയില്ലാതെ ദിക്കില്ലാതെ പല വഴിക്കും പോകുന്ന അവസ്ഥകളിലൂടെ കടന്നു വരുന്ന ഒരവസ്ഥ അദ്ദേഹത്തിനും ഉണ്ടായി എന്ന് പറയുന്നു. ഭോഗവാസന വളർന്ന് ദേവസ്ത്രീകളെ ബലാത്കാരമായി പ്രാപിക്കുവാൻ തുടങ്ങി. ഒടുവിൽ ദേവസ്ത്രീകൾ പാർവതിയെ സമീപിച്ച് സുബ്രഹ്മണ്യൻ്റെ ചെയ്തികളെപ്പറ്റി പരാതിപ്പെട്ടു. ഈ കഥയ്ക്ക് ഞാൻ ഉത്തരവാദിയല്ല, ഇത് ഞാൻ വായിച്ച പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്. മനസ്സിലായില്ലേ?
ഉടനെ പാർവതി സ്വപുത്രനെ അടുത്ത് വിളിച്ച് സൃഷ്ടിയിലുള്ള സകല സ്ത്രീകളിലും തൻ്റെ പ്രതിരൂപം കാണിച്ചു കൊടുത്തു. ഈ കാഴ്ച കണ്ടതോടെ താൻ ചെയ്തു പോയ തെറ്റുകളിൽ പശ്ചാത്താപഭരിതനായി തീർന്ന സുബ്രഹ്മണ്യൻ ഇന്നു മുതൽ ലോകത്തിലെ എല്ലാ സ്ത്രീകളെയും ഞാൻ അമ്മയ്ക്ക് തുല്യമായി കാണുകയുള്ളൂ എന്ന് പാർവതി സമക്ഷം പ്രതിജ്ഞ ചെയ്തു. വിവാഹം ദേവസേന വല്ലി എന്നീ 2 മാതാക്കന്മാരോടായിരുന്നു. അതുപോലെ മുരുകൻ്റെ നാമം പറയുമ്പോൾ ഒന്നുകൂടി പറഞ്ഞു പോകാനുണ്ട്. മുരുകൻ എന്ന നാമം കേവലം ഒരു നാമമല്ല എന്ന് പറയപ്പെടുന്നു. മു എന്നാൽ മുകുന്ദൻ, തൻ്റെ ശക്തിയോട് ചേർന്ന മുകുന്ദൻ. രു എന്നാൽ രുദ്രൻ, തൻ്റെ ശക്തിയോട് ചേർന്ന രുദ്രൻ. ക എന്നാൽ കമലോത്ഭവൻ, തൻ്റെ ശക്തിയായ വാഗ്ദേവതയോട് ചേർന്ന ബ്രഹ്മാവ്. ഈ 3 ഈശ്വര സ്വരൂപങ്ങളും തങ്ങളുടെ ശക്തികളോട് ചേർന്ന് ഐക്യപ്പെട്ടിരിക്കുന്ന സ്വരൂപമാണ് സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമി എന്ന് പറയാൻ. അതുകൊണ്ട് ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും നമ്മൾ മുരുക എന്ന് വിളിച്ചാൽ അവിടെയുള്ള ദേവതകളോട് തന്നെയുള്ള അഭിസംബോധനയായി തീരും എന്ന തമിഴിലെ ഒരു പറച്ചിലുണ്ട്. ശ്രീ കുമാരസംഭവത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞിരിക്കുന്നതും ഹൈന്ദവ പുരാണങ്ങളിൽ ഏറ്റവും വലുതുമാണ് വ്യാസവിരചിതമായ സ്കന്ദപുരാണം. ആത്മവിദ്യാ വഴികളിലേക്ക് കടക്കുവാനുള്ള ആദ്യ പാദം മുതൽ ആത്മാനന്ദ സ്വരൂപത്തെ അണയുന്നതുവരെയുള്ള ഓരോ നിമിഷങ്ങളിലെയും ഗുരുവിന് ശിഷ്യനോടുള്ള ജാഗ്രതയും ശിഷ്യന് ഗുരുവിനോടുണ്ടാവേണ്ട ശ്രദ്ധയും സമർപ്പണവും വളരെ ജാഗ്രതയോടുകൂടി സമീപിക്കേണ്ട രീതിയെക്കുറിച്ച് ഈ സ്കന്ദപുരാണത്തിലെ ഗുരുഗീതയിൽ വിശദമാക്കിയിരിക്കുന്നു. അതുപോലെ സുബ്രഹ്മണ്യസ്വാമിയെക്കുറിച്ച് തമിഴ്നാട്ടിലെ ഒരു സുഹൃത്ത് തന്നെ പറഞ്ഞു തന്നാണ് ചോദിച്ച സമയത്ത്. തമിഴ്നാട്ട് നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ കുമരിക്കണ്ടം എന്ന് പറയുന്ന ഒരു പൂർവ്വ ദേശമുണ്ടായിരുന്നു. അവിടെ പഴയ ഒരു ഭൂഖണ്ഡം, സിദ്ധന്മാരുടെ വിദ്യകൾ നിലനിന്നിരുന്ന സ്ഥലം. ആ ഭൂഖണ്ഡം കടലിലേക്ക് മറഞ്ഞു പോയ നിമിഷങ്ങളിൽ 2 ജനത 2 ദേശങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു. ഒന്ന് ആഫ്രിക്കൻ മരുഭൂമി ഭാഗത്തേക്ക് മാറി ദൈവത്തിൻ്റെ ജനത എന്നറിയപ്പെട്ടു. മറ്റൊരു കൂട്ടർ ശ്രീ സുബ്രഹ്മണ്യൻ്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിലേക്ക് അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യപ്പെട്ടു എന്നറിയപ്പെടുന്നു. അത് തമിഴിലെ ഒരു ലോക്കലായിട്ടുള്ള വളരെ നാട്ടുകാരനായിട്ടുള്ളൊരു വ്യക്തി പറഞ്ഞെന്ന കഥയാണ്. അതിനോട് ചേർന്ന മറ്റു പല അറിവുകളും പിന്നെ കിട്ടിയിട്ടുണ്ട്, എന്നുവെച്ചാൽ സമാനമായിട്ടുള്ള അറിവുകൾ. അപ്പോൾ മുരുകന് അന്ന് നടന്നിരുന്ന 3 കാലഘട്ടങ്ങളിലായിട്ടാണ് ഈ തമിഴ് സംസ്കൃതി വരുന്നത്. തമിഴ് സംസ്കൃതിയുടെ അടിസ്ഥാന ദൈവമാണ് സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യന് സെയ്യോൻ എന്നൊരു പേരുണ്ട്. മായോൻ എന്ന അമ്മാവൻ അഥവാ മഹാവിഷ്ണു, സെയ്യോൻ എന്ന സുബ്രഹ്മണ്യൻ, കുറിഞ്ചി മലകളുടെ നേതാവ്. 6 പടയവീടുകളാണ് സുബ്രഹ്മണ്യനുള്ളത്. ഈ ക്ഷേത്രങ്ങൾ ശൂരപത്മനെതിരെയുള്ള യുദ്ധത്തിൻ്റെ മുരുകൻ തമ്പടിച്ച സ്ഥലങ്ങളാണെന്ന് വിശ്വാസമുണ്ട്. ഇവയാണ് തിരുപ്പറംകുണ്ട്രം, തിരുച്ചെന്തൂർ, പഴനി, സ്വാമിമല, തിരുത്തണി, പഴമുതിർച്ചോല. തിരുപ്പറംകുണ്ട്രം മുരുകൻ്റെ ആദ്യത്തെ വാസസ്ഥലമായി കണക്കാക്കപ്പെടുന്നു. ഇവിടെയാണ് പരമശിവൻ ലിംഗരൂപത്തിൽ മുരുകന് ദർശനം നൽകിയത്. അടുത്തത് തിരുച്ചെന്തൂർ, ശൂരപത്മനുമായുള്ള യുദ്ധം നടന്ന അവസാന സ്ഥലമാണിത്. പഴനി മുരുകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഇവിടെ പഞ്ചാമൃതം എന്ന വിശേഷ വഴിപാടുണ്ട്. നമുക്കറിയാം, ഭഗവാൻ മുരുകൻ്റെ ജ്ഞാനഭാവത്തിലുള്ള സാന്നിധ്യം അനുഭവപ്പെടുന്ന സ്ഥലമാണ് പഴനി. സ്വാമിമല, മുരുകൻ പരമശിവന് ഓം എന്ന പ്രണവമന്ത്രം പഠിപ്പിച്ച സ്ഥലമാണിത്. അതിനാൽ ഇത് ഗുരുമല എന്നും അറിയപ്പെടുന്നു. ഈ ഒരു സംഭവത്തോടു കൂടി സുബ്രഹ്മണ്യസ്വാമിക്ക് സ്വാമിക്ക് നാഥൻ അഥവാ സ്വാമിനാഥൻ എന്ന നാമവും സിദ്ധിച്ചു. അടുത്തത് തിരുത്തണി. ശൂരപത്മനെ വധിച്ചതിന് ശേഷം മുരുകൻ ഇവിടെയാണ് സമാധാനം നേടിയത്. ഇവിടെയാണ് മുരുകനും വള്ളിയും വിവാഹിതരായത്. അടുത്തത് പഴമുതിർച്ചോല. ഇവിടെയാണ് മുരുകൻ്റെ പത്നിമാരായ വള്ളിയും ദേവസേനയും അദ്ദേഹത്തോടൊപ്പം വസിക്കുന്നത്. ഇത് മുരുകൻ്റെ ഏകവാസസ്ഥലവുമാണ്. അവിടെ അദ്ദേഹം ഭക്തരെ അനുഗ്രഹിക്കുന്നു. ഈ 6 ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഭക്തർ തീർത്ഥാടനം നടത്താറുണ്ട്. സ്കന്ദഷഷ്ടി അടക്കമുള്ള വിശേഷ നാളുകളിൽ കേരളത്തിൽ നിന്നടക്കം നിരവധി തീർത്ഥാടകർ ഒഴുകിയെത്താറുണ്ട്. ശൂരപത്മനെതിരെയുള്ള യുദ്ധനീക്കത്തിനിടെ സുബ്രഹ്മണ്യൻ തമ്പടിച്ച 6 പുണ്യസ്ഥലങ്ങൾ. 100 കണക്കിന് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും ഈ 6 പടവീടുകൾ പ്രശസ്തമാണ്. അതിൽ
വിശേഷപ്പെട്ട ഒരു സ്ഥലമാണ് തിരുച്ചെന്തൂർ എന്ന് പറയുന്നത്. ഇതും കഥകളാണ് നമ്മുടെ കയ്യിലുള്ളൂ, വേറൊന്നും തന്നെ ഇല്ല. ആദിശങ്കരാചാര്യർക്ക് ഒരിക്കൽ കുഷ്ഠരോഗം ബാധിക്കുകയുണ്ടായി എന്നും അന്ന് അദ്ദേഹം ആശ്രയിച്ചത് തിരുച്ചെന്തൂർ മുരുകനെയാണെന്നും അദ്ദേഹം സുബ്രഹ്മണ്യ ഭുജംഗപ്രയാത സ്തോത്രത്താൽ തിരുച്ചെന്തൂർ മുരുകനെ സ്തുതിച്ചു. അതിനുശേഷം അദ്ദേഹം മഹാവ്യാധികളിൽ നിന്നും പൂർണ്ണമായി മോചിതനായി. തിരുച്ചെന്തൂരിലെ വിഭൂതിയായ ഭസ്മം ലഭിക്കുന്നത് പനിനീർ ചെടിയുടെ ഇലയിലാണ്. അതാണ് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് തിരുച്ചെന്തൂരിനെ വ്യത്യസ്തമാക്കുന്നത്. തമിഴരുടെ പഴമൊഴിയിൽ ഒരു ചൊല്ലുണ്ട്: ചിന്തനൊന്തവനക്ക് സ്കന്ദനേ തുണ, മുരുകനല്ലാതെ ചുക്കിനു മിഞ്ചിയ ദൈവമില്ല, വഴിക്ക് തുണയി വെറ്റിവേൽ. ഇത് തമിഴരുടെ ഒരു കുറച്ച് ചൊല്ലുകളാണ്. സ്വാമിയുടെ ഇഷ്ട വഴിപാടുകളൊക്കെ ആയിട്ട് ക്ഷേത്രങ്ങളിൽ കൊണ്ടാടുന്നത് പാലഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, കരിക്കഭിഷേകം, ഭസ്മാഭിഷേകം, തേനഭിഷേകം, പനിനീരഭിഷേകം, പാനകപൂജ, കാവടി പൂജ, പാൽപ്പായസം, വേൽ സമർപ്പിക്കൽ എന്നിവയാണ്. നമ്മുടെ തൊട്ടടുത്ത ദേശമായ ശ്രീലങ്കയിലും സുബ്രഹ്മണ്യസ്വാമിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ക്ഷേത്രങ്ങളും പ്രധാന സ്ഥലങ്ങളും അതുപോലെ സിദ്ധന്മാരുടെ വലിയ സാന്നിധ്യം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലത്തിൻ്റെ പേര് പറയാം. കതിർഗാമ എന്ന് പറയുന്ന ക്ഷേത്രം അല്ലെങ്കിൽ സ്ഥലം സുബ്രഹ്മണ്യസ്വാമിക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നു. സിദ്ധന്മാരെല്ലാം അങ്ങോട്ട് സഞ്ചരിച്ചിരിക്കുന്ന കഥകൾ കേൾക്കാം. അവിടെ ബുദ്ധന്മാരും ഹൈന്ദവ സംസ്കാരത്തിൽപ്പെട്ടവരും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്ന സ്ഥലമാണ്. അതുപോലെ നല്ലൂർ കന്ദസ്വാമി കോവിൽ ജാഫ്നയിലുള്ളതാണ്. പിന്നെ ഉഭയ കതിർ ഗ്രാമം, ഉകന്തമലൈ മുരുകൻ കോവിൽ, അങ്ങനെ ഒട്ടേറെ പേരുണ്ട്. പറയുമ്പോൾ തിരിയില്ല, അത് ശ്രീലങ്കൻ ഭാഷയാണ്. ഉക്കന്തൻ കോവിൽ, ശ്രീലങ്ക, ജാഫ്ന. അടുത്തത് നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ എല്ലാ തമിഴ്നാട്ടുകാരും വളരെ കേമമായിട്ട് കൊണ്ടാടുന്ന സ്വാമിയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിശേഷ ദിനം ഷഷ്ടി വ്രതം. ഹിന്ദുമതത്തിൽ പ്രധാനപ്പെട്ട ഒരു വ്രതമാണ്. പ്രധാനമായും ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുകമ്പയ്ക്കായി അനുഷ്ഠിക്കുന്നു. ഷഷ്ടി വ്രതത്തിൻ്റെ അടിസ്ഥാനങ്ങൾ: അതിനു വേണ്ട വ്രതാനുഷ്ഠാന രീതികളൊക്കെ ഉണ്ട്. വ്രതം രാവിലെ സൂര്യോദയത്തിന് ശേഷം ആരംഭിക്കണം. ദേഹശുദ്ധിയും മനഃശുദ്ധിയും പാലിക്കണം. ഉപവാസം പലരും ചെയ്യാറുണ്ട്. ചിലർ ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുന്നു, മറ്റു സമയങ്ങളിൽ ലഘുഭക്ഷണം കഴിക്കും. ചിലർ പഴം, പാല്, ജ്യൂസ് പോലുള്ള ലഘുഭക്ഷണങ്ങൾ മാത്രം സ്വീകരിക്കും. ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം, പൂജ, ഭജനങ്ങൾ, സ്തോത്രങ്ങൾ എന്നിവ നിർവഹിക്കുന്നു. ഷഷ്ടി ദിനത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന പടച്ചോറ് കഴിച്ച് വ്രതം അവസാനിപ്പിക്കാം. വ്രത ദിവസങ്ങളിൽ പകലുറക്കം ഒഴിവാക്കണം. ഭഗവത് ഭക്തിയും ആത്മനിയന്ത്രണവും നിർബന്ധമാണ്. ചിലർ 6 ദിവസം തുടർച്ചയായി വ്രതം അനുഷ്ഠിക്കും. 108 ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നതും ചില വിശ്വാസങ്ങളിലുണ്ട്. താരകാസുരൻ എന്ന അസുരനെ നിഗ്രഹിക്കാൻ ശ്രീ മുരുകൻ യുദ്ധം നടത്തിയപ്പോൾ ദേവതകൾ ഈ വ്രതം അനുഷ്ഠിച്ചു വിജയിച്ചു എന്ന് പറയുന്നു. പുത്രലാഭം, കുടുംബസൗഖ്യം, രോഗശാന്തി, സർപ്പദോഷ പരിഹാരം എന്നിവയ്ക്കായാണ് സാമാന്യജനം ഈ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത്. ഷഷ്ടിവ്രതം ഭക്തിയെയും ആത്മശുദ്ധിയെയും വളർത്തുന്നതിന് വളരെയേറെ സഹായിക്കുന്നു. അപ്പോൾ എനിക്ക് ലഭ്യമായിട്ടുള്ള ചുരുങ്ങിയ ചില അറിവുകൾ പങ്കുവച്ചു. ഇനിയും വളരെ സാരമായിട്ടുള്ള ഒരുപാട് അറിവുകൾ നേടാനുണ്ട്. എൻ്റെ സോഴ്സ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. അപ്പോൾ ഇത്രയും കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഗുരുപരമ്പരയ്ക്ക് നന്ദി. ആത്മവിദ്യാ വഴിയിൽ ജ്യോതിഷം എന്ന വിഷയത്തെപ്പറ്റി നമ്മളോട് സംസാരിക്കുന്നു. സുബ്രഹ്മണ്യ സ്വാമിക്ക് ജ്യോതിഷത്തിലുള്ള പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കി തരുന്നു. അദ്ദേഹത്തിന് സ്വാഗതം. നമസ്കാരം. എനിക്കിവിടെ അവതരിപ്പിക്കാൻ കിട്ടിയ വിഷയം ജ്യോതിഷവും ആത്മവിദ്യാ വഴിയും സുബ്രഹ്മണ്യ സ്വാമിയുമായിട്ടുള്ള ബന്ധവും എന്നതാണ്. ഭാരതീയ ജ്യോതിഷത്തിൻ്റെ ആർഷജ്ഞാനവും ഗർഗശാഖയും യവനശാഖയും ബ്രഹ്മാവിനെ ജ്യോതിഷത്തിലെ ആദ്യ ഗ്രന്ഥകർത്താവായിട്ട് അംഗീകരിക്കുന്നു. ബ്രഹ്മാവിന് എവിടെ നിന്നാണ് ജ്യോതിഷത്തെക്കുറിച്ചുള്ള ജ്ഞാനം ലഭിച്ചത്? അഥവാ ബ്രഹ്മാവ് തന്നെയാണോ ജ്യോതിഷത്തിൻ്റെ ആദ്യ ആചാര്യൻ? അല്ല, സ്കന്ദ ഭഗവാനാണ് ജ്യോതിഷത്തിൻ്റെ ദേവത.
സ്കന്ദ ഭഗവാന് ജ്യോതിഷജ്ഞാനം സ്വതസിദ്ധമായിട്ടുള്ളതാകുന്നു. ബ്രഹ്മാവ് തപസ് കൊണ്ട് സ്കന്ദനെ നല്ലവണ്ണം പ്രസാദിപ്പിച്ചു. സ്കന്ദൻ ബ്രഹ്മാവിന് ഉപദേശിച്ച ജ്ഞാനമാണ് സ്കന്ദഹോര എന്ന് പറയപ്പെടുന്നു. ബ്രഹ്മാവ് അതിനെ ഗ്രഹിച്ച ശേഷം ദക്ഷ പ്രജാപതിക്ക് മാത്രം ഉപദേശിച്ചു. മരീചി തുടങ്ങിയവർ പുത്രന്മാർ തന്നെ എങ്കിലും ദക്ഷ പ്രജാപതി മറ്റുള്ളവരെക്കാൾ ബ്രഹ്മാവിന് പ്രിയങ്കരനാകയാലാണ് അദ്ദേഹത്തിന് മാത്രം ഉപദേശിച്ചത്. ദക്ഷ പ്രജാപതി സഹോദര സ്നേഹം കാരണം മരീചി മുതലായവർക്ക് ജ്യോതിഷജ്ഞാനം ഉപദേശിച്ചു. ഇക്കാര്യമെല്ലാം ബൃഹത് ചൗനഹോരയിൽ പറയപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ സ്കന്ദനിൽ നിന്ന് ബ്രഹ്മാവിലേക്കും, ബ്രഹ്മാവിൽ നിന്ന് സപ്തർഷികളിലേക്കും, സപ്തർഷികളിൽ നിന്നും ജ്യോതിഷത്തിൻ്റെ അഷ്ടദശ ആചാര്യന്മാരിലേക്കും, അവരിൽ നിന്നും സാധാരണ ആചാര്യന്മാരായ മയൻ, മണിന്ധൻ, സത്യൻ, ജീവശർമാവ് എന്നിങ്ങനെയുള്ള ആചാര്യന്മാരിലേക്കും ജ്യോതിഷത്തിൻ്റെ ആ ഒരു ഉൽപ്പത്തി ചരിത്രം ഇങ്ങനെയാണ്. ജ്യോതിഷ ആചാര്യന്മാർ 18 പേരാണെന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ 18 ആചാര്യന്മാരുടെ പേര് പറയുമ്പോൾ ചില വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. കാശ്യപ വചനം, പരാശര വചനം, നാരദ സംഹിത തുടങ്ങിയ ഗ്രന്ഥങ്ങളെ പരിശോധിച്ചാൽ അവർ ഒന്നാമത്തെ ആള് ബ്രഹ്മാവ്, 2 സൂര്യൻ, 3 ബൃഹസ്പതി, 4 വസിഷ്ഠൻ, 5 അത്രി, 6 വ്യാസൻ, 7 നാരദൻ, 8 പരാശരൻ, 9 മനു, 10 പുലസ്ത്യൻ, 11 ലൗമശൻ, 12 മരീചി, 13 അങ്കിരസ്, 14 ശൗനകൻ, 15 ഭൃഗു, 16 ഗർഗൻ, 17 ചെവനൻ, 18 യവനൻ, 19 കാശ്യപൻ, പൗലിശൻ. ഇങ്ങനെ 20 പേരാണ് പ്രധാന ജ്യോതിഷ ആചാര്യന്മാർ. എന്നാൽ എല്ലാവരും പറയുന്നത് 18 ആളുള്ളൂ എന്നാണ്. പക്ഷെ വ്യത്യസ്തമായ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കൂടുതൽ ആൾക്കാർ കാണാൻ പറ്റും. ഇത് കൂടാതെ രോമകൻ, വിശ്വാമിത്രൻ, നമ്മുടെ സ്കന്ദ ഭഗവാൻ, സോമൻ, ശുഗൻ, ദക്ഷൻ, ശുക്രൻ, അഗസ്ത്യൻ എന്നീ പ്രാചീന ആചാര്യന്മാരുടെ പേരും പലയിടത്തും കാണുന്നു. ഇതുകൂടാതെ ശൈവ ജ്യോതിഷ പരമ്പരയുമുണ്ട്. അതിൽ പരമശിവനാണ് ആദിഗുരു. അദ്ദേഹം ഈ വിജ്ഞാനത്തെ തൻ്റെ പത്നിയായ പാർവതി ദേവിക്ക് ഉപദേശിച്ചു കൊടുത്തു. അതിനാലാണ് ജ്യോതിഷം ആഗമശാസ്ത്രം എന്ന പേരിൽ അറിയുന്നത്. ഇത്രയും ആചാര്യന്മാരുടെ ജ്യോതിഷത്തിലെ ആദി ഗുരുനാഥനാണ് നമ്മുടെ സ്കന്ദ ഭഗവാൻ എന്ന് സൂചിപ്പിക്കാനാണ് ഇതൊക്കെ പരാമർശിക്കുന്നത്. ഇപ്പം നമുക്കിവിടെ ഗുരുകുലത്തിൽ പലരും ഇങ്ങനെ കുറേ ഗുരുക്കന്മാരൊക്കെ ശുദ്ധിക്ക് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സ്കന്ദ ഭഗവാന്റെ ശിഷ്യന്മാരാണ്. അത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. ഷൺമുഖസ്വാമിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭക്തരിൽ വിശേഷമായി സ്വാധീനിക്കപ്പെടുന്ന ഗ്രഹങ്ങളെ പരിശോധിക്കാം. അദ്ദേഹത്തിൻ്റെ ഉപാസന പ്രധാനമായും 5 ഗ്രഹങ്ങളെ സ്വാധീനിക്കുന്നതായി കാണാം. ചൊവ്വയുടേതാണ് നമുക്ക് പ്രത്യക്ഷത്തിലുള്ളത്, ബാക്കിയൊക്കെ സൂക്ഷ്മമാണ്. 2 സൂര്യൻ, 3 വ്യാഴം, 4 ശനി, 5 രാഹു. അതിൽ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ചൊവ്വയുടെ കാരകത്വങ്ങൾ പരിശോധിക്കാം. സത്വം ഭൂഫലിതം സഹോദര ഗുണം ക്രൗര്യം രണം സാഹസം വിദ്വേഷം ച മഹാനസാഗ്നി കനകജ്ഞാദ്യസ്ത്ര ചോരാൻ രിപൂൻ ഉത്സാഹം പരഗാമിനീ രതിം അസക്ത്യോക്തിം മഹീജാദ്വദേത് വീര്യം ചിത്രസമുന്നതിം ച കലുഷം സേനാധിപത്യം ക്ഷതം. ബലം, ഭൂമി ഫലിക്കപ്പെടുന്നത് സഹോദര ഗുണം, ക്രൂരത, യുദ്ധം, സാഹസം, വിരോധം, അടുക്കള, അഗ്നി, കനകം, ജ്ഞാതികൾ, ആയുധം, കള്ളന്മാർ, ശത്രു, ഉത്സാഹം, പരസ്ത്രീഗമനം, അസത്യവാക്ക്, വീര്യം, മനോധൈര്യം, പാപം, സേനാധിപത്യം, മുറിവ് ഇവ ചൊവ്വയെക്കുറിച്ച് ചിന്തിക്കാം. ഇത് കൂടാണ്ട് മേടൻ രാശിയെ കൊണ്ട് പറയുന്ന ഭൂമ്യജ്ഞസൃക് ശസ്ത്ര സുവർണ താമ്രദാത്യഗ്നി ജീവാഹവ മന്ത്രകാനാം കുമാരബാലവ്യജനാദപത്ര ശക്തി ധ്വജസ്തേനജ മൂപതീനാം. ഭൂമി, അഗ്നി, രക്തം, ആയുധങ്ങൾ, സ്വർണം, ചെമ്പ്, ധാതുക്കൾ, ലോഹമൊരുക്കുന്ന മൂശ, യുദ്ധം, മന്ത്രങ്ങൾ, സുബ്രഹ്മണ്യൻ. അതുകൂടാണ്ട് ബാലൻ, വിശറി, കുട, വേൽ, നമ്മുടെ വേൽ, സുബ്രഹ്മണ്യൻ്റെ വേല്, കൊടിക്കൂറ, കള്ളന്മാർ, സേനാനായകന്മാർ ഇവയെ ചിന്തിക്കാം. കുജൻ ഊർജ്ജസ്വലതയുടെ ഇരിപ്പിടമാണ്. സ്വാതന്ത്ര്യശീലവും ധീരതയോടുകൂടി ഓരോ കാര്യങ്ങളിൽ പ്രവേശിക്കുന്നതിനുള്ള കരുത്തും ഉണ്ടാക്കും. സൈനിക സംരംഭങ്ങൾക്ക് കാരകരാണ്. സ്വാത്വിക വിചാരങ്ങൾ അശേഷമില്ലാത്ത ശീലക്കാരനും ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയെ പോലെ ഉന്മേഷവാനുമാണ്. ഈ ഗ്രഹം അനുകൂലമായിട്ടുള്ള ജാതകന് ഒരു പ്രത്യേക ലക്ഷണമുള്ളത് അയാൾക്ക് വാസ്തവത്തിലുള്ള പ്രായത്തേക്കാൾ ചെറുപ്പമായി കാണപ്പെടും എന്നതാണ്. നമ്മൾ പലരും കണ്ടിട്ടില്ലേ? ഭൂമിയിൽ സകല ചരാചരങ്ങൾക്കും ഓജസ് നൽകുന്നത് ചൊവ്വയാണ്. പ്രവൃത്തി, ചലനം, ഉന്മേഷം ഇവ കുജനിൽ നിന്നും പ്രസരിക്കുന്ന ചൈതന്യ വിശേഷത്തിൻ്റെ ഫലമാണ്. മനുഷ്യരുടെ ഇടയിൽ നേതൃത്വം സമ്പാദിക്കുന്നതിനുള്ള ശക്തി പ്രദാനം ചെയ്യുന്നത് കുജനാണ്. നമ്മുടെ ഇടയ്ക്ക് കുറേ ആൾക്കാരുണ്ടല്ലേ നേതാക്കൾ, അപ്പോൾ ചിലർക്ക് ബാക്കോട്ടായിരിക്കും. മരണത്തെ ഭയപ്പെടാതെയും ശത്രുവിനെ തൃണവൽക്കരിച്ചും ആത്മവിശ്വാസത്തോടെയും സ്വതന്ത്രശീലത്തോടെയും മുന്നോട്ട് പോകാനുള്ള പ്രഭാവം മനുഷ്യൻ നൽകുന്നത് പ്രപഞ്ചത്തിലെ വിദ്യുത് ശക്തികൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ ആഗ്നേയ ഗ്രഹമാണ്.
ചൊവ്വയെ ഒരു പാപഗ്രഹം എന്ന് പറഞ്ഞു വരുന്നു. എന്നാൽ ഈ പാപഗ്രഹത്തിൽ നിന്നും പ്രസരിക്കുന്ന വിദ്യുത് പ്രവാഹങ്ങൾ ഭൂമണ്ഡലത്തിൽ പതിച്ചുകൊണ്ടിരിക്കാതിരുന്നാൽ വിശിഷ്ട ഗുണങ്ങൾ എന്ന് നാം കരുതുന്ന ധീരത, ശൗര്യം മുതലായവ മനുഷ്യരിൽ ഇല്ലാതായി പോകും. ജാതകത്തിൽ കുജൻ ദുർബലനായ വ്യക്തിക്ക് ഉത്സാഹം, കർമ്മശേഷി എന്നിവ കുറവായിരിക്കും. സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷിയില്ലായ്മ, ഭയം എന്നിവ അവരുടെ പ്രത്യേകതയാണ്. കലഹ സ്വഭാവം, മുൻകോപം, എടുത്തുചാട്ടം, ക്രൂരത, മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുക, മദ്യാസക്തി, അവിവേകം, അമിതമായ കാമാസക്തി, പരസ്ത്രീ ഗമനം, അസ്വാഭാവികമായിട്ടുള്ള ലൈംഗിക ആവാസനകൾ, ദാസ്യം എന്നിവയും പ്രത്യേകതയാണ്. ബലമേറിയ ചൊവ്വ അനിഷ്ടപ്രദനായാൽ ക്രിമിനൽ സ്വഭാവത്തിനും കാരണമാകും. ശരീരത്തിൽ എപ്പോഴും ഉഷ്ണാധിക്യം ഉണ്ടാവും. അമിതമായ വിയർപ്പ്, പിത്തകോപം, കുടൽപുണ്ണ്, ഗ്യാസ്, മെലിച്ചിൽ, അത്യഗ്നി, മുറിവുകളും വ്രണങ്ങളും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ചൊവ്വയുടെ പല വിധത്തിലുള്ള ദോഷപരിഹാരങ്ങൾക്കും ജ്യോതിഷത്തിൽ ഉപദേശിക്കുന്ന ദേവതയാണ്. പ്രധാന ദേവത നമ്മുടെ കാർത്തികേയ സ്വാമി. ഇതുകൂടാണ്ട് കാളി ഉണ്ട്, ഭൈരവനുണ്ട്. ഇവിടെ നമുക്ക് കാർത്തികേയ സ്വാമിയായിട്ടുള്ള എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. അത് നമുക്ക് സ്റ്റോറി കുറച്ച് പാജീവ് പറഞ്ഞിട്ടുണ്ട് കുറേയൊക്കെ, പക്ഷേ അതുവരെ കണക്ട് ചെയ്താലേ നമുക്കും പറഞ്ഞു വരാൻ പറ്റുള്ളൂ. പക്ഷേ അവിടെയൊക്കെ സൂചിപ്പിച്ചിട്ട് പറയാം. ബ്രഹ്മാവിൻ്റെ ആദ്യ മാനസപുത്രനായ സനത് കുമാരന്മാർ, 4 സനക, സനാതന, സനന്ദന, സനത് കുമാര. ഇവരിൽ സനത് കുമാരന് അസുരന്മാരെ വധിച്ച് ദേവന്മാരെ രക്ഷിക്കാൻ ഇച്ഛയുണ്ടാവുകയും, അതായത് അവർ പൂർണ്ണജ്ഞാനികളാണ്, പക്ഷെങ്കിൽ അവർക്കും അങ്ങനെ ഒരു ഇച്ഛ ഉണ്ടായിരുന്നതാണ് അവരെ അസുരന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളും അങ്ങനെ അവർക്കും പിന്നെ ജന്മം ഉണ്ടാവുകയാണ്. അതായത് സനത് കുമാരന് ജന്മം ഉണ്ടാവുകയാണ് പിന്നെ. അതായത് ജ്ഞാനികൾക്കും ഇങ്ങനെ നമ്മൾ പലപ്പോഴും വിചാരിക്കുമല്ലോ മറ്റവനെ കൊല്ലണം അല്ലെങ്കിൽ ഇവനെ നശിപ്പിക്കണം എന്നൊക്കെ. അപ്പോൾ ജ്ഞാനികൾക്കും പിന്നെയും അങ്ങനെ ഒരു ഇച്ഛ ഉണ്ടായതുകൊണ്ട് പിന്നെയും ജന്മം ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ട് എന്ന് അവിടെ ആ കഥയിൽ പറയുന്നുണ്ട്. പിന്നീട് ശിവപാർവതിമാർ അദ്ദേഹത്തെ ധ്യാനം ഇരിക്കുന്നിടത്തിൽ പ്രത്യക്ഷപ്പെടുകയും സനത് കുമാരൻ്റെ മഹത്വം കണ്ട് എന്തെങ്കിലും വരം ചോദിച്ചു കൊള്ളാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് താൻ ശാപ അനുഗ്രഹങ്ങൾക്കൊന്നും ഇച്ഛയുള്ളവൻ അല്ല എന്നും ഇനിയും വരം വേണ്ടം എന്നുണ്ടെങ്കിൽ തിരിച്ച് ശിവനോടും പാർവതിയോടും ആവശ്യപ്പെടാൻ പറയുകയും ചെയ്യുന്നു. ശിവൻ അദ്ദേഹത്തിൻ്റെ മഹത്വം കണ്ട് വളരെ പ്രീതിപ്പെട്ട് മകനായി പിറക്കാൻ വരം ആവശ്യപ്പെടുന്നു. ശിവൻ മാത്രം ആവശ്യപ്പെടുക നിമിത്തം ഞാൻ ശിവപുത്രനായി മാത്രമേ ജനിക്കൂ എന്ന് വരം നൽകുന്നു. പാർവതി ആവശ്യപ്പെടാകയാൽ മകനായി ഇരിക്കില്ല എന്നും പറയുന്നു. പക്ഷെ പാർവതി ഭർത്താവിന് കിട്ടുന്ന എല്ലാ വരത്തിനും 50% ഭാര്യയ്ക്ക് അർഹതയുണ്ട് എന്ന് തർക്കം ഉന്നയിക്കുന്നു. അപ്പൊ എല്ലാ ഭാര്യമാരും അങ്ങനെ ഉന്നയിക്കുമല്ലോ അല്ലേ? ഇതൊക്കെ ത്രിപുര രഹസ്യം 37th ചാപ്റ്ററിൽ ദത്താത്രേയ പരശുരാമ സംവാദത്തിൽ വിശദമായി കാണാം. അതുകൂടാണ്ട് സ്കന്ദപുരാണത്തിൽ, വൈഷ്ണവ പുരാണങ്ങളിലും ഇവയിലൊക്കെ ഇക്കഥ സൂചനയായി കാണാവുന്നതാണ്. ശിവപുത്രന് മാത്രമേ തന്നെ വധിക്കാനാവൂ എന്ന് വരം ലഭിച്ച താരകാസുര വധത്തിനായാണ് സ്വാമിയുടെ ആവിർഭാവം. പാർവതിദേവിക്ക് രതീദേവിയുടെ ശാപത്താൽ ഗർഭത്തിൽ കുഞ്ഞിനെ വഹിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വരം കിട്ടിയിട്ടുണ്ട്, അപ്പുറം എന്തുവായി രതീദേവിൻ്റെ ശാപവും വന്നു. അപ്പോൾ രണ്ടും കണക്റ്റഡാണ്. അപ്പോൾ ശിവ തേജസ് ബീജം അദ്ദേഹത്തിൻ്റെ ആകാശഭൂതത്തിൽ നിന്നും ആജ്ഞയിലൂടെ അഗ്നിസ്വരൂപത്തിൽ വായുഭൂതത്തിലൂടെ അഗ്നിദേവനിൽ എത്തുകയാണ്. അതായത് പഞ്ചഭൂത കണക്ഷൻ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വരുവാണ് അവിടെ. അതായത് കൃത്യമായിട്ട് ആകാശഭൂതത്തിൽ നിന്ന് ആജ്ഞയിൽ കൂടെ തന്നെ അഗ്നി സ്വരൂപത്തിലാണ് വരുന്നത്. അതുകൊണ്ട് അഗ്നിക്ക് ചൂട് സഹിക്കാനാവാതെ ഗംഗയിൽ നിക്ഷേപിക്കുന്നു. അപ്പോൾ അവിടെ ജലഭൂതം വന്ന് ഗംഗയ്ക്കും ചൂട് താങ്ങാനാവാതെ ഗംഗാ ശരവണ പൊയ്കയിൽ, അത് പൃഥ്വിഭൂതം, അവിടെയാണ് ഉദ്ഭവം. 6 ബാലകന്മാരായിട്ട് അതുവഴി വന്ന 6 കാർത്തിക പെൺകുട്ടികൾക്ക് കിട്ടുന്നു. 6 കൃത്തികന്മാർ വെച്ചാൽ ഉഗ്രസ്വരൂപികളാണ് അവർ കാർത്തിക നക്ഷത്രത്തിൽ ഉള്ള ആൾക്കാരാണ്. അതുകൂടാണ്ട് അവർ ദക്ഷപുത്രിമാരാണ്, അതായത് സതീദേവിയുടെ സഹോദരിമാർ. അതായത് അവർ സതീൻ്റെ അതേ സ്വരൂപത്തോട് കൂടിയിരിക്കുന്ന അതേ കണക്ഷനുള്ള ആൾക്കാരാണ്. അപ്പം സൂര്യൻ, ഈ കാർത്തിക നക്ഷത്രത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ സൂര്യനാണ് അത് നക്ഷത്രത്തിൻ്റെ അധിപൻ. അതുകൂടാണ്ട് ആ നക്ഷത്രത്തിൻ്റെ ദേവതയും അഗ്നിയാണ്. ഈ അഗ്നിൻ്റെ കാരകത്വം ചൊവ്വയുടേതാണ്. അപ്പോൾ പൂർണ്ണമായിട്ട് അഗ്നി അവിടെ ഉണ്ട്. അതുകൂടാണ്ട് ഈ പഞ്ചഭൂതങ്ങളിലും കറക്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ വന്നു, അഗ്നി ഏറ്റെടുത്തു, ജലഭൂതം ഏറ്റെടുത്തു, അങ്ങനെ പഞ്ചഭൂത കണക്ഷൻ കൃത്യമായിട്ട് വരികയാണ്. പിന്നെ അതുകൂടാണ്ട് ആ നക്ഷത്രത്തെ വൈകാശി വിശാഖത്തിലാണ് ജനിക്കുന്നത്. ആ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത നോക്കിയാൽ മനസ്സിലാവും. അഗ്നിയും ഇന്ദ്രനുമാണ് നക്ഷത്രത്തിൻ്റെ ദേവതയായിരിക്കുന്നത്. അവിടെയും അഗ്നിയുടെ ഒരു കണക്ഷൻ വരുന്നുണ്ട്. അപ്പം കാർത്തിക സ്വാമി ജനിക്കുകയാണ്. കാർത്തിക കന്യകമാർ മൊലിവൂട്ടി വളർത്തിയ കുമാരനെ സമയമായപ്പോൾ പാർവതി മാറോടണച്ച് ഒന്നാക്കി മാറ്റുന്നു. കുമാരസ്വാമി ജനിക്കും മുമ്പ് പാർവതി ശിവനോട് തന്നെ വിവാഹം കഴിച്ച സ്വരൂപത്തിൽ, അതായത് സുന്ദരേശ്വര രാജരാജേശ്വര സ്വരൂപത്തിൽ ഏറ്റവും സുന്ദരനായി ശിവൻ അണിഞ്ഞൊരുങ്ങിയ ഭാവത്തിൽ വേണം കുട്ടി എന്ന് പറയുന്നുണ്ട്. അതായത് കാമദേവ രൂപായ എന്നിട്ട് ഒരു നാമം തന്നെ ആയിരിക്കുന്നുണ്ട് സുബ്രഹ്മണ്യ സ്വാമിക്കുണ്ട്. ആ രൂപത്തിലാണ് സ്വാമി ഉള്ളത്. അതായത് മുരുകൻ.
നമ്മളിപ്പോൾ അജി പറഞ്ഞ പോലെ തന്നെ മുരാരി, രുദ്ര, കമലോദ്ഭവ മൂന്നാളുടെയും ഐക്യസ്വരൂപം ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരി. അത് നമുക്കിപ്പോൾ ഇവിടെയും കാണാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതായത് സനത്കുമാരൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മപുത്രനാണ്. ബ്രഹ്മ കണക്ഷൻ കൃത്യമായി. അതുകൊണ്ട് അവരെ കണക്കാക്കുന്നത്, സനത്കുമാരനെ കണക്കാക്കുന്നത് എന്ന് വെച്ചാൽ വിഷ്ണുവിൻ്റെ അവതാരമായിട്ടാണ്. അപ്പോൾ വൈഷ്ണവ കണക്ഷനായി. ഇതിലെ പുറത്ത് വരുന്നത് ശിവനിലൂടെ. അപ്പോൾ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര കൃത്യമായിട്ട് എന്തായി കണക്ഷനായി. അപ്പം നമ്മുടെ സ്വാമി അങ്ങനെയാണ്, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര ഐക്യം കൃത്യമായിട്ടുണ്ട്. അങ്ങനെ അർത്ഥമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വേണ്ടതെന്ന് വെച്ചാൽ അഴകൻ എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് അത് ചൊവ്വയുടെ കാരകത്തുള്ള സാധനമാണ്, സുന്ദരൻ എന്നുള്ള അർത്ഥത്തിൽ. കാരണം പുരുഷൻ, ആ പൗരുഷ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയാണ് സ്വാമി. അതായത് പോലെ നമ്മൾ ഷഷ്ടി വ്രതം കൃത്യമായിട്ട് എടുത്തു വരുന്ന കൂട്ടർക്കൊക്കെ, അതായത് അടുത്ത 2 or 3 തലമുറയിൽ ആൺകുട്ടികൾ മാത്രമേ കുടുംബത്തിൽ ജനിക്കുള്ളൂ അത്രേ. അപ്പോൾ ചൊവ്വ അങ്ങനെ. അപ്പോൾ നമ്മൾ പാർവതി മാറോടണിച്ച് ഉണ്ടാക്കുന്ന ആ ഒരു സന്താനം എന്ന് പറഞ്ഞാൽ 6 മുഖങ്ങൾ, 12 കൈകൾ, അതിൽ 11 കൈകളിൽ 11 രുദ്രന്മാരുടെ ആയുധങ്ങൾ, 12ാമത്തേതിൽ ദേവിയുടെ, പിന്നീട് സ്വാമിയുടെ തന്നെ പ്രതീകമായിട്ടുള്ള ശക്തിവേൽ. അപ്പോൾ അങ്ങനെ പിടിച്ചുകൊണ്ടാണ് സ്വാമി നിൽക്കുന്നത്. അതായത് 6 മുഖങ്ങൾ, 12 കൈകൾ, 11 കൈകളിലും 11 രുദ്രന്മാരുടെ ആയുധങ്ങൾ, 12ാമത്തേതിൽ ശക്തിവേലിന്. ഈ ശക്തിവേൽ അതും ചൊവ്വയുടെ കാരകത്വപ്പെട്ട സാധനമാണ്. അതുപോലെ തന്നെ അഗ്നി ഊർധ്വമുഖമാണ്, മുകളിലേക്ക് മാത്രമേ കത്തു. അത് അഗ്നിയുടെ തത്വമൊക്കെ നമുക്ക് മാഷ് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. സ്വാമിയുടെ ഉപാസകർക്കും ഊർധ്വഗതി മാത്രമേ കാണൂ. അദ്ദേഹം ദേവസേനാധിപതിയാണ്. ആ ദേവസേനാധിപതി എന്നുള്ളതും ചൊവ്വേൻ്റെ കാരകത്വപ്പെടുന്ന സാധനമാണ്. അദ്ദേഹത്തിൻ്റെ 6 ശിരസുകൾ ഭഗശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്ന 6 ഗുണങ്ങളായിട്ടുള്ള ജ്ഞാനം, വൈരാഗ്യം, ഫലം, യശസ്, സമ്പൂർണ്ണ ഐശ്വര്യം, മോക്ഷം എന്നിവയെ സൂചിപ്പിക്കുന്നതായിട്ട് കാണാം. അദ്ദേഹം വധിക്കുന്ന 3 അസുരന്മാർ താരകാസുരൻ, ശൂരപത്മൻ, അജമുഖി അല്ലെങ്കിൽ സിംഹമുഖി, അങ്ങനെ പോകും. തമിഴ് ശൈവ സിദ്ധാന്തം അനുസരിച്ച് ആത്മാവിനെ മൂമലം മൂടിയിരിക്കുന്നു. അതായത് ആണവമലം, ഈഗോ, കന്മം, റെപ്രസെൻസ് കർമ്മം, മായ. ഈ 3 സാധനമാണ് മുരുക സാധനയിലൂടെ ഇല്ലാതാകുന്നത്. സാധകർക്ക് ആത്മസാക്ഷാത്കാരത്തിന് ശത്രുക്കൾ എന്നറിയപ്പെടുന്ന ഷഡ്രിപു, ഈ ശത്രു 6 ബാഹ്യ ആന്തരിക ശത്രുക്കൾ 6 ശത്രുക്കൾ എന്നറിയപ്പെടുന്ന 6 ഭാവം കൊണ്ട് ജോഷി സൂചിപ്പിക്കുന്നതും ചൊവ്വയ്ക്ക് കാരകത്തുള്ള സാധനമാണ്. അപ്പോൾ 6 ശത്രുക്കൾ: 1 കാമ, നമ്മൾ കാമം തന്നെ; 2 ക്രോധ, കോപം; ലോഭ, അത്യാഗ്രഹം; 4 മത, അഹം; 5 മോഹ, ആസക്തി; 6 മാത്സര്യം, അസൂയ. ജ്യോതിഷത്തിൽ ഇതിൽ പലതും ചൊവ്വയുടെ കാരകത്വങ്ങളാണ്. ഇത് 6ലും ചൊവ്വക്ക് ഒരു പ്രത്യേക റോളുണ്ട്. അതുകൂടാണ്ട് അടുത്ത് പറയുന്ന സൂര്യന്, ശനിക്ക്, രാഹു ഇവർക്കും കാരകത്വങ്ങൾ ഉണ്ട്, കാണാൻ പറ്റും നമുക്ക്. സാധകൻ എന്ന നിലയിൽ സ്വാമി ആയിത്തീരലാണല്ലോ നമ്മുടെയൊക്കെ വഴി. അദ്ദേഹം എന്നും നിലനിൽക്കുന്നു. സനത്കുമാര എന്ന അർത്ഥത്തിൽ, നാമാർത്ഥത്തിൽ തന്നെ നിത്യമായ ശാശ്വതമായ എപ്പോൾ ഉണ്ട്. അതുകൂടാണ്ട് ഗുരുഗുഹനാണ്, അത് എല്ലാവരുടെയും ഹൃദയ ഗുഹയിൽ വസിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഈ ഷഡ്രിപു ചൊവ്വയുടെ കാരകത്തിൽ പെട്ടതാകിയാൽ തന്നെ സ്വാമിയുടെ സാധനാ പരീക്ഷണം അതികഠിനമായിരിക്കും. ഈ പറയുന്ന 6 മാക്സിമം കൂടും. കാർമിക് ബേൺ മറ്റ് സാധനയേക്കാൾ വളരെ വേഗവും കൂടുതലുമാവും. ഗുരുനാഥൻ തന്നെ പറയാറുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർക്കേ ബാലാസുബ്രഹ്മണ്യം ഫലിക്കൂ എന്ന്. സ്വാമിയുടെ ഉപാസന കേവലം മന്ത്രദീക്ഷ കൊണ്ട് മാത്രം സാധ്യമല്ല എന്ന് പറയപ്പെടുന്നു. സ്വാമി സ്വയം ആളെ തിരഞ്ഞെടുക്കുകയാണ്, എന്നാലേ ഫലമുള്ളൂ. ഇവിടെ അരുണഗിരിനാഥരുടെ കഥ പരാമർശിക്കാം എന്ന് തോന്നുന്നു. ശരൺ അത് ഇവിടെ വിശദമായി പറയുന്നു, പ്രതീക്ഷിക്കാം. നമുക്ക് ചുരുക്കി പറയാം. അരുണഗിരിനാഥർ മുതിർന്നപ്പോൾ അദ്ദേഹം കാമം കൊണ്ട് അന്ധനായിരുന്നു. അത്രയും കൂടുതൽ കാമാർത്ഥനായിരുന്നു. ആ ദേശത്ത് സകല സ്ത്രീകൾക്ക് പിന്നാലെയും അദ്ദേഹം നടന്നു. ഭോഗത്തിൻ്റെ മാക്സിമം ഏർപ്പെട്ടു. ക്രമേണ ശരീരം മുഴുവൻ രോഗങ്ങൾ വന്നു നിറഞ്ഞു. ദുർഗന്ധം വമിക്കാൻ തുടങ്ങി. ദാരിദ്ര്യം വന്നു. ആരും അടുപ്പിക്കാതായി. അങ്ങനെ സ്വന്തം വീടിൻ്റെ അടുക്കളയിൽ വന്നു മുട്ടുകയാണ്. അദ്ദേഹം അവിടെ കണ്ട സ്ത്രീയുടെ ചുമലിൽ കൈവയ്ക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരിയായിരുന്നു, ആദ്യലക്ഷ്മി. അദ്ദേഹത്തെ അമ്മ ചെറുപ്പത്തിലെ മരണപ്പെട്ട് കാരണം വളർത്തിയതും അവരായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും ചെയ്തു കൊടുക്കുമായിരുന്നു. അവർ തിരിഞ്ഞു, ഞാൻ നിന്റെ സഹോദരി അല്ലായിരുന്നു എങ്കിൽ നിന്നെ ഈ തരത്തിലും തൃപ്തിപ്പെടുത്തുമായിരുന്നു മോനെ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ലോകവും നശിക്കുകയാണ്. മുഴുവൻ ബോധവും തെളിയുകയാണ്. കാർമിക് ബേൺ, അതായത് 100 ജന്മത്തിൽ അനുഭവിക്കുന്ന ഭോഗേച്ഛ ഒന്നിച്ച് അനുഭവിച്ച് തീർപ്പാക്കുകയാണ്. അദ്ദേഹം ദേവസേനാധിപതി. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ സേനാനായകരിൽ ഞാൻ സ്കന്ദൻ ആണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തികഞ്ഞ അച്ചടക്കം, വൈരാഗ്യം മൃഗസാധകർക്ക് നിർബന്ധമാണ്. സ്നേഹകരുണാമയൻ ആണെങ്കിലും ഉപാസന ദേവ സദാ നമുക്കൊപ്പം ഇരിക്കുകയാണ്. ആരുമില്ലാത്തപ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നതിലാണ് ഭഗവത് കാരുണ്യം വരുന്നത്.
പരീക്ഷണം അത്ര കഠിനകരം ആവും. പക്ഷെ ഒരു തവണ അദ്ദേഹം നിങ്ങളെ സ്വീകരിച്ചാൽ മുഴുവൻ ദേവലോകവും അസുരലോകവും നിങ്ങൾക്ക് എതിരെ വന്നാലും ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. ആർക്കും തരാൻ പറ്റാത്തത് തരും. ഇന്ത്യയിലെ മിക്കവാറും സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടപ്പോൾ തമിഴ് ഭാഷ, സംസ്കൃതി, ക്ഷേത്രങ്ങൾ തകർക്കപ്പെടാതിരിക്കുന്നത് കാണാം. പിന്നെ അതുകൂടാണ്ട് ഈ കടം ഒക്കെ വരുന്ന കൂട്ടർക്ക് കൃത്യമായിട്ട് ഈ നമ്മുടെ മുരുക ഭഗവാൻ തന്നെ ഋണമോചന മംഗള സ്തോത്രം എന്നിട്ട് സ്വാമി സന്തപുരാണത്തിൽ കൃത്യമായിട്ട് ഒരു സ്തോത്രം പറഞ്ഞിട്ടുണ്ട്. ആ സ്തോത്രം പറഞ്ഞ് ആർഗ്യം കൊടുത്തു കഴിഞ്ഞാൽ, ചൊവ്വക്ക് ആർഗ്യം കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ കടം, ചൊവ്വയുമായി ബന്ധപ്പെട്ടുള്ള കടങ്ങൾ വരാതിരിക്കാനൊക്കെ ആശ്രയിക്കാം. നമുക്ക് അടുത്ത ഗ്രഹത്തിലേക്ക് ചാടാം. അതായത് ഈ അഷ്ടമത്തിൽ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം 2ാം ഭാവത്തിൽ നിന്നാലൊക്കെ വരാം, അല്ലെങ്കിൽ ചൊവ്വക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ജാതകത്തിലുണ്ടെങ്കിലും. ഇനി നമുക്ക് സൂര്യനിലേക്ക് വരാം. ഈ അടുത്തുള്ള മറ്റുള്ള ഗ്രഹങ്ങളിൽ പലതും സൂക്ഷ്മമാണ്. അതായത് നമ്മൾ കോമൺ ആയിട്ട് ജ്യോതിഷത്തിൽ ഉപയോഗിക്കുന്നതല്ല, നമ്മൾ കുറച്ചുകൂടി ഈ സാധകന്മാർ ഒക്കെ ഉപയോഗിക്കുന്ന പരിഹാരങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ അവർക്ക് പോകാൻ പറ്റുന്ന വഴികളാണ്. ചൊവ്വയുടേതാണ് കോമൺ ആയിട്ട് ആർക്ക് പറയുള്ളൂ, നമ്മുടെ മൃഗഭഗവാന് പറയുള്ളൂ. മൂർത്തിത്വേ പരികൽപ്പിത ശ്വശഭൃതോ വത്മാ പുനർജന്മന മാത്മേത്യാത്മവിദാം കൃതുശ്ചിതാം ഭർത്താമര ജ്യോതിഷാം ലോകാനാം പ്രളയോദയ സ്ഥിതി വിഭൂശ്ചാനേകതായ ശ്രുതൗ വാചം ന സദദാതു നൈകകരണ ത്രൈലോക്യ ദീപോരവി. ഹോര തുടങ്ങുന്നത് തന്നെ ഈ സ്തുതിയോടെയാണ്. ചന്ദ്രന്റെ ദൃശ്യരൂപത്തിന് കാരണഭൂതനെന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നവനും പുനർജന്മം എന്നൊന്ന് ഇല്ലാതാക്കുന്ന നിലയിലേക്ക് ഉയർന്നു പോകുന്നവർ കടന്നു പോകുന്ന വഴിയായിട്ടുള്ളവനും ആത്മജ്ഞാനികൾക്ക് ആത്മസ്വരൂപനായിട്ടുള്ളവനും യാഗം ചെയ്യുന്നവർക്ക് ഹോമിക്കപ്പെട്ടതിന് സ്വീകരിച്ച് യാഗം ഫലം നൽകുന്നവൻ എന്ന് കരുതപ്പെടുന്നവരും ദേവന്മാരുടെയും ജ്യോതിർഗോളങ്ങളുടെയും ഭരണാധിപനും 3 ലോകങ്ങളുടെയും പ്രപഞ്ചത്തിന് മുഴുവൻ നാശം, ഉദ്ഭവം, നിലനിൽപ്പ് എന്നിവ നിയന്ത്രിക്കുന്നവനും വേദങ്ങളിൽ അനേക വിധത്തിൽ വർണ്ണിക്കപ്പെടുന്നവനും ആരോ അനേകം രശ്മികളോട് കൂടിയവനും 3 ലോകത്തിന് ദൈവമായിട്ടുള്ളവനുമായ ആ രവി നമുക്ക് വാപകം നൽകുക. സൂര്യൻ്റെ തത്വം ഏറ്റവും ഉപരിയാന്ന് ഹോരയിൽ പറയുന്ന ഒരു ശ്ലോകത്തിലെ സ്തുതി. സൂര്യൻ്റെ അതിദേവത ശിവനാണ്. സൂര്യനാരായണ സങ്കല്പം തന്നെ ഉണ്ടെങ്കിലും പൊതുവെ സൂര്യദോഷങ്ങൾക്ക് ശിവനെയാണ് ജ്യോതിഷത്തിൽ ആശ്രയിക്കാൻ പറയുക. മുരുകന്റെ സൂര്യനിയന്ത്രണ ശക്തി സൂക്ഷ്മമാണ്. കാർത്തികസ്വാമി 100% ശിവനാണ്. ഗണപതി മുഴുവൻ ദേവിയും. ശിരസ് മാത്രം ശിവൻ മാറ്റി സ്ഥാപിക്കുകയാണ്. ഗണപതിയുടെ കാര്യത്തിൽ മുഴുവൻ ദേവി തന്നെയാണ്. മുരുകനാണെങ്കിൽ മുഴുവൻ ശിവനാണ്. പാർവതി ഇങ്ങനെ മാറോട് ചേർത്ത് ഒന്നാക്കി മാറ്റുമ്പോൾ മാത്രമേ എന്താകുന്നുള്ളൂ ആ ഒരു ദേവി കണക്ഷൻ വരുന്നത്. അതുപോലെ തന്നെ ഗണപതിക്കാണെങ്കിൽ ശിരസ്, അതായത് നിയന്ത്രണമില്ലാത്ത ശക്തിയിൽ ശിരസ് ബോധം നൽകുകയാണ്. ശിരസ് മാറ്റി വെച്ചു കൊടുക്കുകയാണ്. അതായത് ബോധം, ശക്തി മാത്രമേ ഉള്ളൂ ഗണപതി. അപ്പോൾ അത് ബോധത്തിലേക്ക് ശക്തി മാത്രമായി കഴിഞ്ഞാൽ യാതൊരു ശക്തി എല്ലാം ഉണ്ടല്ലോ, അസുര ശക്തി, ദേവശക്തി, എല്ലാ ശക്തിയും കൂടിയാണ് ഗണപതിയിൽ. അത് ബോധം നൽകി കൺട്രോൾ ആക്കുകയാണ് ശിവൻ. ആത്മസ്വരൂപനായ സൂര്യൻ തത്വം ഏറ്റവും ഉന്നതമായി നമുക്ക് കാണാം. വേദത്തിലെ മിക്ക സ്തുതിയും സൂര്യസ്തുതിയാണ്. മുരുകന്റെ ഐക്കണോഗ്രാഫി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇടത് കൈയിൽ വജ്രായുധം സൂര്യമുദ്രയോടെ പിടിച്ചിരിക്കുന്നു. അതായത് സൂര്യമുദ്ര, സൂര്യവിരൽ മടക്കി ഇങ്ങനെ ഈ 2 വിരലിൻ്റെ നടുക്കാണ് പിടിച്ചിരിക്കുന്നത്. അത് നമ്മളെ പിടിച്ചിട്ടില്ല. അപ്പോൾ കൂടുതൽ കൈകളുടെ പിക്ചറിലാണ് ഉണ്ടാവുക. 4 കൈ ചതുർബാഹുക്കെ ആയിട്ടുള്ള പിക്ചറിലാണ് ഉണ്ടാവുക. പക്ഷെ ഇന്ദ്രനോ മറ്റ് ദേവതകളോ വജ്രായുധം പിടിച്ചിരിക്കുന്നത് പോലെയല്ല മുരുകൻ പിടിച്ചിരിക്കുന്നത്. അതായത് ഈ സൂര്യമുദ്രയോട് കൂടിയാണ് പിടിച്ചിരിക്കുന്നത്. ഇന്ദ്രനേക്കാൾ ഉപരിയാണ് സൂര്യൻ്റെ തത്വം. മഹാഭാരതത്തിൽ ഇന്ദ്രാംശമായ അർജുനന് സൂര്യാംശമായ കർണനെ തോൽപ്പിക്കാൻ ധ്വജരൂപത്തിൽ ഹനുമാൻ സ്വാമിയുടെ സാക്ഷാൽ ഭഗവാൻ കൃഷ്ണന്റെയും സഹായം വേണ്ടിവരുന്നു. സൂര്യമുദ്ര പിടിച്ച് വജ്രായുധം പിടിച്ചിരിക്കുന്ന ചിത്രീകരണം തന്നെ അദ്ദേഹം മാസ്റ്ററി ഓഫ് എൻറ്റയർ പ്ലാനറ്റ്സ് എന്നതിന് തെളിവാണ്. വേൽ ആജ്ഞ വരെയുള്ള കുണ്ടലിനി ഉദാഹരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. വേൽ ആജ്ഞ വരെയാണ്. വജ്രം ആജ്ഞയ്ക്ക് മുകളിലുള്ള സൂചന നൽകുന്നത്. വജ്രതത്വം എന്നത് സമ്പൂർണ്ണ ബാലൻസിങ് ആണ്. ഇരുതല മൂർച്ചയുള്ള ആയുധമാണ്. 2 ഭാഗം ഇങ്ങനെ കൂർത്ത്, വജ്രം പിക്ചർ കണ്ടിട്ടുണ്ടാവും, 2 ഭാഗം ഇങ്ങനെ കൂർത്ത് നടുക്ക് കുഴിഞ്ഞാണ് ഇരിക്കുന്നത്. ഇത് സൂര്യമുദ്രയോടെ പിടിച്ചിരിക്കുന്നത് 2 തത്വങ്ങളിലും, അതായത് മാസ്റ്ററി ഓഫ് ദേവതത്വ, മാസ്റ്ററി ഓഫ് അസുരതത്വ, രണ്ടും തനിക്കുണ്ടെന്നുള്ള സൂചന നൽകുകയാണ്.
സാധകന്റെ സാധന എന്നത് സമുദ്രമഥനം തന്നെയാണ് എന്ന് കൃഷ്ണേച്ചി ഇടക്കിടക്ക് പറയും. ഒരു ഭാഗത്ത് വിളിച്ചിരിക്കുന്നത് അസുരന്മാരാണ്, മറ്റൊരു ഭാഗത്ത് ദേവന്മാരും. രണ്ടും തമ്മിൽ ബാലൻസ് ചെയ്ത് കടഞ്ഞാലേ കാളകൂടം, അതായത് കാർമിക് ബേൺ, പിന്നീട് അമൃതം, ജ്ഞാനം ഒക്കെ വരൂ. നമുക്ക് കാണാം മിക്ക സാധകരും രാക്ഷസി അല്ലെങ്കിൽ അസുര തത്വത്തിൽ ഷഡ്രിപൂവിൻ്റെ ഭാഗത്ത് ഒന്നും തന്നെ പ്രവേശിക്കാതെ, അത് കാമം അത്തരത്തിലുള്ള സാധനങ്ങളിലൊന്നും പോകാണ്ട് അതൊക്കെ അടിച്ചമർത്തി വെക്കുക ചെയ്യുക. ഏതിലേക്ക് പോവുള്ളൂ? ദേവതത്വത്തിലേക്ക് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, അസുരത്വത്തിലൊന്നും വർക്ക് ചെയ്യില്ല. ദേവതത്വത്തിൽ മാത്രമേ ശ്രദ്ധ വയ്ക്കൂ. പക്ഷെ മുരുകൻ രണ്ടും ചെയ്തതായി കാണാം. അദ്ദേഹത്തിൻ്റെ ശക്തികളെ പരിശോധിച്ചാൽ നമുക്കിത് മനസ്സിലാക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ശക്തിയായ കൗമാരി രണ്ടായി പിരിയാണ്. ഒന്ന് ദേവസേന, അതായത് പൂർവ്വജന്മത്തിൽ അമൃതവള്ളിയും സുന്ദരവള്ളിയും, അതായത് വിഷ്ണുവിൻ്റെ പുത്രിമാരായിട്ട് അമൃതവള്ളിയും സുന്ദരവള്ളിയായി ജനിക്കുന്നുണ്ട്. അവരോട്, അതായത് ഇത്രയും ഉന്നതമായിരിക്കുന്ന ഒരാളെ ഒറ്റയടിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ രണ്ടാളും തപസ് ചെയ്യാൻ പറയുകയാണ്. തപസ് ചെയ്ത് മുരുകനെ പ്രീതിപ്പെടുത്തിയിട്ട് അടുത്ത ജന്മത്തിൽ ദേവസേന ഇന്ദ്രൻ വ്യത്യസ്തമായി ജനിക്കാൻ പറയും. അങ്ങനെ വരനേടുവാണ് ആറായി വരേണ്ടിയിട്ട്. അടുത്ത ജന്മത്തിൽ ഇന്ദ്രൻ്റെ മകളായിട്ട് ദേവസേനയും വേടൻ്റെ മകളായിട്ട് വള്ളിദേവിയും ജനിക്കുകയാണ്. ദേവസേന വൈറ്റ് പാർട്ട് ഓഫ് ശക്തിയാണ്, നമ്മുടെ വള്ളിദേവി ഡാർക്ക് പാർട്ട് ഓഫ് ശക്തിയാണ്. അത് രാക്ഷസി തത്വമാണ്, കാളി തത്വമാണ്. അപ്പോൾ അതുകൂടാണ്ട് ദേവസേന അറേഞ്ച്ഡ് മാരേജാണ്, അതായത് നമ്മുടെ എല്ലാ ദേവതകളും പങ്കെടുത്ത് കൃത്യമായിട്ടുള്ളൊരു കല്യാണമാണ്. മറ്റേ ഈ വള്ളിദേവി അൺകൺവെൻഷണൽ പാത്താണ്, പ്യുവർ ലവ്, സറണ്ടർ ഒക്കെയാണ്. അതായത് ഈ വള്ളിദേവിയുമായി ബന്ധപ്പെട്ടിട്ടാണ് മുരുകൻ്റെ സ്റ്റോറി മുഴുവനും. അതായത് പ്രണയം, പിന്നെ കാടുകളിലൂടെ കൃഷ്ണഭാവത്തിലൊക്കെ, അതായത് വള്ളിദേവിയുടെ കാലൊക്കെ മടിയിൽ വെച്ച് ഒഴിഞ്ഞൊക്കെ കൊടുത്ത് ആ കൃഷ്ണഭാവത്തിൽ കൃഷ്ണൻ്റെ എന്തൊക്കെ ലീല കണ്ടോ അതൊക്കെ ആരാടുന്നുണ്ട്? നമ്മുടെ മുരുകൻ ആടുന്നത് കാണാം. അപ്പോൾ രണ്ടും ആണ്, അതായത് മാസ്റ്റർ ഓഫ് വൈറ്റ് സരസ്വതി, മാസ്റ്റർ ഓഫ് ഗ്രീൻ സരസ്വതി. അതായത് മാതംഗിൻ സ്വരൂപത്തിലാണ് ആരിയിരിക്കുന്നത്? നമ്മുടെ വള്ളിദേവി ഇരിക്കുന്നത്. അതായത് മാതംഗി മാതംഗിനെയാണ് വാമഭാഗത്ത് ആരാ അലങ്കരിച്ചിരിക്കുന്നത്? മുരുകൻ അലങ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ മാതംഗി തത്വം ഈ നമ്മുടെ രാക്ഷസി തത്വം ഉൾപ്പെട്ട തത്വമാണ്. അതായത് മാതംഗിനെ നമ്മൾ ഉപമിക്കുന്നത് കാട്ടരുവിയിലുള്ള വെള്ളത്തോടാണ്. അതായത് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. കാട്ടരുവിയിലുള്ള വെള്ളത്തോട് പച്ച പായലുണ്ടാവും. അപ്പോൾ ആ പച്ച പായലൊക്കെ നീക്കി നമുക്ക് ശുദ്ധമാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. മറ്റേ ഡയറക്റ്റ് ഉപയോഗിക്കാൻ നമ്മൾ സരസ്വതി, സാധാരണ സരസ്വതി വൈറ്റ് പാർട്ട്, മറ്റേ നമ്മുടെ ഗ്രീൻ പാർട്ട്, ഗ്രീനുള്ള സരസ്വതി. അപ്പോൾ മാസ്റ്റർ ഓഫ് ബോത്ത് ശക്തിയാണ് ഇന്ദ്രൻ. അതായത് മാസ്റ്റർ ഓഫ് ബോത്ത് ശക്തി മീൻസ് കംപ്ലീറ്റ് എംബോഡിമെൻറ്റ് ഓഫ് ശിവതത്വമാണ്. അതായത് രണ്ട് ശക്തിനെ മനസ്സിലാക്കലാണ് ശിവതത്വം എന്നാണ് അവിടെ അങ്ങനെ ഒരു വ്യാഖ്യാനം അവിടെ കൊടുക്കുന്നുണ്ട്. വജ്രം കയ്യിൽ പിടിച്ചിരിക്കുന്നത് സൂര്യമുദ്രയോടെ എന്നത് മാസ്റ്റർ ഓഫ് എൻറ്റയർ പ്ലാനറ്റ്സ് വിത്ത് എവിഡൻസ് ആണ്. അത് ഞാനിങ്ങനെ പിടിച്ചിട്ടുണ്ട്, കൈ ഇങ്ങനെ വെച്ച് പറയാണ്, എല്ലാ ഗ്രഹങ്ങളും എൻ്റെ കീഴിലാണ്. അപ്പോൾ പോയാൽ തന്നെ നമ്മൾ സൂര്യതത്വത്തിൽ നമുക്ക് ഉണ്ടാകുന്ന സാധനം ഈഗോ ആണ്. അതായത് ഈഗോ നമുക്ക് സൂര്യതത്വം നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഉണ്ടാവുക ഈ 6 ഷഡ്രിപുള്ളിൽ ഈഗോ ഭയങ്കര കൂടുതലായിരിക്കും. നമ്മൾ ഫോൾസ് ഐഡൻറ്റിഫിക്കേഷൻ ആത്മതത്വം, അതായത് കറക്റ്റ് ആയിരിക്കില്ല. നമ്മൾ ബാഹ്യമായിട്ടുള്ള ആത്മാവാണ്, ഉള്ളിലുള്ള എന്ത് കാണൂല, കാണാൻ പറ്റില്ല, അഹങ്കാരം കൂടിയിരിക്കും പുറമേയുള്ള. അപ്പോൾ അത് ഈ ഒരു അഭാവത്തിൽ മുരുകൻ അത് തരും. അതായത് വജ്രം കയ്യിലുള്ള മുരുകനെ ധ്യാനിക്കണം. അപ്പം പിന്നെ നമുക്ക് വ്യാഴത്തിലേക്ക് കിടക്കാം. ജ്ഞാനം സദ്ഗുണമാത്മജം ച സജീവം സ്വാചാരമാചാര്യകം മാഹാത്മ്യം ശ്രുതിശാസ്ത്രദ്രീ സ്മൃതിമതിം സർവോന്നതിം സദ്ഗതിം ദേവബ്രാഹ്മണ ഭക്തിമധ്വര തപശ്രദ്ധാ ച കോശസ്ഥലം വൈദുഷ്യം വിജിതേന്ദ്രിയം ദവസുഖം സമ്മാനമീഢാർദയാം. ജ്ഞാനം, സൽഗുണം, പുത്രൻ, മന്ത്രി, തൻ്റെ ആചാരങ്ങൾ, ഗുരു, മാഹാത്മ്യം, വേദം, ഓർമ്മ, ബുദ്ധി, ശാസ്ത്രം, സർവശ്രേഷ്ഠത്വം, സൽഗതി, ദേവബ്രാഹ്മണ ഭക്തി, യാഗം, തപസ്, ശ്രദ്ധ, ഭണ്ഡാരം, വിദ്വത്വം, പതിസുഖം, വിജിതേന്ദ്രിയത്വം, സമ്മാനം, ദയ, ഇവകൾ എല്ലാം വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കണം. ഈ പ്രപഞ്ചത്തിലെ ചൈതന്യശക്തിയെ ഏറിയ കൂറും സ്വയം ഗ്രഹിച്ച് ഇവയെ ശുദ്ധീകരിച്ച് വീണ്ടും പ്രസരിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം. സകലവിധ ജ്ഞാനങ്ങളും മനുഷ്യർക്കും മറ്റ് ജന്തുജാലങ്ങൾക്കും ഉണ്ടാകുന്നത് വ്യാഴത്തിൻ്റെ ശക്തി കൊണ്ടാകുന്നു. കേവലം ബുദ്ധിക്ക് അതീതമായ ചിന്തകളും ആശയങ്ങളും മനസ്സിൽ ഉദ്ദീപിപ്പിക്കുന്നതും അതുവഴി മനുഷ്യരെയും മറ്റ് ഉത്കൃഷ്ട പദവിയിലേക്ക് നയിക്കുന്നതും വ്യാഴം തന്നെ. ഈ കാരണത്താലാണ് വ്യാഴത്തിന് ഗുരു എന്ന പേര് ലഭിച്ചത്. മനുഷ്യരുടെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെല്ലാം വ്യാഴത്തിൻ്റെ ശക്തിയെ ആശ്രയിച്ചിരിക്കുന്നു. ജാതകത്തിൽ വ്യാഴം ബലവാനായാൽ, ശുഭസ്ഥാനത്ത് നിന്നാൽ ആ ജാതകത്തിൽ ഭൂതദ്വയ, സ്വാർത്ഥത്യാഗം, സമസൃഷ്ടി സ്നേഹം, അനഹങ്കാരം മുതലായ ഉന്നത ഗുണങ്ങൾ പ്രകാശിച്ചു കാണാം. പ്രതികൂലമായ വ്യാഴം ശത്രുവർദ്ധന, പുത്രശോകം, ഈശ്വരാധീനക്കുറവ്, രോഗങ്ങൾ, ധനനാശം, ക്ഷയം, ഗുന്മൻ,
രാജ, ദേവ, ബ്രാഹ്മണ, സർപ്പശാപങ്ങൾ, കഫരോഗങ്ങൾ ഇതൊക്കെ വരുത്തി വെക്കും. കുറേ രോഗങ്ങളൊക്കെ കുറേ ഉണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ എടുക്കണ്ട. അപ്പോൾ സ്വാമി ജ്ഞാനപ്പഴം ആണ്. സ്വാമി ജ്ഞാനപ്പഴം ആണ്, പ്രണവ പൊരുളാണ്. സതീ മരണശേഷം ശിവൻ ലോകത്തിനോട് തൻ്റെ യാതൊരു താല്പര്യവുമില്ലാതെ, ലോകത്തോട് തന്നെ യാതൊരു താല്പര്യമില്ലാതെ പൂർണ്ണ വൈരാഗ്യമായി ഇരിക്കുന്ന ആ ഒരു അവസരത്തിൽ ബോധതത്വം, സാധാരണ മാനവർക്ക് ബോധതത്വം എത്തിക്കാൻ പറ്റും വിധം തൻ്റെ തത്വങ്ങളെല്ലാം പ്രകടമാക്കി സൃഷ്ടിയാണ് മുരുകൻ എന്ന് കാണാം. ശിവന് 5 മുഖങ്ങൾ, മന്ത്രം പഞ്ചാക്ഷരം, 5 ഭൂതങ്ങളെ സൂചിപ്പിക്കുന്നു, 5 ചക്രങ്ങൾ, നമ്മളെ 5 ചക്രങ്ങൾ. സ്വാമിക്ക് 6 മുഖങ്ങൾ, മന്ത്രം ഷഡക്ഷരി മന്ത്രം, അത് പഞ്ചഭൂത തത്വം പ്ലസ് ആജ്ഞാചക്രം വരെ ബോധതത്വം അത് പ്രകടമാണ്. ആ 5 മുഖങ്ങൾ, ഒന്നാമത് സദ്യോജാതം പടിഞ്ഞാറാണ്, രണ്ടാമത് വാമദേവം നോർത്ത്, തെക്ക് ഭാഗത്ത് അഘോരം, 4 സത്പുരുഷം അത് ഈസ്റ്റാണ്, ഈശാനം നോർത്ത് ഈസ്റ്റ്. ഈശാനത്തിന് എന്തും പറയുന്നുണ്ട്, ടോപ്പ് ഫേസ് എന്ന് പറയുന്നുണ്ട്, ഊർദ്ധമുഖമാണ്. ഇതുകൂടാതെ മുരുകന് 6ാമത് അധോമുഖം. ശിവൻ ഈ മുഖം നമുക്ക് പ്രത്യക്ഷമല്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹം, നമ്മുടെ മുരുകൻ ഈ 6 മുഖങ്ങളും 6 ഭാഗത്തിരിക്കുകയാണ്, 4 ദിക്കിലിരിക്കുകയാണ്, ഒന്ന് മുകളിൽ ഒന്ന് താഴെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം സർവതോമുഖി എന്നറിയപ്പെടുന്നു. പഞ്ചഭൂത തത്വം പ്ലസ് ആത്മതത്വം, നമ്മളെ ആത്മതത്വം, പിന്നെ ആജ്ഞാചക്രം കൊണ്ട് പറയുന്ന മനസ്സ്, ആത്മ ഒക്കെ ഉള്ള ആ തത്വം മുരുകോപാസകർക്ക് ഇത് എളുപ്പത്തിൽ ആർജിക്കാൻ പറ്റുന്നു. ബ്രഹ്മദേവനോട് സ്കന്ദൻ ഓംകാരത്തിൻ്റെ ഉദ്ഭവം എവിടെയെന്ന് ചോദിക്കുകയും അറിയില്ല എന്ന് പറഞ്ഞ ബ്രഹ്മാവിനോട് സൃഷ്ടി നടത്താൻ അർഹനല്ല എന്ന് പറഞ്ഞ് ശിക്ഷിക്കുന്നു. അദ്ദേഹം സൃഷ്ടികർമ്മം ഏറ്റെടുക്കുകയും ലോകത്ത് ധർമ്മം മാത്രം നിലനിൽക്കുകയും സ്വാഭാവികമായി പാർവതി പ്രശ്നത്തിൽ, ഇത് നമ്മൾ ചുരുക്കി പറഞ്ഞാണ്, ശിവനിൽ എത്തിക്കുന്നു. ശിവൻ പറഞ്ഞ് ബ്രഹ്മദേവനെ മോചിപ്പിക്കുകയും ചെയ്യുന്നു. ബ്രഹ്മദേവനെ കേവലം 2 പേരെ ശിക്ഷിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയൂ. ശിവൻ തന്നെ ഭൈരവ ഭാവത്തിൽ ഒരു ശിരസ് പിഴുതെടുക്കുന്നു, മുരുകൻ ബന്ധനസ്ഥനാക്കുന്നു നമ്മുടെ ഈ ഒരു കഥയിൽ. അപ്പോൾ നമ്മളെ സ്കന്ദൻ എന്തുണ്ട്, സ്കന്ദ ഭൈരവൻ എന്നുള്ള ഒരു ഭാവം കൂടിയുണ്ട്. ഒരു ഭൈരവ സങ്കല്പത്തിൽ ആരുണ്ട്, മുരുകനുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. സ്കന്ദനോട് ശിവൻ പ്രണവപ്പൊരുൾ ചോദിക്കുകയും മുരുകൻ തിരിച്ച് ശിഷ്യഭാവത്തിൽ ചോദിക്കാൻ ആവശ്യപ്പെടുന്നു. അതായത് വെറുതെ പറഞ്ഞാലും ഞാൻ അതൊക്കെ പ്രണവപ്പൊരുൾ പറഞ്ഞില്ല, ശിഷ്യൻ പോലെ ചോദിക്കണം. അതായത് വായൊക്കെ പൊത്തി ശിവൻ അങ്ങനെ ഇരുന്നിട്ടാണ് അത് കേൾക്കുന്നത്. ശിവൻ മടിയിലിരുത്തി ഒരു കൈ കൊണ്ട് ശിഷ്യഭാവത്തിൽ വായ മൂടി, ആ പിക്ചർ കണ്ടിട്ടുണ്ടാവും, മടിയിലിരുത്തിയിട്ട് വായൊക്കെ മൂടിയിട്ട് അങ്ങനെ ഇരുന്നാലേ പറയുള്ളൂ, അല്ലാണ്ട് ഞാൻ എന്താക്കില്ല, വെറുതെ പറയില്ല എന്ന് പറയുന്നുണ്ട്. മുരുകനിൽ നിന്നും പ്രണവപ്പൊരുൾ ഗ്രഹിക്കുന്നു. അദ്ദേഹം മുരുകന് ശിവഗുരുനാഥൻ എന്ന സ്ഥാനം നൽകുന്നു. മഹാദേവന് അറിയാത്തത് കൊണ്ടല്ല, സ്കന്ദനെ ചോദ്യം ചെയ്യാൻ ലോകത്ത് ആരും തന്നെ ഉണ്ടാകരുത് എന്ന് തന്നെ കരുതിയാണ് ഈ സ്ഥാനം നൽകിയത്. ശിവഗുരുനാഥൻ എന്ന് കാണാം. ഇതിനേക്കാൾ ഒരു ഗുരുസ്ഥാനം ഇല്ല തന്നെ. സ്വാമിമലയിൽ നമുക്ക് ഈ ഭാവത്തിൽ മുരുകനെ കാണാം. ഇനി നമുക്ക് ശനിയിലേക്ക് വരാം. ആയുഷ്യം മരണം ഭയം പതിതാം ദുഃഖാവമാനാമയാൻ ദാരിദ്ര്യം മൃതകാപവാദ കലുഷ അശൗച നിദ്ധാപത സ്ഥൈര്യം നീചജനാശ്രയം ച മഹിഷം തന്ത്രീരണം ച ആയസം ദാസത്വം കൃഷിസാധനം ലഭിസുതാൽ കാരാഗൃഹം ബന്ധനം. ആയുസ്, മരണം, ഭയം, താഴ്ച, ദുഃഖം, അപമാനം, രോഗം, ദാരിദ്ര്യം, കൂലിക്കാരൻ, അപവാദം, പാപം, ആശൗചം, നിന്ദ, ആപത്ത്, സ്ഥിരത്വം, നീചസംസർഗം, പോത്ത്, മടി, കടം, ഇരുമ്പ് സംബന്ധിച്ചിട്ടുള്ളവകൾ, സേവകം, സസ്യധാന്യങ്ങൾ, ദാസത്വം, കാരാഗൃഹം, ബന്ധനം മുതലായവ ശനിയെ കൊണ്ട് ചിന്തിക്കേണ്ടതാകുന്നു. ശനിയെ പൊതുവെ ദുഃഖകാരകനായ ഒരു ഗ്രഹമായിട്ടാണ് ഗണിച്ചു വരുന്നത്. മാത്സര്യം, ഡംബ്, അഹങ്കാരം ഇവ ഉണ്ടാക്കുന്നതും അതോടുകൂടി തന്നെ പതനം, ദുഃഖം, അസ്വാസ്ഥ്യങ്ങൾ എന്നിവ മൂലം കഷ്ടപ്പെടുത്തി അനുഭവിക്കുന്നത് ശനിയാണ്. എന്നാൽ അത് കാരണം ശനിയെ ഉപദ്രവകാരി എന്ന് പറഞ്ഞ് വെറുക്കുന്നത് ശരിയല്ല. മനുഷ്യർക്ക് ഇത്രമാത്രം നന്മ ചെയ്യുന്ന ഒരു ഗ്രഹം മറ്റൊന്നില്ലെന്ന് തന്നെ പറയാം. ശുക്രൻ, ബുധൻ മുതലായ ശുഭഗ്രഹങ്ങളുടെ ആനുകൂല്യം കൊണ്ട് സമൃദ്ധിയിൽ കഴിഞ്ഞുകൂടുന്നവർക്ക് ആത്മീയ ചിന്തകൾ ഉണ്ടാക്കുക സാധാരണമല്ല. ആത്മീയ ചിന്തയില്ലാത്ത മനുഷ്യൻ മൃഗപ്രായരാകുന്നു. ദുരിതങ്ങൾ അനുഭവിച്ച് ജീവിതത്തിലെ ഇരുളടഞ്ഞ ഭാഗങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ മാത്രമേ മനുഷ്യർ ആത്മീയ പ്രകാശത്തിന് ആഗ്രഹിക്കുകയുള്ളൂ. മനുഷ്യരുടെ ആത്മാവിനെ ശുദ്ധീകരിച്ച് അവരെ ഉത്കൃഷ്ട പദപ്രാപ്തനാക്കുന്നത് ഗ്രഹമാണ് ശനി. ശനി കേവല ദുരിതം മാത്രം ഉണ്ടാക്കി മനുഷ്യരെ ദുഃഖിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ക്ഷമ, സ്ഥിരോത്സാഹം, ഏകാഗ്രത, പ്രാതിപത്യം, അവധാന ബുദ്ധി മുതലായവയ്ക്ക് പ്രധാന കാരകൻ ശനിയാണ്. അനുകൂല ഭാവത്തിൽ ബലവാനായ ശനി, ശശയോഗപ്രദനായ ശനി ജാതകനെ വലിയ പ്രതാപവാനാക്കുന്നതാണ്.
പ്രതികൂല ശനിയിൽ കടബാധിത, സർവകാര്യപരാജയം, ആലസ്യം, ഉറക്കം, വൃദ്ധസ്ത്രീകളും നിജസ്ത്രീകളുമായി വീഴ്ച, അത്യധ്വാനം, ചോരഭയം, അകാലനര, അംഗഭംഗം, നിജസ്ഥലങ്ങളിൽ വാസം, ദന്തരോഗങ്ങൾ, പാദരോഗങ്ങൾ, വിദേശവാസം, കൃഷിനാശം, ഭൂമിനാശം, ഗൃഹനാശം എന്നിവയൊക്കെ അനുഭവത്തിൽ വരാം. ശനിദോഷങ്ങൾക്കുള്ള ഒരു മറുമരുന്ന് ചൊവ്വയെ ബലപ്പെടുത്തുക എന്നതുമാണ്. മടി, പിന്നെ നമ്മൾ സ്ലോ ആയിപ്പോവും എന്നിവ ശനിയുടെ പ്രത്യേകതയാണ്. ശനി നമുക്ക് എല്ലാ എനർജിയും നമ്മൾ ഉള്ളോട്ട് വലിച്ചാണ്. ശനി വളരെ പതുക്കെ സഞ്ചരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ചൊവ്വ ബലപ്പെടുമ്പോൾ സ്വാഭാവികമായും ശനിയുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നു. സ്കന്ദ സാധന ലോങ്ങർ പാത്താണ്, 0 ഷോർട്ട് കട്ടുമാണ്. മാമ്പഴക്കഥയിൽ ലോകം ചുറ്റിവരാൻ ആവശ്യപ്പെട്ടപ്പോൾ ഗണേശൻ അച്ഛനമ്മമാരെ വലം വെച്ചു. മുരുകൻ ലോകം മുഴുവൻ 3 തവണ വലം വെച്ചു. ഗണേശൻ്റെ ബുദ്ധി സാമർഥ്യം അംഗീകരിക്കപ്പെട്ടപ്പോൾ മുരുകൻ എല്ലാം ത്യാഗം ചെയ്തു. രണ്ടാളും വ്യത്യസ്തമായ 2 രീതിയാണ്, അത്രയേ ഉള്ളൂ. രണ്ടും സെറ്റ് ശരിയെന്നല്ല, രണ്ടും 2 രീതിയാണ്. മുരുകൻ്റെ രീതി ലോങ്ങർ പാത്താണ്, എന്തല്ല ഷോർട്ട് കട്ടല്ല, ബുദ്ധി സാമർഥ്യമല്ല, അധ്വാനം ചെയ്ത് തന്നെ നേടണം. അച്ഛനമ്മമാരെ അവർ നൽകിയ സ്വർഗീയ, അതായത് ഇത് അങ്ങനെ മുരുകൻ അത് അംഗീകരിക്കപ്പെട്ടപ്പോൾ, ഗണപതിയുടെ ആ ഒരു ബുദ്ധി സാമർഥ്യം അംഗീകരിക്കപ്പെട്ടപ്പോൾ അച്ഛനമ്മമാരെ അവർ നൽകിയ സ്വർഗീയ ആഭരണങ്ങൾ വരെ വലിച്ചെറിഞ്ഞ് വെറും കോണകം മാത്രം എടുത്ത്, അതായത് ആ വൈരാഗ്യത്തിൻ്റെ ഭാവമാണ് അത്. വൈരാഗ്യം, ത്യാഗം, സന്യാസഭാവം, ഇതൊക്കെ ശനികാരകത്വമാണ്. ആ ഒറ്റപ്പെടൽ, ഈ ഒരു ശനിയുടെ ഈ ഒരു കാരകത്വം നമുക്ക് കാരകത്വത്തിന് വേണ്ടി, ആ ദോഷപരിഹാരത്തിന് വേണ്ടി നമ്മൾ ഭൈരവർക്കും കാളിക്കും സൂക്ഷ്മമായിട്ട് ഇതുപോലെ തന്നെ ശനിദോഷ പരിഹാരത്തിനുള്ള വഴിയുണ്ട്. അതുകൂടാണ്ട് ഈ ശനി തികഞ്ഞ ധർമ്മ സംരക്ഷണമാണ്. അതുപോലെ തന്നെ മുരുക ഭഗവാനും തികഞ്ഞ ധർമ്മ സംരക്ഷണമാണ്. നീതി കിട്ടാത്തത് കൊണ്ട് അച്ഛനമ്മമാർ വരെ വേണ്ടെന്ന് വെച്ചു, അത്രയും നീതിബോധമാണ്. അദ്ദേഹത്തിൻ്റെ ഏറിയ മന്ത്രങ്ങളും തമിഴിലാണ്. ദേവഭാഷ, സംസ്കൃതം പോലും എനിക്ക് വേണ്ട എന്ന മട്ടാണ്, അതായത് ഉപേക്ഷിച്ചാണ് അതൊക്കെ. ഷോർട്ട് കട്ട് പരിപാടി ഒന്നും സ്വാമിയുടെ അടുത്ത് നടക്കില്ല. ദ്രാവിഡരുടെ പാവങ്ങളുടെ ദൈവം, അത് ശനിയുടെ പാവങ്ങൾ മീൻസ് പാവങ്ങൾ അല്ലെങ്കിൽ കൂലിക്കാർ, സാധാരണക്കാർ എന്നുള്ളത് ശനിയുടെ കാരകത്വമാണ്. ശനിയുടെ കാരകത്വം അത് വള്ളി ദേവി തന്നെ, വേടൻ്റെ മകൾ, നമ്മൾ ട്രൈബിലാണല്ലോ, അത് ശനിയുടെ കാരകത്വമാണ്. അവർക്കും ഒരേ സ്ഥാനം നൽകി വാമഭാഗം നൽകി അലങ്കരിക്കുന്നു. അദ്ദേഹത്തിന് ഇവിടെയാണ് ഇഷ്ടം എന്ന് കണ്ട് ദേവസേന സ്വർഗലോകം ഉപേക്ഷിച്ച് ഇവിടെ വന്ന് താമസിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് അതിൻ്റെ പരിഹാരങ്ങളൊക്കെ സൂക്ഷ്മമാണ്, അത് നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇനി നമുക്ക് രാഹു. ഛത്രം ചാമര രാഷ്ട്രസംഘ കുതർക്ക ക്രൂരവാക്യാന്തജ പാപസ്ത്രീ ചതുരംഗയാന വിമത ദ്യൂതാശ്ച സന്ധ്യാഫലം ദുഷ്ടസ്ത്രീഗമനാന്യദേശഗമന ആശോജാസ്തി കുന്മാതൃത അധോദൃഗ്ഭാവിക കാരുട യമമുഖ മ്ലേച്ഛാദി നീജാശ്രയ. അകാരണമായ ഭയം, ഉത്കണ്ഠ, മതിഭ്രമങ്ങൾ ഇവ രാഹു ജാതകത്തിൽ അനിഷ്ടനായി വന്നാലുള്ള ഫലങ്ങളാണ്. ഇവർ പെട്ടെന്ന് വികാരബധിരാകുന്ന പ്രകൃതിക്കാരായിരിക്കും. ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടാറുള്ള ഇവർ ഭ്രമാത്മകവും അസാധാരണവുമായ മനോവ്യാപാരങ്ങൾക്ക് അടിമകളായിരിക്കും. താൻ ആരെന്നോ തൻ്റെ കഴിവുകൾ എന്തെന്നോ തിരിച്ചറിയാനാകാത്ത ഇവർ സങ്കല്പങ്ങളുടെ മായാവലയത്തിൽപ്പെട്ട് യഥാർത്ഥ ജീവിതത്തിൽ പരാജിതരാകുന്നു. സുഹൃത്തുക്കൾ അധികം ഇല്ലാത്ത ഇവർ സമയത്തിൻ്റെ വിലയെക്കുറിച്ച് ബോധവാന്മാരായിരിക്കില്ല. നീചസ്ത്രീകളുമായി രഹസ്യബന്ധങ്ങൾ, നീചജനങ്ങളുമായി സഹവാസം, എപ്പോഴും ഏകാന്തവാസം നടത്തുവാനുള്ള ആഗ്രഹം, കുനിഞ്ഞു നോക്കി നടക്കുന്ന സ്വഭാവം, കള്ളം പറയുന്ന സ്വഭാവം, സംഭാഷണത്തിൽ അന്യഭാഷകൾ ഉപയോഗിക്കുന്ന സ്വഭാവം. പിന്നെ നമുക്ക് രാഹുവിൻ്റെ പ്രധാനപ്പെട്ട സർപ്പദോഷം, ഇതൊക്കെ രാഹുവിൻ്റെ കാരകത്വങ്ങളാണ്. മുരുകൻ്റെ വാഹനം മയിൽ, മുരുകനായിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. മുരുകൻ്റെ വാഹനം മയിൽ ഒരു സർപ്പത്തെ ചവിട്ടിപ്പിടിച്ചതായും മറ്റൊരെണ്ണം വായിൽ കൊത്തി നിൽക്കുന്നതായും കാണാം. പല ചിത്രീകരണങ്ങളുണ്ട്, ഇവിടെ അങ്ങനെ ഒരെണ്ണേ ഉള്ളൂ. രാഹുദോഷ സർപ്പദോഷ നിവാരണം തരാൻ ഈ ചിത്രീകരണം, അതായത് അതിൻ്റെ ഐക്കണോഗ്രാഫിനെ സൂക്ഷ്മാർത്ഥത്തിൽ അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. സൂക്ഷ്മാർത്ഥത്തിൽ മയിൽ ആഗ്രഹങ്ങളെയും സർപ്പങ്ങൾ ലോവർ ഇമോഷൻസിനെയും പ്രതിദാനം ചെയ്തതായി പറയപ്പെടുന്നു. മുരുക സാധന ചെയ്യുമ്പോൾ താഴ്ന്ന വികാരങ്ങൾ കൊണ്ടുവരുന്ന എല്ലാ ആഗ്രഹങ്ങളെയും അതിജീവിക്കാൻ സ്വാമി അനുഗ്രഹിക്കുന്നു. അതായത് ഫിസിക്കൽ ലെസ്റ്റ് സ്പിരിച്വൽ ലെസ്റ്റായിട്ട് മാറുക. ഇതുകൂടാതെ പ്രണവത്തിൻ്റെ അർത്ഥം പറയാതിരുന്ന ബ്രഹ്മാവിനെ നമ്മുടെ ചമ്പാഷഷ്ടി എന്ന് പറഞ്ഞിട്ട്, നമ്മുടെ സ്കന്ധഷഷ്ടിയല്ല, ചമ്പാഷഷ്ടിൻ്റെ സ്റ്റോറി, പ്രണവത്തിൻ്റെ അർത്ഥം പറയാതിരുന്ന ബ്രഹ്മാവിനെ ശിക്ഷിച്ചതിൻ്റെ പ്രായശ്ചിത്തമായി അത് തെറ്റാണ് എന്ന് മഹാദേവൻ ബോധ്യപ്പെടുത്തിയപ്പോൾ സ്വാമി ഒരു സർപ്പാകൃതി പൂണ്ടു. പുത്രൻ്റെ വൈരൂപ്യം തീർക്കാൻ ശ്രീ പാർവതി പരമേശ്വര നിർദ്ദേശപ്രകാരം ഷഷ്ടിവ്രതം അനുഷ്ഠിച്ചു. 9 വർഷം 108 ഷഷ്ടിവ്രതം അനുഷ്ഠിച്ചു എന്നതാണ്. അപ്പോൾ അതിനൊരു പ്രത്യേക വിധിയൊക്കെ പറയുന്നുണ്ട്. 9 വർഷവും ഓരോ വർഷം ഓരോരോ ദ്രവ്യങ്ങൾ കൊണ്ട് വ്രതം എടുക്കണം. അതായത് 1-ാമത്തെ വർഷം പാൽപ്പായസം, 2-ാമത്തെ ശർക്കര പായസം, 3-ാമത്തെ വെള്ള നിവേദ്യം, 4-ാമത്തെ വർഷം അപ്പം, 5-ാമത്തെ വർഷം മോദകം, 6-ാമത്തെ വർഷം പശുവിൻ പാല്, 7-ാമത്തെ വർഷം വെള്ളനീര്, 8-ാമത്തെ വർഷം പാനകം, 9-ാമത്തെ വർഷം 7 മണി
കുരുമുളക് മാത്രം ഉപയോഗിച്ചിട്ട് എന്നിങ്ങനെയാണ് പ്രസ്തുത വിധി. ഇങ്ങനെ സർപ്പദോഷ ശാന്തി നൽകുന്ന ഭാവത്തിൽ പെർലശ്ശേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം നമ്മുടെ അവിടെയുള്ള കണ്ണർലാ സ്വാമി സർപ്പരൂപത്തിൽ സർപ്പങ്ങൾക്ക് വസിച്ചെന്ന് പറയപ്പെടുന്നുണ്ട്. അവിടെ സർപ്പദോഷ പരിഹാരങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് കണ്ണൂരാണ്. പിന്നെ അതുകൂടാണ്ട് കർണാടക കൂക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം, ഇവിടെ നാഗങ്ങളുടെ രക്ഷകനായിട്ടാണ് സ്വാമി. അതായത് വാസുകി മറ്റ് നാഗങ്ങളും ഗരുഡനിൽ നിന്നും രക്ഷ നേടാൻ ഇവിടെ അഭയം പ്രാപിച്ചു എന്നതാണ്. പരശുരാമനായി ബന്ധപ്പെട്ട 7 ദിവ്യദേശങ്ങളിൽ ഒന്നാണത്. അവിടെ ആശ്ലേഷ ബലിപൂജയുണ്ട് സർപ്പദോഷങ്ങൾക്ക്. അതുകൂടാണ്ട് സർപ്പ സംസ്കാര പൂജ, നാഗപ്രതിഷ്ഠ അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊന്നും കൂടാണ്ട് വേറൊരു ഗഡി സുബ്രഹ്മണ്യ, അത് ബാംഗ്ലൂരാണ്. ഇവിടെ സർപ്പരൂപത്തിൽ സ്വാമി തപസ്സിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ രാഹുവിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സ്വാമി പ്രാപ്തനാണ് എന്ന് കാണുന്നു. നവഗ്രഹ ദോഷങ്ങളെ സ്വാമി പരിഹരിക്കുമെങ്കിലും വിശേഷമായി ചൊവ്വ, രവി, ഗുരു, ശനി, രാഹു 5 ഗ്രഹങ്ങൾ ദോഷങ്ങൾ മുഴുവൻ പരിഹരിക്കുന്നു. ഇത്രയും പറഞ്ഞ് സ്വാമിയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. விழுக்கத்துணை திருமன் மலர்பாதங்கள் மேமை கொன்றா மொழிக்குத் துணை முருகாயனும் நாமங்கள் முன்பு செய்த பழிக்குத் துணை அவன் 12 தோளும் பயந்த தனி வழிக்குத் துணை வடிவேலும் செங்கோடன் மயூரவுமே பீதாம்பரம் கரவிராஜித சங்கசக்ர கௌமோதகி சரசிஜம் கருணாசமுദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാദാലേശമനിശം ഹൃദി ഭാവയാമി. സുബ്രഹ്മണ്യ സ്വാമിക്കും ഗുരുപരമ്പരയ്ക്കും തിരുപ്പുഴ അരുളിയ അരുണഗിരിനാഥ സ്വാമിക്കും ശ്രീ ഗുരുവായൂരപ്പനും ഇവിടെയുള്ള സഹോദരങ്ങൾക്കും പ്രണാമങ്ങൾ. നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ ആയി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ പറയാൻ പോകുന്നത് തിരുപ്പുഴ എന്നുള്ള വിഷയമാണ്. ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ തമിഴിലെ? തിരുപ്പറംകുன்றത്തിൽ നീ സിരിത്താൽ തിരുത്തണി മലമേലെ എതിരൊലിക്കും, തിരുച്ചെന്തൂരിലെ വേലാടും ഉൻ പുകഴ് പാടിയെ കടലാടും. ഭഗവാന്റെ പുകഴ് പാടിയിട്ടാണ് കടലാടുന്നതെന്നാണ് ആ പാട്ടിൽ പറയുന്നത്. അപ്പം ഈ പുകഴ് കടല് പോലെ തന്നെ ഒരു എൻഡില്ലാതെ കിടക്കുന്നതാണ് ഭഗവാന്റെ പുകഴ്. അപ്പം അത് നമുക്ക് ആ അമൃതം കുറച്ചൊന്ന് ഒരു 40-50 മിനിറ്റിൽ നമുക്കൊന്ന് രുചിച്ച് നോക്കാം. ഒരു പഞ്ചാമൃതം തന്നെയാണ് ഈ തിരുപ്പുകഴ്. ഭഗവാന് നമ്മൾ കൊടുക്കുന്ന ഒരു നിവേദ്യം ആയിക്കോട്ടെ, ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും എല്ലാം കലർന്ന ഒരു പഞ്ചാമൃതം തന്നെയാണ് തിരുപ്പുകഴ്. അപ്പം അതിനെപ്പറ്റി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. തിരുപ്പുകഴ് ശരിക്കും പറഞ്ഞാൽ അരുണഗിരിനാഥ സ്വാമികളാണ് ഇത് രചിച്ചിരിക്കുന്നത്. ഈ തമിഴ്നാട്ടിൽ പൊതുവെ ഏത് ക്ഷേത്രങ്ങളാണെങ്കിലും ശിവക്ഷേത്രങ്ങളാണെങ്കിലും പാടൽ പെറ്റ ക്ഷേത്രങ്ങളാണോ എന്ന് അവർ ചോദിക്കും. നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ ഇത് എന്ന കോവിൽ അതായത് ഇപ്പോൾ ഗുരുവായൂരപ്പനെ പറ്റിയിട്ട് നമ്മുടെ പൂന്താനം അതുപോലെ മേൽപ്പത്തൂരെല്ലാം പാടിയിട്ടുണ്ട് നാരായണീയം കൊണ്ടൊക്കെ. അപ്പം ഇതുപോലെ പാടൽ പെട്ടാൽ മാത്രമേ അതിന് മഹത്വം ഉണ്ടാവുമെന്നാണ് പറയാം. അപ്പം അങ്ങനെ മഹാദേവനെ പറ്റിയിട്ടുള്ള ക്ഷേത്രങ്ങളെ പറ്റിയിട്ടാണ് മാണിക്യവാസകർ, തിരുജ്ഞാന സംബന്ധർ തുടങ്ങിയ ആൾക്കാർ തിരുവാചകം അതുപോലെ തേവാരം എന്നൊക്കെ പറയുന്നത്. ഇപ്പം ഈശയുടെ കുറേ പാട്ടുകൾ അങ്ങനെ വരുന്നുണ്ട്, നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ തേവാരം തുടങ്ങിയ പാട്ടുകളാണ് മഹാദേവനെ പറ്റി പാടിയിട്ടുള്ളത്. അതുപോലെ വിഷ്ണു ഭഗവാനെ സംബന്ധിച്ചിട്ടാണ് തിരുപ്പാവൈ, ആണ്ടാളുടെ തിരുപ്പാവൈ ഉണ്ട്, മറ്റു പല ബാസുരങ്ങളുണ്ട് ആഴ്വാർമാരുടെ. അപ്പോൾ ഭഗവാൻ വിചാരിച്ചു എനിക്ക് പറ്റിയിട്ട് ആരും അങ്ങനെ പാടാതിരുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ തിരുവുള്ളം ഉണ്ടായിട്ടാണ് അരുണഗിരിനാഥ സ്വാമികളിലൂടെ ഭഗവാൻ ഈ പാടാൻ വെച്ചത്. അത് അരുണഗിരിനാഥർ സ്വയം പറയുന്നുണ്ട്, അങ്ങാണ് തമിഴ് പഠിപ്പിച്ച് എന്നെ കൊണ്ട് അങ്ങേ പാടിപ്പിച്ചതെന്ന്. അപ്പോൾ നമുക്ക് ഈ തിരുപ്പുകഴ് തമിഴിലുള്ളതാണ്, സെന്തമിഴിലുള്ളതാണിത്. അത് തമിഴ്നാട്ടിൽ പൊതുവെ പലരും പാടുന്നതാണ്, വീട്ടിലൊക്കെ പലരും പാടുന്നതാണിത്. പക്ഷെ മലയാളികൾക്ക് ഇത് മനസ്സിലാവാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3-4 വർഷമായിട്ടുള്ളൂ അതിൻ്റെ ഒരു കാറ്റ് കേരളത്തിലേക്ക് അടിച്ചിട്ട്. അതിന് മെയിൻ എന്താ കാരണം എന്നുള്ളത് നമുക്കറിയില്ല, കുറേ സ്തുതികളായിരിക്കാം മേ ബി. എക്സാമ്പിളായിട്ട് നമുക്ക് സൂര്യഗായത്രി എന്ന് പറയുന്ന കുട്ടിയുടെ മുത്തൈത്തെരു പത്തിത്തിരുനകൈ അത്തിക്കിര ശക്തിച്ചരവണ മുദ്ദിക്കൊരു വിത്ത് ഗുരുപര എനവോതും എന്നുള്ള സ്തുതിയുണ്ട്, കേട്ടിട്ടുണ്ടാവും പലരും. അപ്പം ഇത് ഇങ്ങനെയുള്ള സ്തുതികളുടെ ഒരു പവർ കൊണ്ട് പലരും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്, ഇത് എന്താണ് അങ്ങനെ മനസ്സിലാക്കും. പിന്നെ ഒന്നാമത് ഇപ്പോൾ ഭഗവാനുമായി ബന്ധപ്പെടുന്ന വല്ലാത്ത ഒരു ചാലകം, ഒരു കാന്തം പോലെ ഭഗവാൻ പലരെയും ആകർഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പല ഓരോ ഫൗണ്ടേഷനും പലതും ഉണ്ടായിട്ടും ഒക്കെ എങ്ങനെയോ അങ്ങനെ ഒരു കാന്തം പോലെ ഭഗവാൻ പലരെയും ആകർഷിക്കുക. അപ്പോൾ അങ്ങനെ ഈ തിരുപ്പുകഴും അങ്ങനെ വന്നത് കേരളത്തിലേക്ക്. അപ്പോൾ ഇതിൽ
നമ്മൾ പഴനിയിൽ പോയാലും പഴനിയിൽ ഭഗവാന് 6 പൂജകളുണ്ടല്ലോ. കാലം തൊട്ട് രാത്രി വരെയുള്ള പൂജകളിലും ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഒരാൾ മൈക്ക് പുറത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതെല്ലാം തിരുപ്പുകഴാണ്. ഭഗവാന് വേറെ അങ്ങനെ വലിയ വൈദിക അല്ലെങ്കിൽ താന്ത്രിക മന്ത്രങ്ങളൊന്നും അവിടെ അങ്ങനെ കേട്ടിട്ടില്ല ഞാൻ പോയ സമയത്ത്. തിരുപ്പുകഴ് ഇങ്ങനെ പാടും. പിന്നെ അവസാനം കുറേ പുഷ്പങ്ങൾ ഇങ്ങനെ, കുറേ പോട്രി എന്ന് പറഞ്ഞിട്ട് പുഷ്പങ്ങൾ ഇങ്ങനെ ഇടും. പിന്നെ കുറച്ച് ദീപാരാധന, അങ്ങനെ ഒരു ലഘുവായിട്ടുള്ള ഒരു പൂജയാണുള്ളത്. അപ്പോൾ തിരുപ്പുകഴ് ഇന്നവിറ്റബിൾ ആണ് ഭഗവാനെ. പിന്നെ ഞാൻ ഇതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭഗവാനെ പറ്റിയിട്ട് ഇങ്ങനെ കുറച്ചൊരു 8 വർഷം മുന്നേ ഇങ്ങനെ കേട്ട് ഒരു ഇതുപോലെ കാന്തമായിരിക്കുമല്ലോ, എല്ലാവരും നമ്മളൊക്കെ ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ രാജമുരുകൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ പഴനിയിലെ, ഒരു നീല കുപ്പായൊക്കെ ധരിച്ച് ചുവന്ന തലപ്പാവൊക്കെ ഇട്ട് നിൽക്കുന്ന ഭഗവാന്റെ ഫോട്ടോ ഉണ്ടാവും. അതിൽ ഭഗവാൻ നിൽക്കുമ്പോൾ ഒരു ദണ്ടൊക്കെ ഉണ്ട് കയ്യിൽ. ആ ദണ്ടിന് മേലെ ഒരു തത്ത ഇരിക്കുന്നുണ്ടാവും. ഇനി ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഒരു തത്ത ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ തത്ത ആരാണ്, ഇതെന്താ, അപ്പോൾ ഈ മധുര മീനാക്ഷിയുടെ ദേവിയുടെ കയ്യിലുള്ള തത്തയാണോ ഇത് എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. അപ്പോഴാണ് നോക്കിയത് ഈ തത്തയാണ് അരുണഗിരിനാഥ സ്വാമികൾ. അപ്പോൾ ഈ അരുണഗിരിനാഥ സ്വാമികൾ ആരാണ്, അതെന്താ ഇങ്ങനെ തത്തയായിട്ട് ഭഗവാന്റെ കയ്യിലിരിക്കുന്നത് എന്നൊക്കെ കൂടുതൽ അന്വേഷിച്ച സമയത്താണ് ഇതിലേക്ക് ഇങ്ങനെ വന്നു പോയത്. അപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് അറിവുകളും ഇതെല്ലാം ഞാനിവിടെ ഷെയർ ചെയ്യാം. ഈ തിരുപ്പുകഴ് വെറും സ്തുതികൾ മാത്രമല്ല, അതിൽ അരുണഗിരിനാഥ സ്വാമികൾക്ക് ഭഗവാൻ കൊടുത്തിട്ടുള്ള ഉപദേശങ്ങൾ, പിന്നെ ചില ഓരോ പുതിയ പുതിയ ക്ഷേത്രങ്ങൾ, നമ്മൾ കേൾക്കാത്ത കുറേ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളുണ്ട്, അതിനെ പറ്റിയിട്ടുള്ള വർണ്ണനകൾ അതെല്ലാം ഉണ്ടായില്ല. പിന്നെ ചില ജ്ഞാനത്തിൻ്റെ കുറേ കാര്യങ്ങൾ, പിന്നെ വൈരാഗ്യം. ജനീഷേട്ടൻ പറഞ്ഞ പോലെ കുത്തഴിഞ്ഞ ജീവിതം നയിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. എന്നിട്ട് അവസാനമാണ് മാനസാന്തരം വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വൈരാഗ്യം നമ്മളിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. ഞാനിങ്ങനെ നശിച്ചൊരു ജീവിതം, അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, തെറിവൈരകൾ ആസൈ മിഞ്ചി ബഹുകവലയായി ഉഴன்று തിരിയും അടിയേനെ ഉണ്ടൻ പഠിച്ചേരാൻ. ഞാൻ എപ്പോഴും സ്ത്രീകളുടെ പിന്നാലെ ഓടി നടന്നവനാണല്ലോ ഭഗവാനെ, എന്നെ അവിടുത്തെ പാദങ്ങളിലേക്ക് അങ്ങ് അണച്ചുവല്ലോ എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മളിലും ഒരു ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതുപോലെ ധനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടുകയല്ലേ. അപ്പോൾ ധനം അങ്ങനെയുള്ള ഇതെല്ലാം വേണ്ടതാണ്, പക്ഷേ നമ്മളുടെ അജ്ഞാനത്തിലേക്ക് പോകുമ്പോൾ സത്യം എന്നുള്ള ഒരു സംഭവം നമ്മൾ മറന്നു പോരുതല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഫുരണങ്ങൾ നമുക്കിതിൽ തിരുപ്പുകഴ് ഉടനീളം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അരുണഗിരിനാഥൻ്റെ ജന്മം നമ്മൾ പറയുകയാണെങ്കിൽ തിരുവണ്ണാമലയാണ്. അദ്ദേഹത്തിൻ്റെ ജനനവും തിരുപ്പുകഴ് ഉണ്ടായതും തിരുവണ്ണാമലയാണ്. ജനനം കൊണ്ട് തിരുവാരൂരും, ദർശനം കൊണ്ട് ചിദംബരവും, അതുപോലെ തന്നെ മരണം കൊണ്ട് കാശിയും മോക്ഷം തരുമ്പോൾ സ്മരണം കൊണ്ട് മുക്തി തരും അരുണാചലം എന്നാണ് പറയാം തിരുവണ്ണാമല. കാരണം അവിടെ സ്മരിച്ചാൽ തന്നെ ഒരു ജീവനെ സദ്ഗതിക്കുള്ള വഴി ഉണ്ടാവുമെന്ന് പുരാണങ്ങൾ പറയുന്നു. പലരും അങ്ങനെയാണ്. നമുക്കറിയാലോ, തിരുവണ്ണാമലയെ ബന്ധപ്പെട്ടിട്ട് ഒരുപാട് മഹത്തുക്കളുണ്ട്. ഈ തിരുപ്പുകഴും തിരുവണ്ണാമലയെ ബന്ധപ്പെട്ടിട്ടാണ്. അരുണഗിരിനാഥര് ഒരു 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ മരിച്ചു പോകുന്നു. അപ്പോൾ സഹോദരിയാണ് അദ്ദേഹത്തെ നോക്കുന്നത്. സഹോദരി വിവാഹം പോലും കഴിക്കാതെ നോക്കുന്നത്. കാരണം വിവാഹം കഴിച്ചാൽ ഇദ്ദേഹത്തെ നോക്കാൻ പറ്റില്ലല്ലോ, ഭർത്താവ് മക്കള് അങ്ങനെ ആയിപ്പോലെ. അപ്പോൾ അത്രയും അമ്മയെപ്പോലെ നോക്കിയ സഹോദരിയാണ്. അപ്പോൾ അദ്ദേഹം ചെറുപ്പത്തിലേ നന്നായിട്ട് തമിഴ് അറിഞ്ഞിട്ടുണ്ട്, പുരാണങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഭാഗവതമൊക്കെ പഠിച്ചിട്ടുണ്ട്. കാരണം അതുകൊണ്ട് തിരുപ്പുകളിൽ പലരും വിഷ്ണുവിനെ പറ്റിയിട്ടാണ് പറയുന്നത്. മാലോൻ മരുകോനെ, പെരുമാളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട്. ഈ പെരുമാൾ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെയാണ് തമിഴിൽ പെരുമാളെ എന്ന് പൊതുവെ പറയാറുള്ളത്. പക്ഷെ ഭഗവാന്റെ മിക്ക തിരുപ്പുകളും അവസാനിക്കുന്നത് പെരുമാളെ എന്ന് വെച്ചിട്ടാണ്, പെരുമേറിയ ഭഗവാനെ. പിന്നെ മാലോൻ മരുകോനെ, ഭഗവാൻ ജനീഷേട്ടൻ പറഞ്ഞ പോലെ വിഷ്ണു ഭഗവാന്റെ 2 മക്കൾ അമൃതവല്ലിയും സുന്ദരവല്ലിയും തപസ് ചെയ്ത് വള്ളിയും ദേവയാനിയും ജനിച്ചല്ലോ. അപ്പോൾ അങ്ങനെ മരുമകനാണല്ലോ ഭഗവാൻ, സണ്ണിൻലോയാണ്. അതുകൊണ്ട് മരുമോനെ എന്ന് വിളിക്കുന്നു. മാത്രമല്ല പത്മനാഭ സഹോദരി എന്ന് ഭഗവതിക്ക് പേരുണ്ടല്ലോ. അപ്പോൾ അമ്മയുടെ ആങ്ങളെയാണല്ലോ ഭഗവാൻ, അത് വിഷ്ണു ഭഗവാൻ. അതുകൊണ്ടും മരുകോനെ എന്ന് വിളിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് പല സ്തുതികളും വരുന്നത്. അപ്പോൾ ഇദ്ദേഹം വളരെ നന്നായിട്ട് വിദ്യാഭ്യാസം കഴിഞ്ഞു, നല്ല സംഗീതവാസന ഉണ്ടായിരുന്നു, നന്നായിട്ട് ഈ രാജസഭകളിലും അതുപോലെ തന്നെ ഈ നമ്മളിവിടെ ഓരോ ഭജനയൊക്കെ നടക്കാറില്ലേ, ഇപ്പം നന്ദഗോവിന്ദ അതൊക്കെ ഭയങ്കര ഹിറ്റാണല്ലോ. അതുപോലെ ഇദ്ദേഹം പലയിടത്തും പോയി ഭജനങ്ങളൊക്കെ പാടും, വളരെയധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമായിരുന്നു. പക്ഷേ അപ്പോൾ ഒരുപാട് ധനം കിട്ടിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഇദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ ദേവദാസികൾ ഉണ്ടാവുമല്ലോ നൃത്തം ചെയ്യാൻ, അവരുമായിട്ട് ഇദ്ദേഹത്തിന് വളരെ ആസക്തരായിപ്പോയി. അപ്പോൾ ഓരോ ദിവസവും ഒരു സ്ത്രീയുടെ കൂടെ ശയിക്കാത്ത ഒരു ദിവസമില്ല അദ്ദേഹത്തിന്. അങ്ങനെയാണ്, അത് അദ്ദേഹത്തിൻ്റെ ഒരു ഹാബിറ്റായിപ്പോയി. വിവാഹം കഴിച്ചിട്ട് വരെ അദ്ദേഹം ആ ദിവസം ഭാര്യയെ ഉപേക്ഷിച്ച് അദ്ദേഹം ദേവദാസികളുടെ കൂടെ പോവുകയാണ് ചെയ്യുന്നത്.
അത്രയ്ക്കും അധർമ്മത്തിൽ ജീവിച്ചൊരു വ്യക്തിയാണ്. പിന്നീട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെയിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് കുഷ്ഠരോഗം വരുന്നു. കുഷ്ഠരോഗം വന്ന സമയത്ത് സ്ത്രീകൾ ആരും അദ്ദേഹത്തെ എടുക്കുന്നില്ല. എത്ര പൈസ തന്നാലും കുഷ്ഠരോഗികളെ, പണ്ടത്തെ കുഷ്ഠം എന്ന് വെച്ചാൽ ആർക്കും ഒരു ഇതല്ലല്ലോ. അപ്പം ഇദ്ദേഹത്തിന് ഒരു പ്രാന്ത് പോലെയായി, കാരണം ആ സുഖം കിട്ടുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു പ്രാന്ത് പോലെ ഇരിക്കുമ്പോഴാണ് സഹോദരി ചോദിക്കുന്നത്, എനിക്ക് എന്താ പറ്റിയേ? അപ്പോൾ പറയാ, എനിക്ക് സ്ത്രീ വേണം. അപ്പോൾ ഇവർ പറയാ, ധനുഷേട്ടൻ പറഞ്ഞ പോലെ, ഞാൻ നീ എന്താ പറയുക, സഹോദരിയല്ലേ, ഞാൻ സഹോദരി അല്ലായിരുന്നെങ്കിൽ നിനക്ക് എന്നെ ഉപയോഗിക്കാമല്ലോ, അല്ലെങ്കിൽ നീ ഉപയോഗിച്ചു കൊള്ളൂ എന്ന് പറയുന്നുണ്ട് അദ്ദേഹം, ആ സ്ത്രീ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭർത്താവിനെ വിവാഹം പോലും കഴിക്കാതെ നോക്കിയൊരു അമ്മയാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ഇദ്ദേഹത്തിന് ഇത് കേട്ടതോടുകൂടി വൈരാഗ്യം, ഒരു ബോംബ് ഉള്ളിലങ്ങ് പൊട്ടി. അതെന്തോ ഭഗവാന്റെ ഒരു കാരുണ്യം, ഓരോ സമയത്തും ഓരോ ബോംബ് പൊട്ടുമല്ലോ. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, ഞാൻ എന്തൊരു മഹാപാപിയാണ്, ഈ ഒരു മാതൃതുല്യ ഒരു സ്ത്രീയിൽ വരെ ഇങ്ങനെ കേൾക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര ഒരു പാപിയാണ്. അപ്പോൾ ഈ ജന്മം ഇനി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരുവണ്ണാമല ക്ഷേത്രത്തിലെ ഒരു ഗോപുരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ആത്മഹത്യ ചെയ്യാണ്, ചാടുന്നു താഴേക്ക്. അപ്പോൾ പല കഥകളും പറയുന്നുണ്ട്. ചാടുന്ന സമയത്ത് ഭഗവാനെ വിളിച്ചു എന്ന് പറയുന്നു, മുരുക എനിക്കിനി ജന്മമേ വേണ്ട എന്ന് പറഞ്ഞ് ചാടി എന്ന് പറയുന്നു. ചിലർ അല്ലാതെ ചാടി എന്നാണ് പറയുന്നത്. പക്ഷേ എങ്ങനെയാണെങ്കിലും താഴെ വീണിട്ടില്ല ആൾ. ഒരാൾ അദ്ദേഹത്തെ താങ്ങിയിട്ടുണ്ട്. കാരണം 12 കൈകളോടുകൂടി താങ്ങാൻ കഴിവുള്ള ഒരാൾ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ആ 12 കൈകളോടുള്ള ഒരാൾ, ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തെ ഒരു സാധാരണ ചെറുപ്പക്കാരൻ, അത് ഭഗവാനായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഇദ്ദേഹത്തെ താങ്ങി അവിടെ ഇരുത്തി വെള്ളമൊക്കെ തെളിച്ചു. അപ്പോൾ ഇദ്ദേഹം ഉണർന്നു, അയ്യോ ഞാനപ്പം മരിച്ചില്ല, ഞാൻ ചാടിയതാണല്ലോ, എന്തിനാ നിങ്ങൾ എന്നെ രക്ഷിച്ചത്, എനിക്കിങ്ങനെ ഒരു ജീവിതം വേണ്ട എന്ന് പറയാം. അപ്പോൾ പറയാ, അല്ലല്ല, നീ ചാവേണ്ടവനല്ല, നീ എന്നെപ്പറ്റി പാടേണ്ടവനാണ്. എന്നെപ്പറ്റി എന്നല്ല, നീ കുറേ പാട്ട് പാടേണ്ടവനാണ്. ഞാനിനി എന്ത് ചെയ്യാൻ, ഈ കുഷ്ഠരോഗം പിടിച്ച ഞാൻ എന്ത് പാട്ട് പാടാനാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, നീ ഒരു കാര്യം ചെയ്യും, നിനക്കതിനുള്ള വഴിയൊക്കെ ഉണ്ടാവും, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ ഗുരുഭാവത്തിൽ അദ്ദേഹം പറയാ, സൊല്ലര സുമ്മായിരി എന്ന് പറഞ്ഞു. സുമ്മായിരി, അത് രമണ മഹർഷി ആ വാക്ക് പറഞ്ഞിട്ട്, സുമ്മായിരി. നമുക്ക് കേൾക്കുമ്പോൾ വെറുതെ ഇരിക്കും തോന്നും, പക്ഷെ അറിയാലോ, എല്ലാ ഇന്ദ്രിയങ്ങളും എല്ലാം തന്നിലേക്ക് അടക്കി ജ്ഞാന നിലയിൽ നീ ഇരിക്കുക എന്ന് ഭഗവാൻ അവൻ്റെ കണ്ണ് നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണ് നോക്കി പറയുകയാണ്. അപ്പം ഇത് കേട്ടതോടുകൂടി ഉള്ളിലേക്ക് ആ ജ്ഞാനദീക്ഷ കിട്ടി. ഇദ്ദേഹം അവിടുന്ന് പോകുന്നുണ്ട്. ഈ ചെറുപ്പക്കാരൻ അങ്ങനെ ശരി ഞാൻ പോവാണെന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്നു. അരുണഗിരിനാഥർക്ക് അപ്പം തന്നെ ഉള്ളിലൊരു കുളിർമയുണ്ടായി. കാരണം പിതാവിന് പ്രണവ് ഉപദേശിച്ച ആളാണ് സുമ്മായിരി എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അദ്ദേഹം മോശമാവില്ലല്ലോ. അപ്പം അദ്ദേഹം ഒരു കോർണറിൽ, ആ ക്ഷേത്രത്തിൻ്റെ ഒരു കോർണറിൽ കണ്ണടച്ചങ്ങനെ ഇരുന്നു. കുറേ ദിവസം ഇങ്ങനെ ധ്യാനം ഇതൊക്കെ ചെയ്തപ്പോൾ കുഷ്ഠരോഗം തനിയെ ഭേദമായി തുടങ്ങി. പിന്നെ 12 വർഷം ഇദ്ദേഹം ഇങ്ങനെ 12 വർഷം അദ്ദേഹം മിണ്ടിയിട്ടില്ല എന്ന് പറയണേ, മൗനമായിരുന്നു. പിന്നെ പല പല ക്ഷേത്രങ്ങളിൽ പോവും ഒക്കെ ചെയ്തു. 12 വർഷം കഴിഞ്ഞപ്പോൾ, ആ 12 വർഷം എടുത്തു അദ്ദേഹത്തിൻ്റെ ആ പാപം തീരാനൊക്കെ. 12 വർഷം കൊണ്ട് പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്ന സമയങ്ങളാണ്. നമുക്ക് എത്രത്തോളം ഇനി സമയമുണ്ടെന്നോ ഒന്നും നമുക്കറിയില്ല, അത് ഭഗവാന്റെ കയ്യിലാണ്. അപ്പോൾ ഈ 12 വർഷം കഴിയുന്ന സമയത്ത് അരുണഗിരിനാഥർ ധ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാൻ അരുണഗിരി കണ്ണ് തുറക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണ് തുറക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് സ്വർണ്ണ ആഭരണങ്ങളൊക്കെ ധരിച്ച് ബാലസുബ്രഹ്മണ്യനായിട്ട് മയിലിനോടുകൂടി അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ് ഭഗവാൻ. അപ്പോൾ ഇങ്ങനെ അരുണഗിരി ഒന്നിങ്ങനെ നോക്കുമ്പോൾ ഇത് അരുണഗിരിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇത് അരുണഗിരിനാഥൻ എന്നൊരു സിനിമയുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. അതിൽ കുറേ നല്ല രീതിയിൽ അവർ എടുത്തിട്ടുണ്ട്. പണ്ടത്തെ കാലത്ത് 1902-ലാണ് ഈ സിനിമ ഇറങ്ങുന്നത്. അതിലൊക്കെ നന്നായിട്ട് ഇത് കാണിക്കുന്നുണ്ട്, തമിഴിലാണ്. അപ്പോൾ അരുണഗിരി ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പം കണ്ടിട്ട് സ്തബ്ധനായി നിൽക്കുക. എന്താ വേണ്ടാത്തത്, നീ വായ തുറക്കുക എന്ന് പറയാം. നീ എന്നെപ്പറ്റി പാടാനുള്ളവനാ, നീ ഇങ്ങനെ വെറുതെ ഇരുന്ന് എങ്ങനെ ശരിയാവുക? അപ്പോൾ ഉടനെ അരുണഗിരി അപ്പോൾ അദ്ദേഹം ഇങ്ങനെ, കാരണം 12 വർഷമായിട്ട് ഇദ്ദേഹം സംസാരിച്ചിട്ടില്ല, തനിക്ക് സംസാരശേഷി ഉണ്ടോ എന്ന് തന്നെ അദ്ദേഹത്തിന് സംശയമാണ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നാക്ക് ഇങ്ങോട്ട് നീട്ടു എന്ന് പറഞ്ഞു. നാക്ക് നീട്ടുമ്പോൾ അതിൽ വേല് കൊണ്ട് ഓം എന്ന് എഴുതിന, ഇനി പാട്, മുത്തുമുത്തായിട്ട് പാട് എന്ന് പറയുന്നു. അപ്പം പാടിയതാണ് ഈ മുത്തൈത്തൊരു പത്തിത്തിരുനകെ ആ പാട്ട്. അതായത് മുത്ത് പോലെ പുഞ്ചിരിക്കുന്ന ദേവസേനയുടെ ഭർത്താവായ ഭഗവാനെ, ശക്തിവേൽ ധരിച്ച ശരവണഭവനെ, പിന്നെ മുക്കട്പരമർക്ക് ചുരുതിയിൽ മുற்பത്തത് കർപ്പിത്തിരുവരും, 3 കണ്ണുള്ള മഹാദേവനെ അങ്ങ് പ്രണവ് ഉപദേശിച്ചപ്പോൾ മറ്റു ദേവതകളെല്ലാം അടുത്ത് നിന്നുകൊണ്ട് അങ്ങേ വണങ്ങിയല്ലോ എന്നാണ് ആ സ്തുതിയുടെ അർത്ഥം. അപ്രകാരം കുറേ ഉണ്ട് ആ സ്തുതികൾ. ഇതാണ് ആദ്യത്തെ പാട്ട്. ഇതിന് ശേഷം ഇദ്ദേഹം പിന്നെ ഭഗവാൻ അപ്പം തന്നെ അപ്രത്യക്ഷമാവുന്നുണ്ട്. അപ്പോൾ അരുണഗിരിനാഥർക്ക് വളരെ സന്തോഷമായി. കുഷ്ഠരോഗമൊക്കെ ഭേദമായി, ഒരു വല്ലാത്ത ഒരു ജ്ഞാനനിലയും ദേഹമൊക്കെ വളരെയധികം ആ പണ്ടത്തെ അസുഖമൊക്കെ മാറിയ ആൾ ഒരു പ്രത്യേക ഇതായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വീണ്ടും അവിടെ തന്നെ ധ്യാനത്തിലിരുന്നു. അപ്പോൾ ഇന്ന് ഇരിക്കുന്ന സമയത്താണ് ഭഗവാൻ പറഞ്ഞു വയലൂർക്ക് വരാൻ പറഞ്ഞു. വയലൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, ട്രിച്ചി കുംഭകോണം പോകുന്ന വഴിക്കാണ് വയലൂരുള്ളത്.
അപ്പോൾ വയലൂരിലേക്ക് പോകാൻ പാടും. അപ്പോൾ അദ്ദേഹം എണീച്ചു വയലൂരിലേക്ക് നടന്നു പോയി. പണ്ടൊക്കെ നടന്നാണല്ലോ പോണേ. ശങ്കരൻ ദിഗ്വിജയം ചെയ്ത പോലെ ഇദ്ദേഹം പല ക്ഷേത്രങ്ങളും നടന്നു പോയിട്ടുണ്ട്. അതും കാശിയിൽ ഈ മറ്റേ അജിതേട്ടൻ പറഞ്ഞ പോലെ കതിർഗാമം, ശ്രീലങ്കയിലെ ആ സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹം വയലൂരിൽ ചെന്നു. വയലുകളാൽ സുന്ദരമായിട്ടുള്ള ക്ഷേത്രമാണ് വയലൂർ. അപ്പോൾ വയലൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭഗവാനെ വള്ളി ദേവിയോട് കൂടി ഭഗവാൻ ദർശിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അരുണഗിരി നിന്നോട് പാടാൻ പറഞ്ഞില്ലേ? വന്നു അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, നിന്നോട് പാടാൻ പറഞ്ഞിട്ട് എന്താ പാടാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ അരുണഗിരി പറഞ്ഞു, എനിക്ക് ആദ്യത്തെ പാട്ട് എങ്ങനെയോ കിട്ടി, പക്ഷെ എനിക്ക് സബ്ജക്റ്റുകൾ കിട്ടുന്നില്ല, എങ്ങനെ പാടും, എന്താ ഇപ്പം അങ്ങയുടെ പാടേണ്ടത് എനിക്ക് അറിയുന്നില്ല. അപ്പം പറഞ്ഞു, എൻ്റെ 6 മുഖങ്ങൾ 12 കൈകളുണ്ട്, എൻ്റെ കടമ്പമാല, ഭഗവാൻ കടമ്പമാല ഭയങ്കര ഇഷ്ടമാത്ര, അതുകൊണ്ട് കടമ്പനെ കടമ്പ എന്നൊക്കെ പറഞ്ഞ സ്തുതികളും ഉണ്ട്. അപ്പം കടമ്പ് ഇഷ്ടപ്പെടുന്ന എൻ്റെ കടമ്പമാല, എൻ്റെ 12 കൈകൾ, എൻ്റെ വേല്, എൻ്റെ മയില്, എൻ്റെ കോഴി. ഭഗവാന്റെ ഈ കോഴി എന്ന് പറയുന്നത് വിജയത്തിൻ്റെ പ്രതീകമാണ്. അസുരനെ സംഹരിച്ച ശേഷം ശൂരപത്മാവിൻ്റെ ഒരു ഉടൽ, അതും ഭഗവാന്റെ കാരുണ്യം. എല്ലാവരും കേൾക്കുക വധം എന്നാ പറയുക, പക്ഷെ ഇവിടെ ശൂരനെ വധിക്കുകയല്ല ചെയ്തത്, അവൻ്റെ തിന്മയെ മാറ്റി ഭഗവാൻ തൻ്റെ കൂടെ നിർത്തുക ചെയ്തത്. അതായത് ശൂരനെ വേലാൽ എറിഞ്ഞ് 2 കഷ്ണമായപ്പോൾ 2 പീസായിട്ട് അതിൽ ഒരെണ്ണം മയിലും ഒന്ന് കോഴിയാക്കിയെന്ന. ഈ മയിലിനെ അസുര മയിൽ എന്നാ പറയുക. അതല്ലാതെ മുന്നൊരു മയിലുണ്ട്, മൊത്തം ഭഗവാന് 3 മയിലുണ്ടെന്നാണ് പറയുന്നത്. ആദ്യം പ്രപഞ്ചത്തെ വരാൻ വേണ്ടി പ്രണവ മയിൽ എന്ന് പറയുന്നു, ആദ്യത്തെ മയിലാണ്. രണ്ടാമത് യുദ്ധത്തിന് പോകുന്ന വഴിക്ക് ദേവേന്ദ്രൻ മയിലായിട്ട് വന്നു, അതാണ് ദേവമയിൽ. പിന്നീട് ഇങ്ങനെ അസുരനെ സംഹരിച്ചതിനപ്പോൾ അത് അസുരമയിലായിരുന്നു. ഈ അസുരമയിൽ തിരുത്തണിയിലുള്ളത് അസുരമയിലാണെന്നാണ് പറയുന്നത്, അവിടുത്തെ ഒരു പ്രതിഷ്ഠ. അപ്പം അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ കോഴിയെ പറ്റിയിട്ടും ഒക്കെ പറയാൻ പറഞ്ഞു ഭഗവാൻ. അപ്പോൾ അദ്ദേഹം സന്തോഷമായിട്ട് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ വയലൂരിലുള്ള ഗണപതി, പൊയ്യ ഗണപതി എന്നാണ് അവിടുത്തെ ഗണപതിയുടെ പേര്. പൊയ്യില്ലാത്ത ആളാണ് പൊയ്യില്ല. അതുകൊണ്ട് അതായത് അദ്ദേഹം വളരെയധികം ഭക്തന്മാരുടെ ഇഷ്ടങ്ങൾക്ക് ആൻസർ ചെയ്യുന്നവനാണ്. പൊയ്യ ഗണപതിയെ പറ്റിയിട്ട് കൈത്തലൈ നിറൈക്കനി അപ്പമോട് അവൽപ്പൊരി കപ്പിയ കരിമുഖൻ അടിപേണ എന്ന് പറയുന്ന ഗണപതി സ്തുതി പാടി. അപ്പോൾ ഗണപതി ഭഗവാൻ അനുഗ്രഹിച്ചു. നടക്കട്ടെ, നന്നായിട്ട് പാട്ടുകളൊക്കെ നടക്കട്ടെ. ഏകദേശം 15,000-ഓളം തിരുപ്പുകൾ അദ്ദേഹം പാടി എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ലഭ്യമായിട്ടുള്ളത് 1500 ഉള്ളൂ. വളരെ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഗണപതിയെ പാടി. അവിടുന്ന് പിന്നെ വയലൂരിൽ നിന്ന് അദ്ദേഹം വിരാളിമലയ്ക്ക് പോയി. വിരാളിമലയിൽ എന്ന് പറയുന്ന സ്ഥലം, വിരാളിമലയും ഇതുപോലെ മധുരൈ ട്രിച്ചി റൂട്ടിലാണ് ഉള്ളത്. വിരാളിമലയിൽ പോകാൻ പറഞ്ഞു. വിരാളിമലയിൽ പോയപ്പോൾ ഭഗവാൻ അവിടെ 6 മുഖവും 12 കൈകളോടും കൂടിയിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. നമുക്ക് 6 മുഖവും കാണാം. അപ്പോൾ അങ്ങനെയുള്ള വിരാളിമലയിൽ പോയപ്പോൾ അദ്ദേഹത്തിന് കുറേ ഉപദേശങ്ങൾ ഭഗവാൻ കൊടുത്തു. അതിനുശേഷം ആവിനൻകുടിയിൽ വരാൻ പറഞ്ഞു. പഴനിയിലെ താഴെയുള്ള ആവിനൻകുടി, വലിയ മതിലൊക്കെ ആയിട്ടുള്ള നക്കീരൻ എന്ന് പറയുന്ന ഭക്തൻ പാടിയ തിരുമുറുകാറ്റുപടി, അതിലാണ് ഈ 6 പടയ വീടുകളെ പറ്റി പറയുന്നത്. അതിലെ 6 പടയിൽ ആവിനൻകുടിയുള്ളത്. പഴനി ആ കുന്നിൻ്റെ മുകളിലുള്ള ക്ഷേത്രമല്ല പറയണേ, ആവിനൻകുടി എന്ന് പറയുന്ന താഴത്തെ അമ്പലമാണ് പറയുന്നത്. അവിടെ ഭഗവാൻ മയിലിൻ്റെ മേലെ വേലുമായിട്ട് ഇരിക്കുന്ന ഒരു ഭാവമാണുള്ളത്. അപ്പം അവിടെ ചെന്ന സമയത്ത് ഭഗവാൻ ജപമാല കൊടുത്തു. അരുണഗിരി നിന്റെ സാധനയ്ക്കായിട്ട് ജപമാല ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ജപമാല കൊടുത്തു. അതുകൊണ്ട് അപകാര നിന്ദയിപ്പെട്ടുഴലാതെ എന്ന് പറയുന്ന സ്തുതിയിൽ ജപമാലൈ തന്ത സദ്ഗുരുനാഥ തിരുവാവിനൻകുടി പെരുമാളെ എന്ന് ഭഗവാനെ സ്തുതിച്ചിരിക്കുന്നു. അങ്ങനെ ഈ അരുണഗിരിനാഥൻ്റെ ജീവിതത്തിലെ ഓരോ ഇവൻറ്റ്സും തിരുപ്പുകളായിട്ട് ഇങ്ങനെ വന്നു, രണ്ടും പാരലായിട്ടാണ് പോകുന്നത് ഓരോന്നും. അങ്ങനെ അതുകൊണ്ടാണ് ആ കഥ ഞാൻ പറയുന്നത്. അങ്ങനെ അവിടെ നിന്ന് അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം തിരുച്ചെന്തൂർ പോയി. തിരുച്ചെന്തൂർ ഭഗവാൻ ശൂരസംഹാരം ചെയ്ത സ്ഥലമാണ്. ശങ്കരാചാര്യർക്ക് ഉദരവ്യാധിയൊക്കെ മാറ്റിയ ക്ഷേത്രമാണല്ലോ. അപ്പോൾ അവിടെ പോയ സമയത്ത് ഭഗവാൻ ഇങ്ങനെ അന്ന് എന്തോ ഉത്സവമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉത്സവ വിഗ്രഹം ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അത് കണ്ട സമയത്ത് ഭഗവാന് ഇദ്ദേഹത്തിന് തോന്നി മഹാദേവൻ നന്നായിട്ട് നൃത്തം ചെയ്യും. തില്ലൈ ചിദംബരത്തിൽ ആടുന്നവനാണ് അവൻ. ഹൃദയ ഗുഹയിൽ നൃത്തം ചെയ്യുന്ന ഭഗവാനെ മകനാണല്ലോ, അപ്പോൾ അങ്ങ് എങ്ങനെ നൃത്തം ചെയ്യാവോ എന്നൊരു ചിന്ത തോന്നി. അപ്പോൾ ഉടനെ ഉള്ളുന്ന് അപ്പം തന്നെ ഭഗവാൻ പറഞ്ഞു, അരുണഗിരി പിന്നിൽ നിന്ന് നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ എഴുന്നള്ളിപ്പ് പോകുന്നുണ്ട്, അതിൻ്റെ പിന്നിലേക്ക് വരാൻ പറഞ്ഞു. പിന്നിലേക്ക് പോയി നിന്നപ്പോഴേക്കും ഭഗവാൻ റെഡി ആയിട്ട് വന്നു. കുറേ ചിലമ്പ്, 4 ചിലമ്പ് കാലിട്ടുണ്ട് അത്രേ. 1-2 നമ്മൾ കേട്ടിട്ടുണ്ടാവും. തണ്ടയണി വെണ്ടയം കിങ്കിണി ചതങ്കയും തൻകഴൽ ചിലമ്പുടൻ കൊഞ്ചവേ. തണ്ടയിൽ അണിഞ്ഞിരിക്കുന്ന തണ്ടയണി വെണ്ടയം കിങ്കിണി ചതങ്കൈ ഇങ്ങനെയുള്ള 4 എണ്ണം, ഈ 4 ആംഗ്ലറ്റ്സ് ഇട്ടുകൊണ്ട് വന്നു. എന്നിട്ട് ഇനി നീ പാടിക്കോ.
പാടാതെ ഞാൻ ഡാൻസ് ചെയ്യില്ല, നീ പാട്. അപ്പോൾ അദ്ദേഹം ഈ പാട്ട് പാടി. അതുകൊണ്ട് നമുക്ക് ആ പാട്ട് വേണമെങ്കിൽ അറിയാം, ഭഗവാൻ അതനുസരിച്ച് നൃത്തം ചെയ്തു തരാം. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, സെന്തിലും എൻ്റെ മുൻ നൃത്തമാടും മുരുകോനെ എന്ന് അദ്ദേഹം അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ അദ്ദേഹത്തിന് മുന്നിൽ വെച്ചിട്ട് നൃത്തം ചെയ്തു എന്നാണ്. അങ്ങനെ അത് റെക്കോർഡ്. അങ്ങനെ ഭഗവാൻ നൃത്തം ചെയ്ത ഒരു സ്ഥലം തിരുച്ചെന്തൂരാണ്. അത് ഏതോ ഒരു ദിവസം എഴുന്നള്ളിപ്പിൻ്റെ സമയത്ത് നമുക്ക് നോക്കുമ്പോൾ ഭഗവാന്റെ ഉത്സവ വിഗ്രഹത്തിൻ്റെ ബാക്കിൽ നടരാജ കോലത്തിൽ ഭഗവാൻ ഇരിക്കും. അത് ഈ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനാണെന്നാണ് പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പോകുമ്പോഴാണ് ഈ തമിഴിലൊരു ചൊല്ലുണ്ട്, വില്ലുക്ക് വിജയൻ ചൊല്ലുക്ക് അരുണഗിരി. വില്ലുക്ക് വിജയൻ അർജുനൻ എങ്ങനെയാണോ അതുപോലെയാണ് ചൊല്ലുക്ക് അരുണഗിരി എന്ന്. അദ്ദേഹത്തിൻ്റെ വാക്കിൻ്റെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, മുത്തൈത്തിരു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു വിവരം കേട്ടാൽ മനസ്സിലാവുകയില്ല, പക്ഷെ അത്യധികം തത്വങ്ങൾ അതിലുണ്ടല്ലോ. അപ്പം ഈ ചൊല്ലിന് അരുണഗിരിക്ക് അപ്പുറം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ എത്രയും ഉയരത്തിലാണ് അദ്ദേഹത്തെ കൊണ്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പിന്നീട് അതുപോലെ തന്നെ കരുണയ്ക്ക് അരുണഗിരി എന്നുണ്ട്. അദ്ദേഹം വളരെയധികം കരുണയും വിനയും ഉള്ള ഒരാളായിരുന്നു. എത്ര തന്നെ ഭഗവാന്റെ ദർശനവും ഇതെല്ലാം ഉണ്ടെങ്കിലും കഴിവുണ്ടെങ്കിലും വളരെയധികം കാരുണ്യമുള്ള ആളായിരുന്നു. ആ കാരുണ്യത്തെ കാണിക്കുന്നതാണ് ഒരു കഥ. ഇദ്ദേഹം ഇങ്ങനെ പല ക്ഷേത്രങ്ങളിലും ഭഗവാൻ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു സ്ഥലത്തെത്തിയ സമയത്ത് കുറേ ആൾക്കാർ ചെവിയിൽ ബ്ലഡായിട്ട് വരുന്നുണ്ട്. ചെവി ഇല്ല, ഇങ്ങനെ ഒരു ചെവി ഇല്ല. അപ്പം ഇദ്ദേഹം ചോദിച്ചു, ഇതെന്ത് പറ്റി ചെറുപ്പക്കാരൻ? അപ്പം അതൊരു ഡിബേറ്റ് നടന്നു. പണ്ടൊക്കെ വാദപ്രതിവാദങ്ങൾ നടക്കുമല്ലോ കൊട്ടാരത്തിൽ. അപ്പം അങ്ങനെ ഡിബേറ്റ്സ് നടന്നപ്പോൾ തോറ്റു. അതുകൊണ്ടാണ് അതിനെന്തിനാ ചെവി ഇറക്കുന്നത്? അതാണ് പന്തയം. തോറ്റ ചെവി ഇറക്കും. അത് വില്ലി പുത്തൂരാൻ എന്ന് പറയുന്ന ഒരു വൈഷ്ണവ ജ്ഞാനിയുടെ ഒരു ജ്ഞാനിയല്ല, ഒരു വൈഷ്ണവായിട്ടുള്ള വളരെ ഒരു പണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ ഒരു കസ്റ്റമാണ് എല്ലായിടത്തും പോയി വെല്ലുവിളിക്കും. ഡിബേറ്റാണ്. അദ്ദേഹം ചില കാര്യങ്ങൾ പറയും സംസ്കൃതത്തിൽ, അതിൻ്റെ അർത്ഥം പറയണം. പറഞ്ഞിട്ടില്ലെങ്കിൽ ഡിബേറ്റിനുള്ളവരെ ചെവി അറക്കുക. അതാണ് ഒരു ഇത്. ചിലർക്ക് പണ്ടൊക്കെ കുടുംബം അറക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് അങ്ങനെ തോറ്റു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഇതെങ്ങനെ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആലോചിച്ചു, എന്നാൽ പിന്നെ ഒന്ന് പോയേക്കാം. ഭഗവാൻ പറഞ്ഞു പോയിക്കോ അവനെ ഒന്ന് ശരിയാക്കാനുണ്ട് മനസ്സിൽ തോന്നിച്ചു. അപ്പോൾ സജ്ജനങ്ങൾ എവിടെ പോകുന്നത് അതിനൊരു കാര്യം ഉണ്ടാവുമല്ലോ, ചുമ്മാ അല്ല. അപ്പം അരുണഗിരിക്ക് വാശി അങ്ങനെ ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം പോയി. അങ്ങനെ വില്ലിപുത്തൂരനെ അടുത്ത് പോയി. അപ്പോൾ വില്ലിപുത്തൂരൻ ചോദിച്ചു, ആരാ അത്, നിങ്ങൾ ആരാ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അച്ഛൻ മകനെ എന്ന് വിളിക്കും, അമ്മ ഉണ്ണി എന്ന് വിളിക്കും, സഹോദരൻ ഏട്ടാന്ന് വിളിക്കും, ഭാര്യ നാഥാന്ന് വിളിക്കും, മരിച്ചുപോയ പിണം എന്ന് വിളിക്കും, കത്തിക്കഴിഞ്ഞാൽ ചാരം എന്ന് വിളിക്കും. പക്ഷേ എനിക്ക് ഈ ഉടലിന് അരുണഗിരി എന്നാണ് പേര് എന്ന് പറയുന്നു. അപ്പം തന്നെ ഇങ്ങനെ നോക്കി, എന്താ വന്നത്? അപ്പോൾ ഇവിടെ ഒരു ഡിബേറ്റ് ഉണ്ട്, അതിന് വന്നതാണ്. ഡിബേറ്റിൻ്റെ റൂൾസ് അറിയാലോ, തോറ്റു കഴിഞ്ഞാൽ ചെവി ഇറക്കും. ആയിക്കോട്ടെ, നിങ്ങൾക്കും ബാധകമല്ലേ? അതെ, എന്നെ ആർക്കും തോൽപ്പിക്കാനൊന്നും പറ്റില്ല. ശരി, നോക്കാം. അപ്പം അദ്ദേഹം രാമായണത്തിൻ്റെ ഏതോ ഒരു സംസ്കൃതത്തിലെ കുറച്ച് കട്ടിയായിട്ടുള്ളൊരു സംഭവം പറഞ്ഞ് അപ്പോൾ അരുണഗിരിനാഥൻ അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു. ഇനി അരുണഗിരിനാഥൻ പറഞ്ഞു, ഞാനൊന്ന് പറയട്ടെ. അപ്പം ഇത് സ്കന്ദ അന്താദി, അഭിരാമി അന്താദി എന്ന് പറയുന്ന ഒരു സ്തുതിയാണ് തമിഴിൽ. അതുപോലെ സ്കന്ദ അന്താദിയുടെ പ്രകാരം അന്തം ആദ്യം വരിക, അതായത് അവസാനിക്കുന്ന ലൈനായിരിക്കും അടുത്ത പാട്ടിൻ്റെ തുടക്കം വരിക. അതുകൊണ്ടാണ് അന്താദി എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു പാട്ട് പാടി, എനിക്കത് പാടാൻ കിട്ടില്ല, അതിൻ്റെ ഒരു ലൈൻ മാത്രമേ എനിക്കറിയുള്ളൂ. തിതത്തെയ്താത തുതിത്തോ തികിത്തുത്തത്, ഇതൊരു ലൈൻ. ഇതുപോലെ 4 ലൈനുണ്ട്. ഇതിൻ്റെ അർത്ഥം പറയുമെന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം ഇങ്ങനെ മനസ്സിലായി. അപ്പം തന്നെ ഇനിയിപ്പോൾ ഒന്നും നടക്കില്ല, ഉടനെ തന്നെ കാലിൽ വീണു, എനിക്കറിയില്ല ഇതിൻ്റെ അർത്ഥം, ചെവി അർത്ഥോളൂ എന്ന് പറയും. അപ്പോൾ അരുണഗിരി പറഞ്ഞു, വേണ്ട, നമുക്ക് വേണ്ടതൊരു വിനയമാണ്. നിങ്ങൾക്ക് നല്ല അറിവില്ല, എന്തിനാ നിങ്ങൾ ഇതിനിങ്ങനെ ചെവി ഇറക്കുന്ന പരിപാടിക്കൊക്കെ പോകണം, നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ തിരുത്തിയിട്ട് ഇതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞു വെച്ചാൽ, എനിക്കത് മുഴുവൻ കിട്ടില്ല. തിതൈത്തൈ താത, തിതിത്തൈ എന്ന ചിദംബരത്തിൽ നൃത്തം ചെയ്യുന്ന താതൻ്റെ മകനെ എന്നാണ് അതിൻ്റെ ആദ്യത്തെ ലൈൻ. പിന്നെ കുറേ ഉണ്ട് അതിനകത്ത്, അങ്ങനെയുള്ള മുരുകനെ എന്നാണ് ആ സ്തുതി. അപ്പോൾ ഇത് കേട്ടോ, അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വില്ലിപുത്തൂരാൻ്റെ ഒരു അഹങ്കാരം ശമിപ്പിച്ചിട്ട് കരുണയുടെ ഒരു വഴിവായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. പിന്നീട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ്, പിന്നീട് യാത്ര ചെയ്യല്ല, പിന്നീട് പല സ്ഥലങ്ങളും പോയിട്ടുണ്ട്. അതിൽ തിരുച്ചെങ്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലം, തിരുച്ചെങ്കോട് നാഗമല എന്നൊക്കെയാണ് പറയുക. തിരുച്ചെങ്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ അർദ്ധനാരീശ്വരനായിട്ട് തന്നെ ഭഗവാന്റെ പ്രതിഷ്ഠയുണ്ട്. ശിവനും പാർവതിയും അർദ്ധനാരീശ്വരനായിട്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണത്. അപ്പോൾ അവിടെ പോയ സമയത്ത് ഭഗവാന്റെ ഭംഗി എന്ന് വെച്ചാൽ 2 കൈയാണ് ഭഗവാന്, ഒരു കയ്യിൽ വേലും ഒരു കയ്യിൽ കോഴിയാണ് പിടിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു സൗന്ദര്യം കണ്ടിട്ട് പറയാം,
ചെങ്കോട്ട് വേലനെ കാണാൻ എനിക്ക് 4000 കണ്ണ് തന്നില്ലല്ലോ ബ്രഹ്മദേവൻ എന്ന്. പക്ഷെ എനിക്ക് 2 കണ്ണുകൊണ്ട് ഇത് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല, 4000 കണ്ണ് തന്നിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെയുള്ളൊരു കാര്യങ്ങളുണ്ട്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്തുതിയുണ്ട്, തലൈനാളിൽ പദമേട്രി എന്ന് പറയുന്ന സ്തുതിയിൽ ഭഗവാൻ പല പല ഉപദേശങ്ങൾ, ഈ പല തത്വങ്ങൾ, അണിമ ഗണിമ തുടങ്ങിയ ഈ അഷ്ടസിദ്ധികളും ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അതുപോലെ ഈ ഒരു ശരീരത്തിൽ നിന്ന് വേറൊരു ശരീരത്തിലേക്ക് പോകേണ്ട ഉണ്ടല്ലോ, കൂട് വിട്ട് കൂടുമാറ്, അങ്ങനത്തെ അതും അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഭഗവാൻ. അങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ പല തത്വങ്ങളും. അപ്പം തലൈനാളിൽ പദമേട്രി എന്നുള്ള ഒരു തിരുപ്പുകളിൽ ആദ്യം പദം ഭഗവാൻ 2 കാലും തൻ്റെ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു എന്ന്, പാദദീക്ഷ കൊടുത്തു എന്ന് പറയുന്നു. അതിനുശേഷം പഞ്ചാക്ഷരത്തെ ഉപദേശിച്ചു എന്നും, പിന്നീട് അതിനുശേഷം ജ്ഞാനനിലയിൽ ഇടാപിംഗ്ല സുഷുമ്നയിൽ കൂടെ കുഴിമുനൈ എന്നാണ് പറയുന്നത്. സുഷുമ്നെ അങ്ങനെയാണ് തമിഴിൽ അവരുടെ ഭാഷയിൽ. കുഴിമുനയിൽ കൂടെയുള്ള ആ ഒരു ജ്യോതിയുടെ പ്രയാണത്തെ എനിക്ക് അനുഭവപ്പെടുത്തി തന്നു എന്ന് പറയുന്നു. പിന്നീട് മുണ്ടകോപനിഷത്ത് പഠിപ്പിച്ചു എന്നാണ്. അപ്പം മുണ്ടകോപനിഷത്തിൽ ഒരുപാട് ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. മുണ്ടകോപനിഷത്ത് ഭഗവാൻ പഠിപ്പിച്ചു എന്ന് പറയുന്നു. പിന്നെ തമിഴ് പഠിപ്പിച്ചു എന്ന് പറയുന്നു. എനിക്ക് അഴകിയ തമിഴ് എനിക്ക് പറഞ്ഞു തന്നു ഭഗവാൻ എന്ന്. അപ്പോൾ തമിഴിൽ ഒരുപാട് സീക്രറ്റ്സ് ഉണ്ട് എന്നുള്ളതാണല്ലോ. പിന്നെ ഭഗവാന്റെ സ്വരൂപവും തമിഴുമായിട്ട് വളരെയധികം അഭേദ്യമായ ബന്ധമുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഒരു തിരുപ്പുകളുണ്ട്. പിന്നെ തിരുജ്ഞാന സംബന്ധർ, ഭഗവാന്റെ കുറേ അവതാരങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതിലൊരു 2 മെയിനായിട്ടുള്ളൊരു അവതാരമാണ് തിരുജ്ഞാന സംബന്ധർ. തിരുജ്ഞാന സംബന്ധർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കയ്യിൽ നമ്മുടെ ഗുരുകുലത്തിൽ ഒരു ഫോട്ടോ ഉണ്ട് 4 പേരുടെ. ആ ഗുരുക്കന്മാരെ വെച്ചിട്ടുള്ള അതിൻ്റെ താഴെയായിട്ട് 4 പേരിങ്ങനെ നിൽക്കുന്ന ഫോട്ടോയിൽ ഒരാളിങ്ങനെ ഇലത്താളം പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. അതാണ് തിരുജ്ഞാന സംബന്ധർ, അറിയാമായിരിക്കും. ആ തിരുജ്ഞാന സംബന്ധരെ ഭഗവാന്റെ അവതാരമായിട്ടാണ് അരുണഗിരിനാഥർ പറയുന്നത് പല സ്തുതികളിലും. കാരണം ഈ തിരുജ്ഞാന സംബന്ധർ ശരിക്കും അതായത് ഭഗവാനെ പറ്റി, ശിവനെ പറ്റിയിട്ട് പാടി നടന്ന സ്ഥലമാണ്. പക്ഷെ ശരിക്കും ഒരു മകനെ പോലെ തന്നെയായിരുന്നു. നമ്മൾ ആ ഭക്തിയുടെ ഭാവം ഒരു സന്താനം എന്നുള്ള ഭാവമായിരുന്നു. അതുപോലെ തന്നെ അപ്പോൾ അദ്ദേഹത്തെ അവതാരമായിട്ടാണ് കാണുന്നത് തിരുജ്ഞാന സംബന്ധരെ. അതുപോലെ തന്നെ ഈ കയ്യിലുള്ള ഇലത്താളത്തെ ശിവവാദ്യമായിട്ടാണ് പറയുന്നത്. ഈ തിരുജ്ഞാന സംബന്ധർ ചെറുപ്പത്തിലേ ഭഗവാനെ പറ്റിയിട്ട് കൈതട്ടി പാടും അത്രേ, 3 വയസ്സ് തൊട്ടിട്ട്. അപ്പോൾ കൈ വേദനിക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാനാണ് ഉണ്ടാക്കി കൊടുത്തതെന്നാണ് ഇലത്താളം. അതുകൊണ്ട് തന്നെ ഈ ഇലത്താളത്തെ ശിവവാദ്യമായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഇലത്താളം അപ്പോൾ കൊട്ടിയ സമയത്ത് സൗണ്ട് വന്നില്ല അത്രേ. ദേവി എന്നെ ഓർക്കട്ടെ, എന്നിട്ട് എന്നെ പറ്റി സ്തുതിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം എന്നിട്ടേ സൗണ്ട് വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തിരുജ്ഞാന സംബന്ധരെ ദേവിയെ പറ്റിയിട്ടൊരു സ്തുതി ചെയ്തു എന്നാണ്. അപ്പോൾ അതിൽ ദേവി ശബ്ദമായിട്ട് ഓസൈ എന്നാ പറയുക, തമിഴിൽ ഓസയായി വന്നിരുന്നുകൊണ്ട് ആ ക്ഷേത്രത്തിനെ ഓസൈ നായകി എന്നാ പറയുക. ആ ദേവി ഊമകളെ പോലും സംസാരിപ്പിക്കുന്ന ദേവിയാണെന്നാണ് പറയുക. ഇപ്പോഴും അതവിടെ ഉണ്ട്, ഓസൈ നായികി. അപ്പം ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നമുക്ക് തിരുപ്പുകളിൽ കാണാം തിരുജ്ഞാന സംബന്ധരെ പറ്റി പറയുമ്പോൾ. പിന്നെ തിരുജ്ഞാന സംബന്ധര ഒരു സംഭവമുണ്ട്, നമ്മൾ ഈ ഈശയിൽ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ, മന്ദിരമാവത് നീര് വാനവർ മേലത് നീര് എന്നൊക്കെ പറഞ്ഞിട്ട് ഈശ നന്നായിട്ട് അത് പാടുന്നുണ്ട്. അതായത് ഭസ്മത്തെ പറ്റിയിട്ടുള്ള പാട്ടാണ്, തിരുജ്ഞാന സംബന്ധരെ പാടിയതാണ്. നീര് എന്ന് പറയുന്നത് ഭസ്മത്തെ പറ്റിയിട്ട്, വിഭൂതിയെ പറ്റിയിട്ട്. അതായത് ഒരിക്കൽ മധുരയിലെ രാജാവിന് ഒരു പ്രത്യേക അസുഖം വന്നു, ക്ഷീണമായിട്ട് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് മാറുന്നില്ല. അപ്പോൾ അവിടെ അന്ന് ജൈനിസം കുറച്ച് ശക്തി പ്രാപിക്കുന്ന സമയമാണ്. അപ്പോൾ ജൈനന്മാർ വന്നിട്ട് അവരിങ്ങനെ മയിൽപ്പീലി കൊണ്ട് ഒഴിയുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. അങ്ങനെ കുറേ പേരെ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അവിടത്തേക്കാണ് ഈ തിരുജ്ഞാന സംബന്ധരായിട്ടുള്ള ഭഗവാൻ കയറിപ്പോകുന്നത്. ഇതെല്ലാം തിരുപ്പുകളിലുള്ളതാണ്. അപ്പോൾ കയറിപ്പോകുന്ന സമയത്ത് അസുഖമായിട്ട് ഇവരെന്ത് ചെയ്തിട്ട് മാറുന്നില്ല. അപ്പോൾ തിരുജ്ഞാന സംബന്ധർ ഉടനെ കുറച്ച് ഭസ്മം കയ്യിലെടുത്തിട്ട് ഈ പാട്ട് പാടിയതാണ്, മന്ദിരമാവത് നീര് വാനവർ മേലത് നീര്. ഇത് ചൊല്ലിയിട്ട് ആ ഭസ്മം ഇടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അസുഖം മാറുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പരാമർശങ്ങളും ഇതിനകത്ത് കാണുന്നുണ്ട് തിരുപ്പുകളിൽ. പിന്നീട് ഈ തിരുപ്പുകൾ ഒരിക്കലും ഒരു കോടതി വിധിയെ സഹായിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 1870 കാലഘട്ടത്തിൽ ചിദംബര ക്ഷേത്രത്തിൽ മുഖ്യ പൂജ ആര് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു കേസ് നടന്നു. അതായത് ഭഗവാൻ തന്നെ കൊണ്ടുവന്ന് പഠിപ്പിച്ച അന്തണരുണ്ട്. 3001 കുറയെ 2999 അന്തണന്മാർ ആണ് ചെയ്യാന്നാണ് പൊതുവെ പറയുന്നത്. പണ്ട് ഭഗവാൻ തന്നെ ഇത് പഠിപ്പിച്ച ആൾക്കാരാണ്, ശിവൻ തന്നെ. പക്ഷേ വേറെ പുരോഹിതന്മാർ പുതിയതായിട്ട് വന്നു. അവർക്ക് നോക്കാൻ പറ്റാത്ത സമയത്ത് തൽക്കാലം നോക്കിയ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾക്കാണ് അവകാശം. അപ്പോൾ അങ്ങനെ സമയത്ത് കോടതിക്ക് ഇത് എന്താ, അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഡിജിറ്റലൈസേഷൻ ഒന്നും അല്ല. അപ്പോൾ എങ്ങനെ ഇതിനെ പറ്റിയിട്ടൊരു എങ്ങനെ നമുക്ക് തീരുമാനം എടുക്കണമെന്ന് അറിയാതിരിക്കുമ്പോൾ ഒരാൾ വടക്കേപ്പാട്ട് സുബ്രഹ്മണ്യ ശാസ്ത്രി എന്ന് പറയുന്ന ആള് തിരുപ്പുകൾ അന്ന് അയാൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ അതിൽ 3000 അന്തണരാൽ പൂജിക്കപ്പെടുന്ന തില്ലൈ ചിദംബരനാഥ എന്ന് പറയുന്ന ഒരു സ്തുതിയുണ്ട്. അപ്പോൾ അതിലുണ്ട് അന്തണരാണ് 15ാം നൂറ്റാണ്ടിൽ പൂജ ചെയ്തത് എന്നുള്ളതിൻ്റെ തെളിവുണ്ട്. അപ്പോൾ ഇത് കാണിച്ച ആ കോടതി വിധി ഈ അന്തണർക്ക്
അനുകൂലമായിട്ട് വന്ന ഒരു ചരിത്രമുണ്ട്. പിന്നീട് വള്ളി പരിണയത്തെ പറ്റിയിട്ട് ജനീഷേട്ടൻ പറഞ്ഞിരുന്നു. അത് വളരെയധികം ഇമ്പോർട്ടൻസോടുകൂടെ അരുണഗിരിനാഥർ പറയുന്നുണ്ട്. കാരണം ഒരു ജീവാത്മാവ് പരമാത്മാവിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സ്, ജീവബ്രഹ്മയ്ക്ക് ഭാവം ഉണ്ടല്ലോ, ഇത് ആ ഒരു അനുഭൂതി, ഇത് ജീവാത്മാവ് എഫേർട്ട് എടുത്തിട്ട് അങ്ങോട്ട് പോവാണല്ലോ. അപ്പം ഇത് ചില സമയത്ത് ജീവാത്മാവിന് ഇതൊന്നും ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടാവും, പക്ഷെ ക്വാളിറ്റി ഉള്ള ആളായിരിക്കാം. അങ്ങനെയുള്ള സമയത്ത് ഭഗവാൻ തന്നെ ചിലപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരും അത്രേ. അതിനെയാണ് വള്ളി സന്മാർഗം എന്നാണ് അതിന് പേര് പറയുന്നത്. കാരണം വള്ളി ദേവി ഒരു വേടത്തിയായിരുന്നു. പൂർവ്വജന്മത്തിൽ ഭഗവാനെ വിവാഹം കഴിക്കാൻ വേണ്ടി തപസ് ചെയ്ത് ഭഗവാൻ പറഞ്ഞു, ഒരാൾ ദേവസ്ത്രീയായിട്ടും ഒരാൾ മനുഷ്യകുലത്തിലും ജനിക്കാൻ പറഞ്ഞിട്ടാണ്. ഒരാൾ ദേവസേനയായതും ദേവേന്ദ്രൻ്റെ മകളായതും മറ്റൊരാൾ വേടത്തിയായതും. അപ്പോൾ ഈ വേടത്തിയായിട്ട് ജനിച്ച വള്ളി ദേവി തനിക്ക് ഭഗവാനെ തന്നെ ഞാൻ സ്വീകരിക്കുള്ളൂ എന്നുള്ള ഉള്ളിലുണ്ടെങ്കിലും വേറെ ആരെയും നോക്കില്ല. ഭഗവാൻ തന്നെ ഒരു സാധുക്കളായി വന്നാൽ ഒരു അനുഭവം വരുന്നത്, ഭഗവാൻ തന്നെ ഒരു വൃദ്ധനായിട്ട് വരുന്നു, അതുപോലെ ഒരു നല്ല യുവകോമളനായിട്ട് വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് വള്ളിദേവി അങ്ങ് ശകാരിച്ച് വിടുക ചെയ്യുന്നത്. അപ്പോൾ ഈ പരമാത്മാവ് നമ്മുടെ അടുത്തേക്ക് വന്നിട്ടും ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടും മായയാൽ മൂടപ്പെട്ടിരിക്കുന്ന ജീവാത്മാവായ വള്ളിക്ക് അറിയുന്നില്ല. അപ്പോഴാണ് ഗുരുവായിട്ടുള്ള ഗണപതി പീഡിപ്പിക്കുന്നത്. വലിയൊരു ആനയായി വന്ന് വള്ളിദേവി പീഡിപ്പിക്കുമ്പോൾ വള്ളിദേവി ഓടിപ്പോയിട്ട് ഭഗവാനെ പുണരുക ചെയ്യുന്നത്. ഭഗവാൻ ഒരു വൃദ്ധനായി വന്നിട്ട് വിവാഹം കഴിക്കാൻ ചോദിച്ചപ്പോൾ, ഈ വയസ്സനായ നിങ്ങൾ എന്നെ വിവാഹം കഴിക്കുകയാണോ, നിങ്ങൾ എന്താ ഈ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ദേവി തിരിച്ചു ഓടുമ്പോൾ വലിയൊരു ആനയായിട്ട് ഗണപതി വരികയാണ്. ഇത് നമുക്ക് വള്ളിമല എന്ന് പറയുന്ന സ്ഥലം, കാട്ട്പാടിയിൽ നിന്ന് 19 കിലോമീറ്റർ മാറി വള്ളിമല, അവിടെ നമുക്ക് ഈ അനുഭവങ്ങളെല്ലാം നമുക്ക് കാണാം. വലിയൊരു പാറയുണ്ട്, അത് കണ്ടാൽ ഗണപതിയെ പോലെ തന്നെ ഇരിക്കും. പിന്നെ വള്ളിദേവി ഭഗവാന് തിനൈമാവും തേനും, ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിവേദ്യമാണെന്ന് പറയാം. തിനൈമാവും തേനും കൂടെ ചേർത്തിയിട്ട് വള്ളിദേവി ഭഗവാന് കൊടുത്തിരുന്നു അത്രേ. അപ്പം അതിൻ്റെ ഒരു സ്ഥലമുണ്ട്. ദേവി ഭഗവാന് കൊടുത്ത വെള്ളം കൊടുത്തൊരു സ്ഥലമുണ്ട്. ഇതെല്ലാം നമുക്ക് അവിടെ പോയാൽ കാണാൻ പറ്റും. അപ്പം ഈ ഗണപതിയെ കണ്ട് പേടിച്ചിട്ട് ഈ വള്ളിദേവി തിരിച്ചു ഓടുമ്പോൾ ഈ വൃദ്ധനെയാണ് കെട്ടിപ്പിടിക്കുന്നത്. അപ്പോഴാണ് നോക്കുമ്പോൾ അത് ഭഗവാനാവുന്നത്. അപ്പോൾ വള്ളിദേവിക്ക് മനസ്സിലായോ, ഞാൻ അറിയാതെ അങ്ങേ ശകാരിച്ചുവല്ലോ, എന്നോട് ക്ഷമിക്കണേ. അപ്പം ഇവിടെ അജ്ഞാനത്താൽ മൂടപ്പെട്ട ജീവനെ രക്ഷിക്കാൻ ഭഗവാൻ തന്നെ ഇങ്ങോട്ട് വരുന്നതിനെ വള്ളി സന്മാർഗം എന്ന് പറയുന്നു. ഈ വള്ളി സന്മാർഗം സ്വാമി തന്നെ മഹാദേവന് പറഞ്ഞു കൊടുത്തു എന്ന് ഈ തിരുപ്പുകളിൽ പറയുന്നു. ഇങ്ങനെ ഒരു സമ്പ്രദായം കൂടിയുണ്ട്. ഞാൻ തന്നെ പോയി രക്ഷിക്കുന്ന, തമിഴിലെ ആൾക്കൊള്ളുക എന്നാ പറയാം. നമ്മൾ ചെയ്യുന്നത് സറണ്ടറും, ഭഗവാൻ നമ്മളെ സ്വീകരിക്കുന്ന ആൾക്കൊള്ളുക എന്ന് പറയാം. അപ്പോൾ ഞാൻ ആൾക്കൊണ്ട കഥ ഭഗവാൻ സ്വാമി തന്നെ മഹാദേവന് പറഞ്ഞു കൊടുത്തായിട്ട് അരുണഗിരിനാഥർ പറയുന്നു. ഇതിനെ വള്ളി സന്മാർഗം എന്നാണ് പറയാ. പിന്നെ ഭഗവാന്റെ അവതാര സമയത്ത് പറഞ്ഞുവല്ലോ, മഹാദേവൻ തൻ്റെ ദിവ്യ ചൈതന്യം ഇങ്ങനെ എടുത്തിട്ട് അഗ്നിക്ക് കൊടുത്തു എന്ന്. അപ്പോൾ ഈ ദിവ്യ ചൈതന്യം ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരു കഥ പറയുന്നത് സ്കന്ദപുരാണത്തിലെ, പാർവതി ദേവി ആ പ്രകാശം കണ്ടിട്ട് ഓടുന്നു, ഒന്ന് മാറി, ആ വലിയ പ്രകമ്പനം കണ്ടിട്ട് ദേവി അവിടെ നിന്ന് ഇങ്ങനെ മാറുന്നു, അതിൻ്റെ പ്രഭ കാരണം. അപ്പോൾ ആ സമയത്ത് ദേവി അവിടെ നിന്ന് ഓടിപ്പോകുന്ന സമയത്ത് ദേവിയുടെ കാൽച്ചിലമ്പുകൾ തട്ടിയിട്ട്, അതിൽ കാൽച്ചിലമ്പുകളിൽ നവരത്നങ്ങൾ ഉണ്ടെന്ന് പറയാം. വൈഡൂര്യം, വജ്രം, മരതകം തുടങ്ങിയ നവരത്നങ്ങളുണ്ട്. അപ്പോൾ ഈ നവരത്നങ്ങൾ, ആ ചിലമ്പ് പൊട്ടി ആ നവരത്നങ്ങൾ താഴെ വീഴുകയും അതിന് ജീവൻ കിട്ടി, അത് സ്ത്രീകളായി മാറിയുന്ന, അങ്ങനെ വജ്രവല്ലിയും മരതകവല്ലി, പുഷ്യരാഗവല്ലി, അങ്ങനെയുള്ള 9 സ്ത്രീകളുണ്ടായിരുന്നു അത്രേ. എന്നിട്ട് ഈ 9 സ്ത്രീകൾക്കും ഭഗവാന്റെ ഈ ദിവ്യ ചൈതന്യം, മഹാദേവൻ ആ ചൈതന്യത്തെ അഗ്നിക്ക് കൊടുക്കുന്നതിന് മുന്നേ ഈ ചൈതന്യത്തിൻ്റെ ഒരു മിറർ ഇമേജ്, നമ്മളൊരു ഇത് കിട്ടുമല്ലോ, റിഫ്ലക്ഷൻ. അങ്ങനെ ഈ റിഫ്ലക്ഷൻ ഈ സ്ത്രീകളിലെല്ലാം വന്നിട്ട് ഈ സ്ത്രീകളും ഗർഭിണികളായി എന്നും, അങ്ങനെ 9 സഹോദരന്മാർ ഭഗവാൻ ഉണ്ടെന്ന് പറയുന്നു. അതിനെയാണ് നവവീരന്മാരെന്ന് പറയാം. അതിലൊരാളാണ് വീരബാഹു, വേറെ വീരമാർത്താണ്ഡൻ, വീരകേസരി, ഇങ്ങനെയുള്ള 9 സഹോദരങ്ങൾ ഭഗവാനുള്ളതായിട്ട് സ്കന്ദപുരാണം പറയുന്നു. തിരുത്തണിയിലും തിരുച്ചെന്തൂരിലെല്ലാം ഇത് നമുക്ക് കാണാൻ പറ്റും. ഇവരെ ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ വെച്ചിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഇതും തിരുപ്പുകളിൽ പറയുന്നുണ്ട്. പിന്നെ ഭഗവാന്റെ ആദ്യത്തെ വാഹനമായിട്ട് പറയുന്നത് മയിലല്ല, ആടിനെയാണ് വാഹനമായിട്ട് പറയുന്നത്. അതായത് ഭഗവാൻ ബാലനായി വന്ന സമയത്ത്, ജനിച്ച് കുറച്ച് കഴിഞ്ഞ സമയത്ത് വളരെ ഒരു യാഗം ചെയ്യുന്നുണ്ട് ദേവന്മാർ. അപ്പം അതിൽ യാഗം ചെയ്യുന്ന സമയത്ത് മന്ത്രങ്ങളിൽ ചില തെറ്റ് വന്നപ്പോൾ ഒരു വലിയൊരു ആട് ഉണ്ടായി വന്നു അത്രേ. ഈ ആട് ദേവലോകം മുഴുവൻ പ്രശ്നമാക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ പോയി ആടിനെ ഒന്ന് മെരുക്കി. അപ്പോൾ ആട് പറഞ്ഞു, ഇനി എനിക്ക് വേറെ എവിടെയും പോകാൻ പറ്റില്ല, മൊത്തത്തിലൊരു
ബാഡ് ഇമേജ് ആയി, അപ്പം ഇനി അങ്ങ് തന്നെ സ്വീകരിക്കുക. അപ്പം ഭഗവാൻ എൻ്റെ മേലെ കയറിയിട്ട് കൈലാസത്തിലേക്ക് വന്നു അത്രേ. അപ്പോൾ ആട് അജയ് വാഹനൻ ആയവനെ എന്നുള്ള ഒരു സ്തുതി തിരുപ്പുകളിലുണ്ട്. അപ്പോൾ അഗ്നിയുടെ വാഹനമായിട്ടോ ആടിനെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ആദ്യത്തെ വാഹനം ആടാണെന്ന് പറയുന്നു. പിന്നെ അതുകൂടാതെ തന്നെ ഐരാവതം, അതുപോലെ കുതിര, അതെല്ലാം വാഹനങ്ങളായി തിരുപ്പുകളിൽ പറയുന്നുണ്ട്. പിന്നെ ഭഗവാൻ ഇവിടെ അജിത്തേട്ടൻ പറഞ്ഞ പോലെ അഭിഷേക പ്രിയനാണല്ലോ ഭഗവാൻ. അതിൽ ഏറ്റവും ഭഗവാനെ ഇഷ്ടപ്പെട്ട അഭിഷേകമായിട്ട് അരുണഗിരിനാഥർ പറയുന്നത് പാലും തേനും എല്ലാം ഭഗവാൻ ഇഷ്ടമാണെങ്കിലും അങ്ങയെ പറ്റി സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭക്തർ ആനന്ദ കണ്ണീരൊഴുക്കുമ്പോൾ അതിൽ കുളിക്കാനാണ് അവിടത്തേക്ക് ഇഷ്ടം എന്നാണ് പറയുന്നത്. പക്ഷെ ഭഗവാൻ ആ ഭക്തി രസം അത്രയും അതാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് അരുണഗിരിനാഥർ പറഞ്ഞിരിക്കുന്നു. പിന്നെ തന്നെ ഞാൻ ആദ്യം ചൊല്ലിയ സ്തുതിയുണ്ട്, വിഴുക്കുത്തുണൈ. ഇത് സ്കന്ദ അനുഭൂതി. ഈ തിരുപ്പുകളിൽ കുറേ അധികം ഇതുണ്ട്. സ്കന്ദ അനുഭൂതി, സ്കന്ദ അലങ്കാരം, വേൽ വിരുത്തം, വേലിനെ പറ്റിയിട്ട്, മയിൽ വിരുത്തം, സേവൽ വിരുത്തം, ദേവേന്ദ്ര സംഘ വകുപ്പ്, ഇങ്ങനെ കുറേ സ്തുതികളാണുള്ളത്. അതിലെ സ്കന്ദ അലങ്കാരത്തിൽ ഒരു സ്തുതിയാണ്. അപ്പോൾ അതിൽ പറഞ്ഞു മുരുക എന്ന ഒന്നല്ല, അത് 3 ദൈവമാണെന്ന് പറയുന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് തിരുപ്പുകൾ പറഞ്ഞത്. മുരുക എന്നും നാമങ്ങൾ എന്നാണ് പറയുന്നത്, നാമം എന്നല്ല പറഞ്ഞത്. മുരുക എന്നും നാമങ്ങൾ എന്നാണ് സ്തുതി. അപ്പോൾ നാമങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ അതിലുണ്ടായിരിക്കണമല്ലോ. അപ്പോൾ ത്രിമൂർത്തികൾ ഭഗവാനിൽ അടങ്കമാണെന്ന് പറയുന്നു. നമ്മൾ തിരിച്ച് അരുണഗിരിനാഥറിലേക്ക് എത്താം. അരുണഗിരിനാഥരുടെ ഫൈനൽ കൂടെ പറയാതിരുന്നാൽ പൂർണ്ണാവില്ല. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പല സ്ഥലത്തും ഇങ്ങനെ ഓരോ സ്ഥലത്തും പോയി ഭഗവാനെ സ്തുതിച്ചു. അങ്ങനെ പോയ ശേഷം അങ്ങനെ ഇരിക്കുകയാണ്. തിരുവണ്ണാമലയിലെ രാജാവിന് പ്രഭുഡരേവ രാജൻ, ഇദ്ദേഹത്തെ വളരെയധികം ഇഷ്ടമായിരുന്നു അരുണഗിരിനാഥരെ. അപ്പോൾ അവിടുത്തെ രാജഗുരു ഒരു ഭദ്രകാളി ഉപാസകനായിരുന്നു. അദ്ദേഹത്തിന് ഇഷ്ടമല്ല അരുണഗിരിനാഥരെ. കാരണം അദ്ദേഹം വലിയൊരു ഈഗോടമായിരുന്നു, അഹന്തയും ഒക്കെയുള്ള ആളാണ്. വളരെ തപസ്സൊക്കെ ചെയ്ത ആളാണ്, ദേവി പ്രത്യക്ഷം വന്നിട്ടുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിന് വളരെയധികം ഈഗോ ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ അരുണഗിരിനാഥരെ പറ്റി എല്ലാവരും നല്ലത് പറയുമ്പോൾ ഇദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തോട് പറഞ്ഞു, രാജാവിനെ ഒരു ദിവസം ഈ രാജമന്ത്രി കണ്ടിട്ട് പറഞ്ഞു, രാജാവ് ഈ അരുണഗിരിനാഥരെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? നല്ലൊരു മനുഷ്യനാണ്, നിറഞ്ഞ വ്യക്തിയാണ്. എന്നാൽ അങ്ങനെയൊന്നും അല്ല, അയാൾക്ക് ബാക്ക് ഹിസ്റ്ററി വളരെ മോശമാണ്. അയാൾ സ്ത്രീകളുടെ പിന്നാലെയൊക്കെ പോയ അയാളാണ്, വിശ്വസിക്കാൻ പറ്റില്ല, വെറുതെ എന്തോ ഒരു മാസ്ക് ഇട്ട് നടക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ ജ്ഞാനിയാണ്, എനിക്കത് ഉറപ്പുണ്ട്. അദ്ദേഹത്തിന് ഭഗവാൻ വിളിച്ചാൽ വെളിപ്പുറത്താണെന്ന് പറയുന്നത്. അതൊക്കെ വെറുതെ പറയുന്നത്. എൻ്റെ അമ്മ വിളിച്ചാൽ വേഗം വരുമല്ലോ, വേണമെങ്കിൽ നമുക്കൊരു പന്തയം വെക്കാം, നമ്മൾ ആരെയാണ് അവരവരുടെ ഉപാസനമൂർത്തി വിളിച്ച് കാണിക്കാൻ നോക്കാം എന്ന് പറയുന്നു. അപ്പം രാജാവ് ആലോചിച്ചപ്പോൾ എന്താ ലോട്ടറിയായി. എന്താ വെച്ചാൽ ഒരുപാട് ധ്യാനവും ഹോമവും പൂജയൊക്കെ ചെയ്താലേ ഏതെങ്കിലും ഒരു ദേവത വരുള്ളൂ. ഇതിപ്പോൾ എന്താ ബോണസായി, രണ്ടും വരികയാണെങ്കിൽ രണ്ടും ആയല്ലോ. അപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ എന്നാൽ ആയിക്കോട്ടെ. അങ്ങനെ അരുണഗിരിനാഥർക്ക് മെസ്സേജ് കിട്ടി. ഇങ്ങനെ രാജാവ് പറയുന്നു, രാജശാസനാണ്, ഭഗവാനെ വിളിച്ച് കാണിക്കണം, അത് വേദിയൊക്കെ തയ്യാറായിട്ടുണ്ട്. അന്നൊക്കെ മെയിൻ ക്ഷേത്രങ്ങളാണല്ലോ. അപ്പോൾ തിരുവണ്ണാമലയിൽ ഇന്ന സമയത്ത് ഹാജരാകണം. അപ്പോൾ അരുണഗിരിനാഥർ അങ്ങോട്ട് അയച്ചു. പോയി കണ്ടു രാജാവിനെ. രാജാവ് ഇങ്ങനത്തെ പരിപാടിക്കൊന്നും വിളിക്കരുത്, എന്താ ഭഗവാൻ വരില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പാടാ, നീലച്ചികണ്ടിയിൽ ഏറും പിറാൻ എന്ത നേരത്തിലും കോലക്കുറത്തിയുടൻ വരുവാൻ. ഞാൻ വിളിച്ചാൽ എപ്പോഴും, ചികണ്ടി എന്ന് വെച്ചാൽ മയിൽ, ഭഗവാൻ എപ്പോഴും വരും. പിന്നെന്താ, ശരി ഭഗവാൻ അതാണ് ഇച്ഛിക്കണമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, അദ്ദേഹം എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ടാവും, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ, രാജശാസനം ദേവശാസനമാണല്ലോ, ഞാനത് എടുക്കുന്നു, ഓക്കെ ശരി ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് ഈ മന്ത്രവാദി ദേവിയെ ഒരുപാട് ബലിയും അതുപോലെ തൻ്റെ തന്നെ ബ്ലഡൊക്കെ കൊടുത്ത് ബലി ഇട്ടിട്ട് ദേവി ചോദിച്ചു എന്താ വേണ്ടേ ചോദിച്ചു. പറഞ്ഞു, അരുണഗിരിനാഥർ വിളിച്ചാൽ ഭഗവാൻ വരരുത് എന്ന് പറഞ്ഞു. അതൊന്നും നടക്കണ കാര്യമല്ല, പക്ഷെ നീ ഇത്രയും തപവും പൂജയൊക്കെ ചെയ്തുകൊണ്ട് നോക്കാം എന്ന് പറയുന്നു. അപ്പോൾ അതിനുശേഷം ആ വേദിയിൽ എല്ലാവരും റെഡിയാണ്. ഇങ്ങനെ ഭഗവാൻ പ്രദർശനം, നമ്മൾ പറയില്ലേ ഹൗസ്ഫുൾ ഷോ പോലെ എല്ലാവരും വരിക ഭഗവാനെ കാണാനായിട്ടേ. തിരുവണ്ണാമല ക്ഷേത്രം നിറഞ്ഞു. രാജാവുണ്ട്, ഭഗവാൻ വരികയല്ലേ, ഭഗവാനെയും കാണാം ദേവിയും കാണാമല്ലോ, എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അരുണഗിരിനാഥരെത്തി. അപ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ ഊഴമാണ്, പാടാൻ പറഞ്ഞു, വിളിക്കാൻ പറഞ്ഞു ഭഗവാനെ. അപ്പോൾ അരുണഗിരിനാഥർ ചെങ്കേയെടുത്ത് സിനവടി വേലും തിരുമുഖവും പങ്കേന്നെടുത്ത നൽപന്നിരുതോളും പതുവമലർ തരളം ചൊരിയും ചെങ്കോടൈക്കുമരന എങ്കേ നിലയിപ്പിലും അങ്കേ എൻ മുന്നേ വന്നിതിർ നിർപ്പനെ, എപ്പോൾ വിളിച്ചാൽ എൻ്റെ മുന്നിൽ വരണ ഭഗവാനെ എന്ന് പറഞ്ഞ് വിളിച്ചു.
പക്ഷെ ഭഗവാൻ ഒന്നും വന്നില്ല. എല്ലാവരും ഇങ്ങനെ എല്ലായിടത്തും നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും വന്നില്ല, ആരുമില്ല. അപ്പോൾ അരുണഗിരിനാഥർ ഇങ്ങനെ ആലോചിച്ചു എന്താ അത്. അപ്പോൾ ഭഗവാൻ ഉള്ളെന്ന് പറഞ്ഞു, അവൻ ഒരുപാട് ദേവിയെ ഒക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും, ഒരു അമ്മയെ പറ്റിയിട്ട് ഒരു സ്തുതി കൂടെ കൊടുത്ത് പുള്ളിയെ ഒന്ന് സന്തോഷിപ്പിക്കുക, അമ്മയെ ഒന്ന് സന്തോഷിപ്പിക്കുക. അപ്പോൾ ഉടനെ തന്നെ ശ്രീവിദ്യയുടെ സമ്പ്രദമായ പേരുകളുണ്ടല്ലോ, മാതങ്കി, വരാഹി, അങ്ങനത്തെ പേരുകളെല്ലാം ചേർത്തുകൊണ്ട് തമിഴിൽ ഒരു സ്തുതി ഉണ്ടാക്കി. ദേവേന്ദ്ര സംഘവകും അപ്പം തന്നെ ചൊല്ലുന്നാട്ട് ഇതെല്ലാം ഇങ്ങനെ അപ്പപ്പോൾ പറയുന്നത് അദ്ദേഹം. ധരണിയിൽ അരണിയ മുരണിരണിയനുടൽ തനൈനക നുതികൊടി സാഡോങ്ക് നെടുങ്കിരി ഓടേന്ത് ഭയങ്കരി എന്ന് പറയുന്നത്. അതായത് നരസിംഹമൂർത്തിയുടെ നഖങ്ങളിലെ ശക്തിയായി ഇരിക്കുന്ന നരസിംഹിയായ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്തുതി. അങ്ങനെ സപ്തമാതൃക്കളെയും എല്ലാം സ്തുതിക്കുന്നു. അപ്പോൾ ഇത് ചൊല്ലിയപ്പോഴേക്കും അമ്മയ്ക്ക് വളരെ സന്തോഷമായി. അടുത്തത് ഭഗവാനെ പാടുകയാണ്. ആ സ്തുതി നമുക്ക് കാണാൻ പറ്റും. അതലശേതനാരാട അതലശേതനാരാട അഖിലമേരു മീതാട അഭിനക്കാളി താനാട അവളോട് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ആടുന്നുണ്ട് ഭഗവാനെ. ആദിശേഷൻ ആടുന്നുണ്ട്, മഹാദേവൻ ആടുന്നുണ്ട്, ദേവി ആടുന്നുണ്ട്. പിന്നെ ഭഗവാൻ മഹാവിഷ്ണു അമ്മാവനാണെങ്കിൽ അമ്മായിയാണല്ലോ മഹാലക്ഷ്മി. വനജ മാമിയാറാട, തമിഴിൽ മാമിയാർ എന്ന് പറയുമ്പോൾ വനജ മാമിയാറാട നെടിയ മാമനാറാട മയിലുമാടി നീയാടി വരവേണ്ടും എന്ന് പാടുന്നു. അത് പാടുന്നു. അതിൻ്റെ ഒപ്പം തന്നെ വീണ്ടും പാടുന്നു പ്രബുദ്ധരേവ മഹാരാജൻ മനമുകുഴ നീയാട്. അതാണ് ആ ഹിസ്റ്ററി പറയുന്നത്. അങ്ങനെ ഒരു രാജാവ് ആ 15ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്നുള്ളതും സത്യമാണ് ഹിസ്റ്ററി നോക്കുമ്പോൾ. അപ്പോൾ ഈ പ്രബുദ്ധരാജ രാജാവിനെ കാണുന്ന രീതിയിൽ അങ്ങ് വന്നാലും ഇത് പറഞ്ഞു കഴിഞ്ഞതും അവിടെയുള്ള ഒരു തൂണ് അപ്പം തന്നെ പൊട്ടി. നരസിംഹമൂർത്തി എങ്ങനെയാണോ തൂണിൽ നിന്ന് വന്നത്, ഞാൻ എല്ലായിടത്തും ഉണ്ടെന്ന് കാണിക്കണം, അതുപോലെ ആ തൂണ് പൊട്ടി. എല്ലാവരും നോക്കുമ്പോൾ അതിനകത്ത് ഭയങ്കരമായിട്ടുള്ളൊരു പ്രകാശമാണ് കാണുക. എല്ലാവരും കണ്ണ് അതിൽ തന്നെ അടിച്ചു പോയിട്ടുണ്ട്. എല്ലാവരും ആഴ്ചശക്തി പോകുന്നു. എല്ലാവരും കാണുന്നത് ഒരു സ്വർണ്ണ പ്രകാശം മാത്രമാണ്. പക്ഷെ അരുണഗിരിനാഥർക്ക് ബാലനായിക്കൊണ്ട് മയിലിൻ്റെ മേലെ ഇരുന്നു കൊണ്ട് അദ്ദേഹം ദർശനം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ആ കാരുണ്യത്തിന് മുമ്പിൽ അരുണഗിരിനാഥർ നമസ്കരിച്ചു. ഭഗവാൻ അപ്പുറത്തന്നെ അപ്രത്യക്ഷമായി. അപ്പം എല്ലാവർക്കും മനസ്സിലായി മുരുകനെ കണ്ടോ എന്നൊന്നും അറിയാം. പക്ഷെ കണ്ണ് പോയിട്ടുണ്ട് എല്ലാവരുടെയും. ആർക്കും കാഴ്ചശക്തിയില്ല, കാഴ്ച പോയി എല്ലാവരുടെയും. അപ്പം ഇനി ഇതിന് കാഴ്ചശക്തി വരെ എന്ത് ചെയ്യും? ബോണസ് കിട്ടാൻ വേണ്ടി പോയ, ലോട്ടറി അടിച്ച പോലെ പോയ രാജാവിനും ഒക്കെ പോയി കണ്ണ്. അപ്പോഴാണ് ഇവരെന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പരിഹാരമായിട്ട് കുറേ എന്തെല്ലാമോ നോക്കി. അപ്പോൾ കണ്ടത് കൈലാസ മനസ്സരോവരത്തിലെ ഒരു ദിവ്യ പുഷ്പം കൊണ്ടുവന്നാൽ മണം കിട്ടിയാൽ കാഴ്ചശക്തി കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അതിനായിട്ടോ അരുണഗിരിനാഥർ പറഞ്ഞു, ജ്ഞാനികൾ അവരുടെ ശരീരം പോലും ലോകഹിതത്തിനല്ലേ, എല്ലാം ലോകഹിതത്തിനാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അരുണഗിരിനാഥർ പറഞ്ഞു ഞാൻ പൊക്കോളാം, എനിക്ക് ഭഗവാൻ ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും ഇപ്പോൾ ദൂരെ പോകാനായിട്ട് ഇപ്പോൾ വല്ല ആനയോ ആടൊക്കെ ആണെങ്കിൽ നടന്നു പോകുമ്പോഴേക്കും സമയം, അപ്പോൾ ഒരു കിളി പോലത്തെ എന്തിൻ്റെങ്കിലും ഫ്രഷ് ബോഡി കിട്ടിയാൽ ഞാൻ നോക്കാം ഒരു കൈ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു തത്തയുടെ ബോഡി എന്തോ കിട്ടി. അപ്പോൾ തത്തയുടെ ബോഡി കിട്ടിയിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അരുണഗിരിനാഥർ ശരി, ഞാൻ എൻ്റെ ഈ ബോഡി സൂക്ഷിക്കുക, ഞാൻ അതിലേക്ക് പോയിട്ട് എടുത്തിട്ട് വരാം. അങ്ങനെ അരുണഗിരിനാഥർ തൻ്റെ ആത്മാവിലേക്ക് കൊടുത്ത് അരുണഗിരിനാഥർ അങ്ങനെ പോവുകയാണ്. 7 ദിവസം കഴിഞ്ഞു അദ്ദേഹം ആ ദിവ്യ പുഷ്പമായിട്ട് വന്നു. ആ പുഷ്പം ഇനി എത്തിയപ്പോൾ തന്നെ രാജാവിനൊക്കെ ഇങ്ങനെ വെളിച്ചം തുടങ്ങി. 7 ദിവസമായിട്ട് ഇരുട്ടായിരുന്നു. ഇപ്പോൾ വെളിച്ചം വന്നപ്പോൾ തന്നെ മനസ്സിലായി എത്തിയിട്ടുണ്ടെന്ന്, കാഴ്ചശക്തിയൊക്കെ കിട്ടി. അപ്പോൾ അരുണഗിരിനാഥർ ആ കിളി ഇതുമായിട്ട് വന്നിട്ട് ആ ഗോപുരത്തിൽ തന്നെ, ആ ഗോപുരത്തെ കിളി ഗോപുരം എന്നാണ് പറയുക. തിരുവണ്ണാമലയിൽ ഒരു ഗോപുരത്തിൽ നമുക്കൊരു തത്തയെ കാണാൻ പറ്റും, അത് ഈ കിളി ഗോപുരമാണ്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് അരുണഗിരിനാഥർ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കാഴ്ചശക്തി കിട്ടിയിട്ട് എല്ലാവർക്കും മനസ്സിലായി അരുണഗിരിനാഥർ ഇങ്ങനെ കിളിയായിട്ട് അവിടെ ഇരിപ്പുണ്ട്, എല്ലാവർക്കും നമുക്ക് പോയി അദ്ദേഹത്തെ സ്വീകരിക്കാം എന്ന് പറഞ്ഞ് രാജാവും എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി. രാജാവ് പറഞ്ഞു, അങ്ങ് മഹാകാരുണ്യവാനാണ്, ഞാൻ അങ്ങേപ്പറ്റി സംശയിച്ചു, എന്തെല്ലാം ഇങ്ങനെ ചെയ്തതിന് ക്ഷമിക്കണം, എന്നോട് ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമി ക്ഷമിക്കട്ടെ, അവിടെ നിന്നും ക്ഷമിക്കണം. ജ്ഞാനികൾ അങ്ങനെ പിള്ള വയറ്റിൽ നിന്ന് ചവിട്ടിയാലും അമ്മമാർ ക്ഷമിക്കുമല്ലോ, അമ്മയ്ക്കൊന്നും അതുപോലെ ക്ഷമിക്കണം. അപ്പോൾ എനിക്കങ്ങനെ ഒരു ഇതുമില്ല, ഭഗവാന്റെ ഇഷ്ടം എന്തോ ഇച്ഛയോ അത് നടക്കുന്നു, അത്രയേ ഉള്ളൂ. ശരി, ഇനി അങ്ങയുടെ പൂർവ്വ രൂപത്തിൽ വന്നാലും എന്ന് പറയുന്നു. അപ്പോഴാണ് ഒരു സംഭവം ഉണ്ടായത്. ഈ രാജമന്ത്രി എന്ത് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട്, അദ്ദേഹത്തിന് കണ്ണ് കാണുന്നില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു അവൻ്റെ ബോഡി എവിടെയാണെങ്കിലും അത് കത്തിച്ച് കളയാൻ പറഞ്ഞു. അപ്പോൾ അരുണഗിരിനാഥരുടെ ബോഡി, അദ്ദേഹം കൂട് വാങ്ങിച്ചിട്ടാണല്ലോ പോയത്. അപ്പോൾ ആ ബോഡിയെ എവിടെയോ വെച്ചിരുന്നത്, ആ ബോഡിയെ ഇവർ കത്തിച്ച് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ, ഇദ്ദേഹത്തിന് ഇനിയിപ്പോൾ ബോഡി ഇല്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എനിക്കിനി അങ്ങനെ ബോഡിയില്ല, ഞാൻ ഈ തത്തയായിട്ട് തന്നെ എനിക്ക് നിൽക്കാൻ പറ്റുള്ളൂ, ഭഗവാന്റെ ഇഷ്ടം അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു സ്തുതി പാടിയിട്ട് അങ്ങനെ ഭഗവാനിലേക്ക് എത്തിയെന്നാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ കയ്യിൽ ആ ഒരു തത്തയായിട്ട് ഇരിക്കുന്നതെന്നാണ് സങ്കല്പം. അങ്ങനെയാണ് അതിൻ്റെ അരുണഗിരിനാഥരുടെ ഒരു ചരിത്രം. അപ്പോൾ ഇതിനകത്ത് തന്നെ കുറേ തിരുപ്പുകൾ വരുന്നത് ഈ ഈവൻസുമായി ബന്ധപ്പെട്ടിട്ടാണ്. അങ്ങനെ പിന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഇനി ചില പോയിന്റ്സ് മാത്രമേ ഉള്ളൂ ചെയ്യാനായിട്ട്. ഇനി എത്ര സമയം? 5 മിനിറ്റ്.
അപ്പോൾ ഇതിൽ ചില പോയിന്റ്സേ ഉള്ളൂ. അതായത് സോമസ്കന്ദമൂർത്തി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് മഹാദേവൻ സ ഉമാസ്കന്ദൻ. മഹാദേവൻ ഇവിടെ ഇരിക്കും, നിങ്ങൾക്ക് നോക്കും ഈ സൈഡിൽ, പാർവതി ഇപ്പുറത്തിരിക്കും, നടുക്കും മുരുകൻ ഇരിക്കും. സ ഉമാസ്കന്ദൻ. ഈ സോമസ്കന്ദ ഭാവത്തെ പറ്റിയിട്ട് ഒരുപാട് സ്തുതികളുണ്ട്. അതായത് ഈ 3 പേരും കൂടിയുള്ള ഭാവം. അപ്പോൾ ഇതിൻ്റെ ക്ഷേത്രം ശരിക്കും കാഞ്ചീപുരം ഈ ക്ഷേത്രം ഇങ്ങനെയാണെന്നാണ് പറയുക. കാഞ്ചി കാമാക്ഷി ഇവിടെ ഇരിക്കുന്നു, ഏകാംബരേശ്വരൻ മഹാദേവൻ്റെ പൃഥ്വിലിംഗം, നടുക്ക് കുമരക്കോട്ടം സുബ്രഹ്മണ്യ സ്വാമി, അത് നടുക്ക് വരും. അപ്പോൾ ആ ഒരു അലൈൻമെൻറ്റിലാണ് വരുന്നത്. പിന്നെ ഈ കുമരക്കോട്ടത്തെ പറ്റി പറയുമ്പോഴാണ് സ്കന്ദപുരാണം ശരിക്കും തമിഴിൽ വന്നത് കച്ചിയപ്പ ശിവാചാര്യരുടെ സ്കന്ദപുരാണമാണ്. ഈ കച്ചിയപ്പര് കുമരക്കോട്ടത്തിലെ ഒരു പൂജാരിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ രാത്രി ഭഗവാൻ പറഞ്ഞു, അദ്ദേഹം അജിത്തേട്ടൻ പറഞ്ഞ പോലെ രുദ്ര സംഹിതയിലെ സ്കന്ദപുരാണത്തിന് രുദ്ര സംഹിതയിലെ എൻ്റെ അവതാരത്തെ തമിഴിലൊന്നാക്കി നീ ഒന്ന് ആക്കണം. അപ്പോൾ അതിനുള്ള ഫസ്റ്റ് വാക്കും കൊടുത്തു. ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു പരിപാടിയുണ്ട്, ഫസ്റ്റ് വാക്ക് കൊടുക്കുക. മുത്തൈത്തരു പറഞ്ഞ പോലെ തികടചക്ര മുഖമൈന്തുളാൻ എന്നുള്ളൊരു വാക്ക് കൊടുത്തു. ഫസ്റ്റ് വാക്ക് തികടചക്ര മുഖമൈന്തുളാൻ. തികട ദശചക്രം എന്നാണ്, 10 കൈ എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് ശിവനെ പറ്റിയിട്ടാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തു. അപ്പോൾ ഇദ്ദേഹം ആ ഭഗവാന്റെ സ്വപ്നം കിട്ടിയതുപോലെ എല്ലാ ദിവസവും കുറച്ച് എഴുതും. ഗ്രാമർ മിസ്റ്റേക്ക് തീർക്കാൻ വേണ്ടി തമിഴിൻ്റെ അധിപൻ ഇദ്ദേഹം തന്നെയാണല്ലോ. അപ്പം എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ കാൽക്കൽ വെക്കും. രാവിലെ ആകുമ്പോൾ ഭഗവാൻ എററൊക്കെ ഇത് കൊടുക്കും അത്രേ. അങ്ങനെ അത് മുഴുവൻ കഴിഞ്ഞു. ഇനി അത് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ, നമ്മളിങ്ങനെ ഒരു പേപ്പർ പ്രസൻറ്റേഷൻ പോലെ ഞാൻ എഴുതിയ എൻ്റെ ഈ സ്കന്ദപുരാണം ഒന്ന് എല്ലാവരെയും വിളിച്ച് കാണിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രസൻറ്റേഷൻ സമയത്ത് തന്നെ ആ മണ്ഡപം നമുക്കിപ്പോഴും അവിടെ കാണാം. കുമരകോട്ടം പോയി കഴിഞ്ഞാൽ ആ പറയാൻ തുടങ്ങും മുമ്പ് തന്നെ ഒരാൾ പറഞ്ഞു, ആ ഫസ്റ്റ് ലൈൻ പറഞ്ഞു, തികടചക്ര മുഖമൈന്തുളാൻ എന്ന് പറഞ്ഞു ഇങ്ങനെ സ്തുതി തുടങ്ങുമ്പോൾ തന്നെ ഇതെങ്ങനെ ശരിയാകും, ഇത് മിക്സിങ് ശരിയല്ലല്ലോ. ഇപ്പം സന്തോഷം, സന്തോഷം പോലെ അങ്ങനെ ജോയിൻ ചെയ്തിരുന്ന ഈ ജോയിനിങ് ശരിയല്ലല്ലോ, നിങ്ങൾക്ക് ഏത് ഗ്രാമർ ബുക്കിലാണ് ഇതുള്ളത് എന്ന് ഒരാൾ ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു, ഇതെനിക്ക് ഭഗവാൻ പറഞ്ഞു തന്നതാണ്, എനിക്കിതിന് വേറെ ഒന്നുമില്ല, ഭഗവാൻ പറഞ്ഞു തന്നു എന്ന് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ അടവൊന്നും നടക്കില്ല, ഇതിനെ കറക്റ്റ് ഒരു വിളക്കം പറയണം. അപ്പോൾ ഇദ്ദേഹത്തിന് ആകെ ഇതായി, എനിക്ക് ഭഗവാൻ പറഞ്ഞ വാക്ക് വെച്ചിട്ട് ഞാൻ തുടങ്ങിയത്, എനിക്കിതിൻ്റെ വലിയ അർത്ഥം എന്ന് പറഞ്ഞാൽ 10 കരങ്ങളുള്ള മഹാദേവൻ്റെ മകനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗണപതിയാണ് ആ സ്തുതി വരുന്നത്. അപ്പോൾ ഇത് ഇയാൾ പറഞ്ഞു, ഒരു ദിവസം കഴിയട്ടെ, ഞാൻ ഇതിലുള്ള പറഞ്ഞുതരാം, നാളെ ഞാൻ ഇതിലുള്ള ഇത് പറഞ്ഞുതരാം. അന്നത്തെ ദിവസം ഇയാൾ ഉപവാസം എടുത്ത് ഭഗവാന്റെ കാൽക്കൽ തന്നെ എന്നിട്ട് നീ തന്നെ പറഞ്ഞിട്ടാണ് എഴുതിയത്, ഇനി ഇതിൽ ഞാൻ എന്താ തിരിച്ച് പറഞ്ഞത് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് കിടന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു, ചോഴദേശത്ത് ഇതിൻ്റെ ഗ്രാമർ ഉണ്ട്, അതിനുള്ള ആൾ നാളെ അവിടെ ഉണ്ടാവും എന്ന് അദ്ദേഹം കരുണാഭാരതിയായി ഭഗവാൻ പറഞ്ഞു. രാവിലെ വീണ്ടും പഴയ പോലെ എല്ലാ സഭയിലെ ആൾക്കാരും വന്നു. അപ്പോൾ എന്താ ഈ കച്ചിയപ്പ ശിവാചാര്യരെ ഇന്നലെ പറഞ്ഞതിൻ്റെ ഇത് കിട്ടിയോ പറഞ്ഞു. അപ്പോൾ അപ്പോഴേക്കും ഒരാൾ ഇങ്ങനെ ഒരു ഓലയും പൊക്കി പിടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ചോഴദേശത്ത് ഇതുണ്ട്, ദശകരം എന്നുള്ളതിനെ തികഴ് എന്ന് വെച്ചാൽ പ്രകാശമുള്ള കരം, 10 കരങ്ങളെ തികടചക്രം എന്ന് എഴുതാം, ഞങ്ങളുടെ ഇതിൽ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഓക്കെ എന്ന് വെച്ചു. അങ്ങനെ അത് ഭയങ്കര ഇതായി എല്ലാവരും. പിന്നെ നോക്കുമ്പോൾ ഈ പയ്യനെ കാണാനില്ല, അത് ഭഗവാൻ തന്നെയായിരുന്നു എന്നാണ് സങ്കല്പം. അങ്ങനെ പല അതുപോലെ ഇതുപോലെ പലർക്കും ഇങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഊമയായിട്ടിരുന്ന കുമരഗുരുവരനും തിരുച്ചെന്തൂരിൽ ആത്മഹത്യ ചെയ്യാൻ പോയി. അച്ഛനും അമ്മയും കൂടെ കുറേ കാലം ഊമയായതുകൊണ്ടേ സംസാരിക്കുന്നില്ല, കുറേ കാലം ഭജനം ചെയ്തിട്ടും സംസാരിക്കാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്യാന്ന് വിചാരിക്കുന്ന തലേ ദിവസം ഭഗവാൻ ഒരു പയ്യനെ പോലെ വന്നിട്ട് പഞ്ചാമൃതം കൊടുത്തു അത്രയും. എന്നിട്ട് പറഞ്ഞു, നീ പാട്, അദ്ദേഹമാണ് കുമരഗുരുവരനായതെന്നാ. കുമരഗുരുപദൻ്റെ ഒരു സ്തുതിയുണ്ട്, കന്തക്കലി വെൺബ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരുപാട് പേരെ ഭഗവാൻ തമിഴിൽ സ്തുതിക്കാൻ വെച്ച ആളാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ തിരുപ്പുകഴും അങ്ങനെയുള്ള ഒരു സ്തുതിയാണ്. അതിൽ കൂടെ നമ്മളിങ്ങനെ കുറച്ച് നേരം പോയി വന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഗുരുകുലത്തിന് അദ്ദേഹം ഗുരുനാഥനായിട്ടിരുന്ന അദ്ദേഹം അനുഗ്രഹിക്കട്ടെ എന്നുള്ള ഒരു 4 വരി കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ പറഞ്ഞു തരാം. ഉരുവായി അരുവായി ഉലതായി ഇലതായി മരുവായി മലരായി മണിയായി ഒളിയായി ഗരുവായി ഉയിരായി ഗതിയായി വിധിയായി ഗുരുവായി വരുവായി അരുൾവായി ഗുഹനേ ഗുരുവായി വരുവായി അരുൾവായി ഗുഹനേ. നന്ദി. നമ്മുടെ ഈ സാധക സംഗമത്തിലെ നമ്മൾ നിശ്ചയിച്ച വിഷയം നിങ്ങളിപ്പോൾ കേട്ടു. പക്ഷെ നിങ്ങളുടെ കയ്യടി ഒരു ഗുണമില്ല. ഈശ്വരൻ തിരുപ്പുകൾ അദ്ദേഹം പറയുമ്പോൾ ഭഗവാൻ ഓരോരുത്തരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പാടലുകളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ കഥ
പറഞ്ഞു. ഇവരെ കൊണ്ടും ഭഗവാനാണിത് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ തീരുമാനിക്കുമ്പോൾ 3 പേർക്കും ഇതൊരു സംശയമായിരുന്നു. ഇത് നമ്മളിങ്ങനെ ഈ ഭഗവാന്റെ ഇതൊക്കെ പറയണം, ഇതിപ്പോൾ നമ്മൾ ഈ സുബ്രഹ്മണ്യ സമ്പ്രദായം എന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ജനീഷ് പറഞ്ഞു എനിക്ക് പറ്റില്ല, ശരിയാവില്ല എന്ന്. പറ്റും എന്ന് മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ തമിഴിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിത് ശരിക്കും ഇത് സുബ്രഹ്മണ്യൻ ആരാണ്, അത് ഗുരു ആരാണ്, അദ്ദേഹമാണ് ഈ ഗുരുപരമ്പരയുടെ ജ്ഞാനപാരമ്പര്യത്തിൻ്റെ പരമനിലയിലിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. നമുക്കപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഈ അദ്ദേഹം തന്നെയാണ് നമ്മൾക്ക് തോന്നിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ പ്രദീപ് ചോദിച്ചു, ഈ സൂഫീസൊക്കെ നമ്മൾ എന്തിനാണ് വയ്ക്കണമെന്ന് ചോദിച്ചു. നമ്മളത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതുപോലെയാണത്. അത് സുബ്രഹ്മണ്യ സ്വാമിയാണ് നമുക്ക് അതങ്ങനെ വെക്കണം എന്ന് തോന്നിപ്പിക്കുന്നത്. നമ്മളിവിടെ ഒരു വിധേയർ മാത്രമാണ്, നമ്മൾ ഒന്നും തീരുമാനിക്കുന്നില്ല ഇവിടെ. അദ്ദേഹം തീരുമാനിക്കുന്നത് നമ്മളിലൂടെ സംഭവിക്കുകയാണ്. അങ്ങനെ ഒരു സങ്കല്പം നമ്മുടെ ഗുരുകുലം കുറേ മാസങ്ങൾ സാധന ചെയ്തിട്ട് ഒരുമിച്ചിരുന്നിട്ട് അദ്ദേഹം സങ്കല്പിക്കുന്നത് ഞങ്ങളിലൂടെ പ്രവർത്തിക്കട്ടെ എന്ന് നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ നടക്കുന്നത്. നാളെ വൈകുന്നേരം നമ്മൾ ആ സങ്കല്പം പൂർത്തിയാക്കുകയാണ്. നമ്മൾ ഈ കഴിഞ്ഞ 8-10 കൊല്ലം ചെയ്തതിൻ്റെ സങ്കല്പം നാളെ സമാപന സമ്മേളനത്തിന് മുമ്പ് നമ്മളൊരു പൂർത്തീകരിക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഇന്നിവിടെ നമുക്ക് ഈ മനോഹരമായിട്ടിത് അവതരിപ്പിച്ച അജിത്ത്, അതുപോലെ ശ്രീ ജനീഷ്, അതുപോലെ തിരുപ്പുകൾ എന്ന വിഷയം നമ്മളെ പരിചയപ്പെടുത്തിയ ശ്രീ ശരൺ, എല്ലാവർക്കും ഗുരുകാരുണ്യം ഉണ്ടാവട്ടെ, എല്ലാവർക്കും ഗുരുപരമ്പര അനുഗ്രഹിക്കട്ടെ. അവർക്ക് നന്ദി.